ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്ലൈഡ് കാണുന്നുണ്ടല്ലോ. അപ്പൊ ഇന്നലെ നമ്മൾ CRPCയുടെ സ്റ്റാർട്ടിങ് ഫസ്റ്റ് മൊഡ്യൂൾ എന്ന രീതിയിൽ നമ്മൾ ഡെഫിനിഷൻസ് ഒക്കെ പഠിക്കുകയുണ്ടായി. അപ്പം ടെക്നിക്കൽ ഇഷ്യൂ ഒക്കെ വന്നത് കാരണം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അപ്പം അതിൽ ആ ഒരു ഭാഗം നമ്മൾ പഠിച്ചു. നമ്മൾ അറസ്റ്റ് ഓഫ് പേഴ്സൺസ് എന്ന് പറയുന്ന ഭാഗമാണ് ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അറസ്റ്റ് ഓഫ് പേഴ്സൺസ് ഇന്നലെ ഡെഫിനിഷൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇന്ന് അതിന്റെ അറസ്റ്റ് ഓഫ് പേഴ്സൺസ് എന്ന് പറയുന്ന ഭാഗമാണ്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇന്നലെ അത് ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല, നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം. ഈ ഒരു ഭാഗം മുതൽ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം അറസ്റ്റ് ഓഫ് പേഴ്സൺസ്. അപ്പം അറസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താന്ന് പറയുണ്ടായി. അറസ്റ്റ് എന്ന് പറഞ്ഞാൽ ടേക്കിംഗ്, സീസിങ് ഓർ ഡീറ്റെയിനിങ് എ പേഴ്സൺ. എന്തിനു വേണ്ടിയിട്ടാണ് ആ പേഴ്സണെ ഇങ്ങനെ ഡീറ്റെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അയാളുടെ പ്രസൻസ് ആ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് ആവശ്യമുണ്ട് എന്നുള്ള ഘട്ടത്തിലാണ് ഒരാളെ ഇങ്ങനെ അറസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. CRPCക്ക് അകത്ത് ചാപ്റ്റർ 5ലാണ് അറസ്റ്റ് ഓഫ് പേഴ്സൺസ് എന്ന് പറയുന്ന ഭാഗം പറയുന്നത്. ചാപ്റ്റർ 5ന്റെ സെക്ഷൻ 41 ടു സെക്ഷൻ 60A എന്ന് പറയുന്ന ഒരു സെക്ഷനുകൾക്ക് അകത്തായിട്ടാണ് ഈ ഒരു കാര്യങ്ങൾ പറയുന്നത്. വ്യത്യസ്ത രീതിയിലുള്ള അറസ്റ്റ് ഓഫ് പേഴ്സൺസുമായി ബന്ധപ്പെട്ട വേരിയസ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ഇവിടെ ഡീൽ ചെയ്യുന്നു. അപ്പൊ നമ്മുടെ സിലബസിൽ തന്നിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ നോക്കി പോവാണ്. അപ്പം അറസ്റ്റിനെ കുറിച്ചൊക്കെ ബേസിക്കലി നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ളതാണ്. അറസ്റ്റ് എന്ന് പറയുന്ന കാര്യം, അറസ്റ്റ് പല ആളുകളും അറസ്റ്റ് ചെയ്യാൻ പറ്റും എന്നല്ല പറഞ്ഞു. പോലീസ് ഓഫീസർക്ക് അറസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ മജിസ്ട്രേറ്റിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റും, പ്രൈവറ്റ് പേഴ്സൺസിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ പല ആളുകളും അറസ്റ്റ് രേഖപ്പെടുത്താറുണ്ട്. പ്ലസ് അത് മാത്രമല്ല, അറസ്റ്റ് വാറന്റോട് കൂടിയ അറസ്റ്റും വാറന്റ് ഇല്ലാത്ത അറസ്റ്റും ഉണ്ട്. അങ്ങനെ രണ്ട് രീതിയിൽ അറസ്റ്റ് രേഖപ്പെടുത്താൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. ഇപ്പൊ നല്ല കോഗ്നീസബിൾ ഒഫൻസും നോൺ കോഗ്നീസബിൾ ഒഫൻസും എന്താന്ന് പറയുണ്ടായി. അപ്പൊ അത് നിങ്ങൾക്ക് എപ്പോഴും ഓർമ്മയുണ്ടാവണം. കോഗ്നീസബിൾ ഒഫൻസ് സീരിയസ് ഒഫൻസ് ആണ്. സീരിയസ് ഒഫൻസിന് അറസ്റ്റ് ചെയ്യണമെങ്കിൽ വാറന്റിന്റെ ആവശ്യമില്ല. നോൺ കോഗ്നീസബിൾ ഒഫൻസിനാണ് പിന്നെ വാറന്റോട് കൂടി അറസ്റ്റ് നിർബന്ധമായിട്ടുള്ളത്. അപ്പൊ ആ കാര്യം ഓർമ്മയുണ്ടാവണം. അപ്പൊ അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അടുത്തൊരു എപ്പോഴാണ് പോലീസ് സെക്ഷൻ 41 പറയുന്നത് എപ്പോഴാണ് പോലീസ് വാറണ്ട് ഇല്ലാണ്ട് അറസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. വെൻ പോലീസ് മേ അറസ്റ്റ് വിത്തൗട്ട് വാറണ്ട് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ എപ്പോഴാണ് പോലീസ് വാറണ്ട് ഇല്ലാണ്ട് അറസ്റ്റ് ചെയ്യുന്നത്? ഒരു പോയിന്റ് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോഗ്നിസബിൾ ഒഫൻസിന് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് വാറന്റിന്റെ ആവശ്യമില്ല. അത് മനസ്സിൽ വെക്കുക, എന്നിട്ട് ബാക്കി നമുക്ക് നോക്കാം. സോ എ പോലീസ് ഓഫീസർ ക്യാൻ അറസ്റ്റ് എ പേഴ്സൺ വിത്തൗട്ട് ദ ഓർഡർ ഓഫ് ദ മജിസ്ട്രേറ്റ്. അതായത് വിത്തൗട്ട് വാറന്റോട് കൂടി അറസ്റ്റ് ചെയ്യാം. സർട്ടൻ സർക്കംസ്റ്റാൻസസ്. ഒരു സർക്കംസ്റ്റാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് ദ പേഴ്സൺ കമ്മിറ്റ്സ് എ കോഗ്നിസബിൾ ഒഫൻസ് ഇൻ ദ പ്രസൻസ് ഓഫ് ദി പോലീസ് ഓഫീസർ. ഈ പോലീസ് ഓഫീസറുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു വ്യക്തി ഒരു സീരിയസ് നേച്ചറിലുള്ള ഒരു സീരിയസ് ആയിട്ടുള്ള ക്രൈം ഒഫൻസ് കമ്മിറ്റ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ആ പോലീസ് ഓഫീസർക്ക് വാറന്റിന് കാത്തു നിൽക്കേണ്ട കാര്യമില്ല. അങ്ങനെ ചെയ്യുന്ന ആ പേഴ്സണിനെ അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതാണ് ഒരു സാഹചര്യം. രണ്ടാമതായിട്ട്, ഇഫ് ദ പോലീസ് ഓഫീസർ ഹാസ് റീസൺ ടു ബിലീവ് ദാറ്റ്. അതായത് ഒരു കംപ്ലൈന്റ് പോലീസ് ഓഫീസർക്ക് കിട്ടി, അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ പോലീസ് ഓഫീസർക്ക് കിട്ടി, അല്ലെങ്കിൽ ഒരു സസ്പീഷൻ ഈ ഒരു പോലീസ് ഓഫീസർക്ക് ഉണ്ട്, ദാറ്റ് ദ പേഴ്സൺ സ്റ്റാൻഡിങ് ബിഫോർ ഹിം ഹാസ് കമ്മിറ്റഡ് എ കോഗ്നിസബിൾ ഒഫൻസ്. അയാൾ കണ്ടിട്ടില്ല. ഒന്നാമത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ പോലീസ് ഓഫീസറുടെ മുന്നിൽ വെച്ച് പ്രസൻസിൽ വെച്ച് ഒരാൾ കോഗ്നിസബിൾ ഒഫൻസ് ചെയ്യുന്നു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വാറണ്ട് വേണ്ട, അറസ്റ്റ് ചെയ്യാം. രണ്ടാമത് പറയുന്നത് പോലീസ് ഓഫീസർ കണ്ടിട്ടില്ല, പക്ഷേ പോലീസ് ഓഫീസർക്ക് അറിയാം, വിവരം ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സംശയമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കംപ്ലൈന്റ് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ ബേസിൽ ഒരു വ്യക്തി ഒരു കോഗ്നിസബിൾ ആയിട്ടുള്ള ഒഫൻസ് ചെയ്തിട്ടുണ്ട്. ആ ഒഫൻസിന് പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ 7 വർഷം വരെ ശിക്ഷ കിട്ടുന്ന, മാക്സിമം 7 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന, ഫൈനോട് കൂടിയോ കൂടാതെയോ 7 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന ഒരു കോഗ്നിസബിൾ ഒഫൻസ് ഒരു വ്യക്തി ചെയ്തു എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു പോലീസ് ഓഫീസർക്ക് വിവരം ലഭിക്കുകയാണ്. ആ വിവരത്തിന്റെ ബേസിൽ അങ്ങനെ വിവരം ലഭിക്കുമ്പോൾ കുറച്ച് സർട്ടേൺ കാര്യങ്ങൾ താഴെ പറയുന്നുണ്ട്. അതും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ആ പോലീസ് ഓഫീസർക്ക് ആ വ്യക്തിയെ വാറണ്ട് കൂടാണ്ട് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്നാമത്, ആ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആ വ്യക്തി ലഭിച്ച വിവരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന വ്യക്തി എക്സ് ഓർ വൈ, ആ വ്യക്തി ഒരു സീരിയസ് നേച്ചറിലുള്ള ഒരു ഒഫൻസ് 7 ഇയേഴ്സ് വരെ പണിഷ്മെന്റ് കിട്ടാവുന്ന ഒരു കോഗ്നിസബിൾ ആയിട്ടുള്ള ഒഫൻസ് ഈ വ്യക്തി ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ വിവരം കിട്ടുക. ആ വിവരം കിട്ടുന്ന സമയത്ത് ഈ വ്യക്തിയുടെ അറസ്റ്റ് എന്തൊക്കെ കാര്യങ്ങൾക്കും വേണ്ടി നിർബന്ധമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ വ്യക്തി ഇനി ഫർദർ ആയിട്ട് മറ്റ് ഒരു ക്രൈം ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്
ഫർദർ അതായത് ഈ ഒരു കളവ് ചെയ്ത് കഴിയുമ്പോൾ, ഒരു ഒഫൻസ് ചെയ്ത് കഴിയുമ്പോൾ അതിനെ മൂടി വെക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിനെ മറച്ചു വെക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടോ മറ്റൊരു ഫർദർ ആയിട്ടുള്ള ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാറന്റിന് കാത്തിക്കേണ്ട കാര്യമില്ല. ആ വ്യക്തി അപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ ഒരു ഒഫൻസ് ഓൾറെഡി നടന്നല്ലോ, ഒരു വിവരം ലഭിച്ചല്ലോ, ആ ഒഫൻസിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷന് ഈ വ്യക്തിയുടെ ഒഫൻസ് ചെയ്തു എന്ന് പറയപ്പെടുന്ന വ്യക്തിയുടെ തെളിയിക്കപ്പെട്ടിട്ടില്ല, ആരോപിക്കപ്പെടുന്ന വ്യക്തിയാണ്. അപ്പൊ ആ വ്യക്തിയെ പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷന്റെ പർപ്പസിന് വേണ്ടി അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ ഈ നടന്നു എന്ന് പറയപ്പെടുന്ന ഇൻഫോർമേഷൻ ലഭിച്ച ഈ ഒഫൻസിന്റെ തെളിവുകൾ ഇയാൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ട്, എവിഡൻസ് ടാമ്പർ ചെയ്യാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എവിഡൻസ് ഡിസപ്പിയർ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുകയാണെങ്കിൽ ആ എവിഡൻസിനെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി, ആ എവിഡൻസ് നഷ്ടപ്പെടാണ്ടിരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഈ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും വാറണ്ട് ഇല്ലാണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ കേസുമായി, ഈ ഒന്നാമത് നടന്നു എന്ന് പറയുന്ന ഈ ഒഫൻസുമായി ബന്ധപ്പെട്ട് അതിന്റെ അകത്തുള്ള സാക്ഷികളെ അല്ലെങ്കിൽ അതിന്റെ അകത്തുള്ള ഇരയാക്കപ്പെട്ട ആളുകളെ അവരെ കൂടുതൽ ത്രെട്ട് ചെയ്യുക അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുക അല്ലെങ്കിൽ അവര് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അണ്ടിയുമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ, അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തു കഴിഞ്ഞാൽ അത് കേസിന് മോശമായി ബാധിക്കും എന്ന ബോധ്യം ഉണ്ടെങ്കിൽ ആ പോലീസ് ഓഫീസർക്ക് വാറണ്ട് ഇല്ലാതെ അങ്ങനെയുള്ള വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ചില സമയത്ത് ഇങ്ങനെ ഒരു കോഗ്നൈസബിൾ ഒഫൻസ് 7 വർഷം വരെ ഉള്ളത് ചെയ്തു, അയാളെ ഈ ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ പിന്നീട് ഒരിക്കലും കോടതിയിൽ ഹാജരാക്കാൻ പറ്റില്ല, അയാൾ മുങ്ങിക്കളയും അല്ലെങ്കിൽ അയാൾ അബ്സ്കോണ്ടിങ് ആവും എന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലും ഒരു പോലീസ് ഓഫീസർക്ക് ഒരു വ്യക്തിയെ ഇങ്ങനെ വാറണ്ട് ഇല്ലാണ്ട് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഓഡിബിൾ ആണല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ? ഒന്ന് കമന്റ് ചെയ്യൂ. ഇല്ലല്ലോ? കണ്ടിന്യൂ ചെയ്ത് പോവല്ലേ? ഓക്കെ. അപ്പം ഇങ്ങനെ ഉള്ള സാഹചര്യങ്ങളിലൊക്കെ 7 വർഷം വരെയുള്ള ഒഫൻസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഒഫൻസ് മായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ വാറണ്ട് ഇല്ലാണ്ട്, വാറണ്ടിന് കാത്തു നിൽക്കാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നീട് അടുത്തതായിട്ട് BA എന്ന് പറഞ്ഞിട്ട് അതിന്റെ അകത്ത് തന്നെ BA 41ന്റെ അകത്ത് തന്നെ പറയുന്ന BA എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ചില കോഗ്നിസബിൾ ഒഫൻസ് പണിഷബിൾ മോർ ദാൻ 7 ഇയേഴ്സ്. നേരത്തെ 7 ഇയേഴ്സ് വരെയുള്ള, അപ്പൊ 7 ഇയേഴ്സ് വരെയുള്ള കോഗ്നിസബിൾ ഒഫൻസിനും വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. 7 ഇയേഴ്സിന്റെ മേലെയുള്ള കോഗ്നിസബിൾ ഒഫൻസിനും വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. മാക്സിമം നമ്മുടെ പെനാൽറ്റി നമ്മൾ കൊടുക്കുന്ന ഒരു മാക്സിമം, നമ്മുടെ നിയമം കൊടുക്കുന്ന മാക്സിമം പെനാൽറ്റി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഡെത്ത് സെന്റൻസ് ആണ് ഏറ്റവും മാക്സിമം കൊടുക്കുന്ന ശിക്ഷ. അപ്പൊ 7 ഇയർ മുതൽ ഡെത്ത് സെന്റൻസ് വരെയുള്ള മാക്സിമം ശിക്ഷ വരെയുള്ള എന്ത് ശിക്ഷ കിട്ടുന്ന ഒഫൻസ്, ഒരു കോഗ്നിസബിൾ ഒഫൻസ് ഒരു വ്യക്തി ചെയ്തു കഴിഞ്ഞാലും അതിനെക്കുറിച്ച് ക്രെഡിബിൾ ഇൻഫർമേഷൻ, വിശ്വസനീയമായിട്ടുള്ള ഒരു വിവരം ലഭിക്കുകയാണെങ്കിലും ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു വ്യക്തിയെ വാറണ്ട് ഇല്ലാണ്ട് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് പറയുന്നു. അപ്പം 2-3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് എന്താണ്, പോലീസ് ഓഫീസറുടെ പ്രസൻസിൽ ഒരു വ്യക്തി ഒരു കോഗ്നീസബിൾ ആയിട്ടുള്ള ഒഫൻസ് കമ്മിറ്റ് ചെയ്തു. 2, പോലീസ് ഓഫീസറുടെ പ്രസൻസിലല്ല, പക്ഷെ ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് പോലീസ് ഓഫീസർക്ക് ഇൻഫോർമേഷൻ കിട്ടി 7 ഇയേഴ്സ് ഇംപ്രിസൺമെന്റ് കൊടുക്കാവുന്ന വരെയുള്ള ശിക്ഷ കിട്ടുന്ന ഒരു കുറ്റകൃത്യം ആ വ്യക്തി ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഇൻഫോർമേഷൻ കിട്ടുമ്പോൾ അയാൾ തെളിവ് നശിപ്പിക്കുക, അതിന്റെ ഭാഗമായിട്ട് വിറ്റ്നസിനെ അണ്ടി ഇൻഫ്ലുവൻസ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള പല പല സാഹചര്യങ്ങൾ ഉണ്ടാവും എന്ന കാരണം കൊണ്ട് അയാളെ അപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്തതായിട്ട് നമ്മളോട് പറയുന്നത് 7 ഇയേഴ്സിൽ കൂടുതൽ ഡെത്ത് സെന്റൻസ് വരെയുള്ള, ഡെത്ത് പെനാൽറ്റി വരെയുള്ള കോഗ്നിസബിൾ ഒഫൻസ് ചെയ്തു എന്ന് ഇൻഫോർമേഷൻ കിട്ടുന്ന ഏതൊരു വ്യക്തിയെയും ഇതുപോലെ വാറണ്ട് ഇല്ലാണ്ട് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊക്കെയാണ് സെക്ഷൻ 41 വാറണ്ട് ഇല്ലാണ്ട് അറസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നത്. പോലീസ് ഓഫീസർക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം പറയുന്നത് തീർന്നിട്ടില്ല, ഇനിയുണ്ട്. ആൻഡ് അടുത്തത്, ഒരു പ്രൊക്ലെയിംഡ് ഒഫൻഡർ ആയിട്ട് ഒരു വ്യക്തിയെ ഗവൺമെന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഇതുപോലെയുള്ള സ്റ്റേറ്റ് ഗവൺമെന്റോ സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇതുപോലുള്ള അതോറിറ്റീസ്, ഭരണകൂടം ഇങ്ങനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്, ഒരു പ്രൊക്ലെയിംഡ് ഒഫൻഡർ ആണ്, ഹാബിച്വൽ ഒഫൻഡർ ആണ്, അല്ലെങ്കിൽ അയാളെ ലുക്കൌട്ട് നോട്ടീസിലൊക്കെ പുറപ്പെടുവിച്ചിട്ടുള്ള ഒരു പ്രൊക്ലെയിംഡ് ഒഫൻഡർ ആണ്. അപ്പം അങ്ങനെയുള്ള ഒരാളെ കണ്ടു കിട്ടുവാണെങ്കിൽ പിന്നെ വാറണ്ട് നോക്കേണ്ടുന്ന കാര്യമില്ല, പോലീസ് ഓഫീസർക്ക് അയാളെ അപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള പ്രൊക്ലെയിംഡ് ഒഫൻഡറിനെ പോലീസ് ഓഫീസർക്ക് മാത്രമല്ല കേട്ടോ, നമുക്കൊക്കെ അറസ്റ്റ് ചെയ്യാൻ പറ്റും, പ്രൈവറ്റ് ഇൻഡിവിജ്വലിനൊക്കെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യാൻ വാറണ്ടിന്റെ ആവശ്യമില്ല പോലീസ് ഓഫീസർക്ക് എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്തത്, പൊസഷൻ ഓഫ് സസ്പെക്ടഡ് സ്റ്റോളൻ പ്രോപ്പർട്ടി, ഒരു മോഷ്ടിച്ച മുതൽ എന്ന് കരുതപ്പെടുന്ന ഒരു വസ്തു ഒരാളുടെ പൊസഷനിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അത് ഒരു ബൈക്ക് അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ എന്തോ ആവാം, അത് മോഷ്ടിച്ചതാണ് എന്ന് പോലീസ് ഉദ്യോഗസ്ഥന് ബോധ്യപ്പെടുന്ന സാഹചര്യത്തിൽ ആ വ്യക്തിയെ അതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യാൻ പറ്റും. അവിടെ വാറണ്ടിന്റെ ആവശ്യമില്ല എന്നാ പറയുന്നത്.
അടുത്തതായിട്ട് if the person obstructs a police officer on duty or attempts to escape from lawful custody, രണ്ട് കാര്യങ്ങൾ പറയുന്നു ആ ഒരു സെക്ഷൻ, ആ ഒരു എന്ന് പറയുന്ന സബ്സെക്ഷന്റെ അകത്ത്. ഒന്ന്, പോലീസ് ഓഫീസർ അയാളുടെ കൃത്യനിർവഹണം ചെയ്യുന്നതിന്റെ ഇടക്ക് അതിന് തടസ്സം നിൽക്കുകയാണ് ഒരു വ്യക്തി വന്നിട്ട്. അങ്ങനെ ഇപ്പൊ ട്രാഫിക് ഡ്യൂട്ടി ചെയ്യുന്ന പോലീസുകാരെ തടയുന്ന സമയത്ത് ഇപ്പൊ ഹെൽമെറ്റും അങ്ങനെയൊക്കെ ഇല്ലാണ്ട് യാത്ര ചെയ്യുമ്പോൾ നിരന്തരം ഉണ്ടാവുന്ന പോലീസുമായിട്ട് വാക്കേറ്റം ഉണ്ടാവും. അപ്പൊ പോലീസ് 353 എന്ന് പറഞ്ഞ IPC ഒരു സെക്ഷൻ ഇട്ട് കൃത്യനിർവഹണത്തിന് തടസ്സം നിന്നു എന്ന് പറഞ്ഞിട്ട് നോൺ ബെയിലബിൾ ഒഫൻസ് ചുമത്തിയിട്ട് അകത്തിടാറുണ്ട്. അല്ലെങ്കിൽ സ്ഥിരമായിട്ട് കാണുന്ന നമ്മുടെയൊക്കെ നാടുകളിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, ഒരു പോലീസ് ഓഫീസറിനെ ഡ്യൂട്ടി ചെയ്യുന്നതിനെ ഒബ്സ്ട്രക്ട് ചെയ്യുന്ന കാര്യമാണ്. അങ്ങനെ ഒബ്സ്ട്രക്ട് ചെയ്യുമ്പോൾ ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ വാറന്റിന്റെ ആവശ്യമില്ല, പോലീസ് ഓഫീസർക്ക് ഇമീഡിയറ്റ്ലി അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ അറ്റംപ്റ്റ് ടു എസ്കേപ്പ് ഫ്രം ലോഫുൾ കസ്റ്റഡി, നിയമപരമായിട്ട് പോലീസ് കസ്റ്റഡിയിൽ വെച്ചിട്ടുള്ള ഒരു വ്യക്തി അയാള് കസ്റ്റഡിയിൽ നിന്ന് ചാടാൻ വേണ്ടി നോക്കുന്ന സമയത്ത്, കസ്റ്റഡി എന്ന് പറയുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ വെച്ചത് ആയിക്കൊള്ളുന്നില്ല, പോലീസ് ഒരു സ്ഥലത്ത് നിന്ന് ചോദ്യം ചെയ്യുന്നതാവാം, എന്തുവാവാം, പോലീസിന്റെ അണ്ടറിൽ അയാൾ നിൽക്കുന്ന സമയത്ത് അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി ഒരു വ്യക്തി ശ്രമിക്കുകയാണെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് if there is reasonable suspicion that the person is a deserter from any of the armed forces, ആർമിയിൽ നിന്നൊക്കെ ചാടി വന്നിട്ടില്ല, അവിടുന്ന് എന്തെങ്കിലും കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തിട്ട് അവിടുന്ന് അല്ലെങ്കിൽ അവിടുന്ന് ഒളിച്ചു താമസിക്കുന്ന, അടുത്ത കോൺട്രാക്ട് ഒക്കെ ലംഘിച്ചുകൊണ്ട് അവിടുന്ന് പുറത്ത് ചാടി വന്നിട്ട് ഒളിവിൽ താമസിക്കുന്ന ആളുകൾ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകളാണെന്ന് സംശയം കിട്ടുന്ന ആളുകളെ റീസണബിൾ സസ്പീഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്, വാറന്റിന്റെ ആവശ്യമില്ല. പിന്നെ ചില ആളുകൾ ഇന്ത്യക്ക് പുറത്ത് ഒരു ഒഫൻസിന്റെ ഭാഗമായിട്ടുണ്ട്, അതായത് അവർ ഒഫൻസ് ചെയ്തത് ഇന്ത്യക്ക് അകത്തല്ല, ഇൻവോൾവ് ഇൻ ദ ഒഫൻസ് ഔട്ട്സൈഡ് ഇന്ത്യ, ബട്ട് ആ ഒഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് അകത്ത് പണിഷബിൾ ഒഫൻസ് ആണ്, ആ കാര്യം ഇന്ത്യക്ക് അകത്ത് പണിഷബിൾ ആണ്, പക്ഷെ ആ കാര്യം ചെയ്തത് അവർ ഇന്ത്യക്ക് പുറത്താണ് ആൻഡ് ഈസ് ലയബിൾ ടു ബി അപ്രഹെൻഡഡ് അണ്ടർ എക്സ്ട്രാഡിക്ഷൻ ലോ. അപ്പം ഇന്ത്യക്ക് അകത്ത് തന്നെ IPC പ്രകാരം നിങ്ങൾക്ക് അറിയായിരിക്കും, ഇന്ത്യക്ക് അകത്ത് തന്നെ കുറ്റകൃത്യം ചെയ്താൽ മാത്രമല്ല ഇന്ത്യയിൽ ശിക്ഷിക്കപ്പെടാൻ വേണ്ടി പറ്റും, ഇന്ത്യക്ക് പുറത്ത് ചെയ്തു കഴിഞ്ഞാലും ഇന്ത്യയിൽ ജീവിക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ നിയമപ്രകാരം ഇന്ത്യയിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ നിയമപ്രകാരം പണിഷ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ, പുറത്തുനിന്ന് കുറ്റകൃത്യം ചെയ്ത് ഇന്ത്യയിൽ വന്ന് താമസിക്കുകയാണെങ്കിലും അയാൾ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇന്ത്യൻ നിയമപ്രകാരം ശിക്ഷിക്കാൻ പറ്റും. അതിന്റെ ഭാഗമായിട്ട് തന്നെ പോലീസിന് അങ്ങനെ സസ്പീഷൻ കിട്ടുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം അടുത്തത് if the person is released convict who breaches any rule under 356 clause 5 സെക്ഷൻ ഓർക്കണ്ട, ജസ്റ്റ് കാര്യം ഓർക്കുക. അതായത് ഓൾറെഡി ഒരു കൺവിക്റ്റ് ആയിട്ടുള്ള ആളാണ്, ഒരു കുറ്റവാളിയാണെന്ന് വിധിക്കപ്പെട്ടിട്ടുള്ള ആളാണ്, അയാളെ റിലീസ് ചെയ്യുന്ന സമയത്ത് ആൾ വീണ്ടും അങ്ങനെയുള്ള ഒഫൻസ് തന്നെ വീണ്ടും ചെയ്യുന്ന സമയത്ത്, അതായത് എന്തെങ്കിലും റൂളുകൾ അങ്ങനെ റിലീസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യേ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അപ്പൊ അതിന് ബ്രീച്ച് നടത്തിക്കൊണ്ട് അതിനെ ലംഘിച്ചുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ വീണ്ടും ഒരു ഒഫൻസിൽ അയാൾ ചെന്നുപെട്ടു എന്നുള്ളത് ഹാബിച്വൽ ഒഫൻഡിങ് പോലുള്ള സംഭവമാണ്. വീണ്ടും എത്തുകയാണ് എന്നുണ്ടെങ്കിൽ, അത് സസ്പീഷ്യസ് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യാൻ വാറന്റിന്റെ ആവശ്യമില്ല. Then finally, arrest requisition from another officer. മറ്റിപ്പോ കേരളത്തിൽ ഒരു ഒഫൻസ് നടന്നിട്ട് കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് കടന്നു കളയുന്നു. അപ്പൊ കേരളത്തിൽ എന്താണ്, അയാൾക്കെതിരെ വാറണ്ട് ഉണ്ട്, അപ്പൊ അയാൾ കർണാടകയിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ സിനിമകളിലൊക്കെ കാണാറുണ്ട്, ഇവിടുന്ന് അവിടുത്തെ പോലീസിനെ കോണ്ടാക്ട് ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, അപ്പൊ അവിടെ അവർ അറസ്റ്റ് മേക്ക് ചെയ്യുന്നു, എന്നിട്ട് ഹാൻഡ് ഓവർ ചെയ്യുന്നു. അപ്പൊ അങ്ങനെ വേറൊരു സ്റ്റേറ്റിൽ നിന്നൊക്കെ ഇൻഫോർമേഷൻ കിട്ടിയിട്ടൊക്കെ ഒരു വ്യക്തിയെ ആ പോലീസ് സ്റ്റേഷനിൽ അയാൾക്ക് വാറണ്ട് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു കോടതി അയാൾക്കെതിരെ ഓൾറെഡി വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്, അയാൾ അബ്സ്കോണ്ടിങ് ആയിട്ട് മറ്റൊരു സ്ഥലത്തെത്തി, അങ്ങനെയാണെങ്കിൽ മറ്റൊരു സ്ഥലത്തുള്ള ഉദ്യോഗസ്ഥന് വിവരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വാറന്റിന്റെ ആവശ്യമില്ല, അയാളെ അറസ്റ്റ് ചെയ്തിട്ട് മറ്റൊരാൾക്ക് കൈമാറാവുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെയാണ് ഒരു പോലീസ് ഓഫീസർക്ക് വാറണ്ട് ഇല്ലാണ്ട് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഇതൊക്കെയാണ് സെക്ഷൻ 41 ഓഫ് CRPC-ക്കകത്ത് പറയുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് ഒരുപാട് കാര്യങ്ങളും വളരെ കുറച്ച് സമയമുള്ളൂ, അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം സ്പീഡ് ഉണ്ടാവും. നിങ്ങൾക്ക് അവസാനം സമയം തരാം എന്തെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട ഡൗട്ടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ. അടുത്തത് സെക്ഷൻ 41A പറയുന്ന കാര്യമാണ് നോട്ടീസ് ഓഫ് അപ്പിയറൻസ് ബിഫോർ പോലീസ് ഓഫീസർ. ഒരു പോലീസ് ഓഫീസറിന്റെ മുമ്പിൽ അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നോട്ടീസ് കൊടുക്കുന്ന സാഹചര്യമാണ് നമ്മൾ പറയുന്നത്. ഇതും അറസ്റ്റ് ഓഫ് പേഴ്സൺസ് എന്ന് പറയുന്ന ഭാഗത്തിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. നോട്ടീസ് ഓഫ് അപ്പിയറൻസ് ബിഫോർ എ പോലീസ് ഓഫീസർ. എപ്പോഴാണ് ഒരു പോലീസ് ഓഫീസറിന്റെ മുമ്പിൽ ഒരാളോട് അപ്പിയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് നോട്ടീസ് കൊടുക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ 41A നോട്ടീസ് എന്നാണ് ഈ ഒരു നോട്ടീസിന് പറയാറുള്ളത് തന്നെ. അപ്പൊ 41A എന്ന് പറഞ്ഞ അതിന്റെ സെക്ഷൻ ആണ്. സോ എ പോലീസ് ഓഫീസർ must issue a notice to any person against whom a reasonable complaint has been made, credible information has been received, or reasonable suspicion exists that that person has committed a cognizable offense. So this time the police officer issues a notice
this notice is issued when arrest is not required under section 41. സെക്ഷൻ 41 ക്ലോസ് 1 എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ കാര്യങ്ങൾ അത്രയും. അപ്പൊ അങ്ങനെ 41 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറസ്റ്റ് വിത്തൗട്ട് വാറണ്ട് ആണ്. അപ്പൊ വാറണ്ട് ഇല്ലാണ്ട് അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം ഇല്ല. അങ്ങനെ വാറണ്ട് ഇല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കസ്റ്റഡിയിൽ എടുക്കേണ്ട ആവശ്യമില്ല. സാവധാനം എടുത്താൽ മതി എന്നുണ്ടെങ്കിൽ പോലീസ് ചെയ്യും. പോലീസ് ഒരാളെ കസ്റ്റഡിയിൽ അങ്ങനെ എടുക്കണം എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ സാഹചര്യത്തിലൊക്കെ ഒരാളെ വാറണ്ട് ഇല്ലാണ്ട് കസ്റ്റഡിയിൽ എടുക്കാം. ഇനി വാറണ്ട് ആ പറഞ്ഞ സാഹചര്യങ്ങളൊന്നും നിലനിൽക്കുന്നില്ല, പക്ഷെ അയാൾ ഒരു നോൺ കോഗ്നിസബിൾ ആയിട്ടുള്ള ഒഫൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള സാഹചര്യമാണെന്നുണ്ടെങ്കിൽ പോലീസ് എന്ത് ചെയ്യണം? പ്രൊസീജിയർ വഴി പോലീസ് എന്ത് ചെയ്യണം? ഒരു നോട്ടീസ് അയാൾക്ക് കൊടുക്കണം. 41A പറയുന്ന നോട്ടീസ് അയാൾക്ക് കൊടുക്കണം. അയാളോട് ആ നോട്ടീസ് കൊടുക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ അയാൾ ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് എന്ന് സസ്പീഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അയാൾ 41 പറയുന്ന സാഹചര്യത്തിലൊന്നുള്ള ആളല്ല, തെളിവ് നശിപ്പിക്കാൻ സാധ്യതയില്ല, അബ്സ്കോണ്ടിങ് അല്ല, അല്ലെങ്കിൽ പ്രതികളെ സാക്ഷികളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയില്ല, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും നിലനിൽക്കുന്നില്ല. പക്ഷെ അയാൾ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പോലീസ് വിശ്വസിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ ചോദ്യം ചെയ്യാനും കസ്റ്റഡിയിൽ എടുക്കണം എന്നുണ്ടെങ്കിലും പോലീസ് എന്ത് ചെയ്യണം? അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു നോട്ടീസ് കൊടുക്കണം. ആ നോട്ടീസിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. സോ ദ പേഴ്സൺ റിസീവിംഗ് നോട്ടീസ്, അയാൾ എന്ത് ചെയ്യണം? അങ്ങനെ ഒരാൾക്ക് ഇപ്പൊ എനിക്കൊരു നോട്ടീസ് കിട്ടി, എനിക്ക് പോലീസ് ഓഫീസർ നോട്ടീസ് തന്നു കഴിഞ്ഞാൽ ആ നോട്ടീസിന് മറുപടി ആയിട്ട് ഞാൻ എന്ത് ചെയ്യണം? ആ നോട്ടീസിൽ പറയുന്ന രീതിയിൽ പോലീസ് ഓഫീസറുടെ മുമ്പിൽ ആ പറഞ്ഞ സമയത്ത് ആ പറഞ്ഞ ലൊക്കേഷനിൽ ഹാജരാവാൻ വേണ്ടിയിട്ടായിരിക്കും ആ നോട്ടീസ് ഉണ്ടാവുക. ഇന്ന സംഭവവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ചോദ്യം ചെയ്യുന്നതിന് ആവശ്യമായി ഇന്ന പോലീസ് സ്റ്റേഷനിൽ ഇന്ന സമയത്ത് ഇന്ന ദിവസം നിങ്ങൾ ഹാജരാവണം എന്നായിരിക്കും ആ നോട്ടീസ് ഉണ്ടാവുക. ചിലപ്പോൾ നോട്ടീസ് മുന്നേ അയച്ചിട്ടൊന്നും ഉണ്ടാവില്ല. ആ ചോദ്യം ചെയ്യുന്നതിന്റെ ഒരു 5 മിനിറ്റ് മുമ്പ് പോലീസ് തെരഞ്ഞു വന്നിട്ട് ആ നോട്ടീസ് തരും. നമ്മളോട് സ്റ്റേഷനിലേക്ക് വരാൻ വേണ്ടി പറയും, തൊട്ടടുത്ത നിമിഷം തന്നെ വരാൻ വേണ്ടി പറയും. ആ ഒരു ചെറിയ സമയമൊക്കെ കിട്ടുള്ളൂ. പക്ഷെ നോട്ടീസ് കൊടുത്തതിന് ശേഷമേ അങ്ങനെയുള്ള ആളുകളെ കസ്റ്റഡിയിൽ എടുക്കുകയോ ചോദ്യം ചെയ്യാനോ പാടുള്ളൂ എന്നാണ് സെക്ഷൻ 41A പറയുന്നത്. ആ നോട്ടീസാണ് ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. സോ അപ്പൊ അങ്ങനെ നോട്ടീസ് ഒരു വ്യക്തിക്ക് കിട്ടുകയാണെങ്കിൽ ദാറ്റ് പേഴ്സൺ റിസീവിംഗ് സച്ച് നോട്ടീസ് ഈസ് റിക്വയർഡ് ടു കമ്പൽസറിലി ഫോളോ ദ ടേംസ് ഓഫ് ദ നോട്ടീസ് എന്നുള്ളതാണ്. ആ നോട്ടീസിൽ പറഞ്ഞ കാര്യം നമ്മൾ പാലിക്കണം എന്നുള്ളതാണ്. ആൻഡ് ഇഫ് ദ പേഴ്സൺ കംപ്ലൈൻസ് വിത്ത് ദ നോട്ടീസ് ഹി വിൽ not be arrested for the offense mentioned in the notice unless the police officer records reasons for his detention. അപ്പം രണ്ട് കാര്യങ്ങളാണ്. നോട്ടീസ് കിട്ടി ഒരാൾ ആ പറഞ്ഞ സമയത്ത് പറഞ്ഞ സ്ഥലത്ത് ആ സ്റ്റേഷനിൽ ഹാജരായി. അങ്ങനെ ഹാജരായി എന്നുള്ളത് കൊണ്ട് അയാളെ എന്താണ് നിർബന്ധമായിട്ടും അയാളെ അറസ്റ്റ് ചെയ്യാണ്ട് വിടും എന്നില്ല. ചോദ്യം ചെയ്യുന്നു, ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ് നോട്ടീസ് കൊടുത്ത് വിളിച്ചു വരുന്നത്. ചോദ്യം ചെയ്യുന്ന സമയത്ത് അയാൾ കുറ്റകൃത്യം ചെയ്തു എന്ന് പോലീസിന് ബോധ്യപ്പെടുകയാണെങ്കിൽ അയാൾ അവിടുന്ന് അറസ്റ്റ് മേക്ക് ചെയ്യാം. അതിനുശേഷം ആ നോട്ടീസ് ഒക്കെ കൊടുത്തു, അയാളെ സ്റ്റേഷനിൽ കൊണ്ടുവന്നു, കുറച്ച് സമയം 2 മണിക്കൂർ 3 മണിക്കൂർ അയാളെ ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യലിൽ അയാൾ ആ കുറ്റം ചെയ്തു എന്നുള്ള എന്തെങ്കിലും സൂചന പോലീസിന് ലഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ നിമിഷം അയാളെ നേരത്തെ പറഞ്ഞ 41 എന്ന് പറഞ്ഞ സെക്ഷൻ പ്രകാരം അയാളെ വാറണ്ട് ഇല്ലാണ്ട് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്താൻ വേണ്ടി പറ്റും. പക്ഷേ അയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് പോലീസിന് സസ്പീഷൻ പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ അയാൾ അറസ്റ്റ് മേക്ക് ചെയ്യേണ്ട കാര്യമില്ല. അയാളോട് ഇനി വിളിക്കുമ്പോൾ വരാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിലെ GD ജസ്റ്റ് എഴുതിയിട്ടിട്ട് അയാളെ വിടുന്ന സാഹചര്യം ഉണ്ടാവും. മനസ്സിലായല്ലോ? അപ്പം ഇങ്ങനെ നോട്ടീസ് കൊടുക്കുന്നത് എപ്പോഴും അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചോദ്യം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അയാൾ കുറ്റകൃത്യം ചെയ്തു എന്നുള്ള സൂചന ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾ അറസ്റ്റ് രേഖപ്പെടുത്തി അയാളെ കസ്റ്റഡിയിൽ വെക്കും. അല്ലാന്നുണ്ടെങ്കിൽ അയാളെ പറഞ്ഞു വിടും. പിന്നീട് ആവശ്യമുള്ളപ്പോൾ വരാൻ വേണ്ടി പറഞ്ഞിട്ട് അയാളെ പറഞ്ഞു വിടുന്നതാണ് എന്നുള്ളതാണ്. അപ്പൊ നോട്ടീസ് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇതാണ് സാഹചര്യം. ഇനി സ്വീകരിച്ചിട്ടില്ലെങ്കിലോ? If the person fails to comply with the notice or refuses to identify themselves, അങ്ങനെയാണെങ്കിൽ പോലീസ് ഓഫീസറിന് എന്ത് ചെയ്യാൻ പറ്റും? അയാൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം പോലീസ് ഓഫീസർ നോട്ടീസിൽ പറഞ്ഞ ഒരു കാര്യം അയാൾ പാലിച്ചില്ല. അപ്പൊ അതിന്റെ ബേസിൽ അയാൾ അറസ്റ്റ് ചെയ്യുകയും സ്റ്റേഷനിൽ കൊണ്ടുവരികയും അയാളെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എന്നിട്ട് എന്തായിരിക്കും? ദിസ് അതോറിറ്റി ഈസ് സബ്ജക്ട് ടു എനി ഓർഡേഴ്സ് ദാറ്റ് മേ ഹാവ് ബീൻ ഇഷ്യൂഡ് ബൈ എ കോമ്പിറ്റന്റ് കോർട്ട്. സ്വാഭാവികമായിട്ട് ഒരാൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് സാഹചര്യം, നോട്ടീസ് കൊടുത്ത് വരാണ്ടിരുന്ന് അറസ്റ്റ് ചെയ്താലും വാറണ്ട് ഇല്ലാണ്ട് അറസ്റ്റ് ചെയ്താലും വാറണ്ടോട് കൂടി അറസ്റ്റ് ചെയ്താലും എങ്ങനെ പോലീസ് ഓഫീസർ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്താലും അയാൾ 24 hours മുമ്പിൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണം. പിന്നെ കോമ്പീറ്റന്റ് ആയിട്ടുള്ള കോർട്ട് എന്ന് പറഞ്ഞാൽ മജിസ്ട്രേറ്റ് കോടതിയാണ്. ആ കോടതി തീരുമാനിക്കും അയാൾ എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്തു വെക്കുക. അപ്പം ഇതാണ് 41A നോട്ടീസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ടുന്ന സാഹചര്യം ഇല്ലാതിരിക്കുമ്പോൾ എന്നാൽ അയാൾ കുറ്റകൃത്യം ചെയ്തു എന്നുള്ള സംശയം ഉണ്ടാകുന്ന സമയത്ത് ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന നോട്ടീസാണ് 41A നോട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ ആണല്ലോ? ബാക്കി പറയാം. ഇനി 41B ആണ് അടുത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. പ്രൊസീജിയർ ഓഫ് അറസ്റ്റ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഓഫീസർ മേക്കിംഗ് അറസ്റ്റ്. എങ്ങനെയാണോ അറസ്റ്റിന്റെ പ്രൊസീജിയർ, എങ്ങനെയാണ് അറസ്റ്റ് മേക്ക് ചെയ്യുന്ന പോലീസ് ഓഫീസർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിൽ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഇപ്പോൾ CRPC-ക്കകത്ത് ഇങ്ങനെ 3 ABC എന്നൊന്നും പറഞ്ഞ് കൊടുത്തിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായ എളുപ്പത്തിന് അങ്ങനെ ക്ലാസിഫൈ ചെയ്ത് വെച്ചതാണ്. 3 കാര്യങ്ങൾ നോക്കിയാൽ മതി.
ഒന്ന് ഐഡന്റിഫിക്കേഷൻ ഓഫ് പോലീസ്, അറസ്റ്റ് മേക്ക് ചെയ്യുന്ന സമയത്ത് പാലിക്കേണ്ടുന്ന പ്രൊസീജിയർ ഒന്ന് ഐഡന്റിഫിക്കേഷൻ ഓഫ് പോലീസ് ഓഫീസർ ആണ്. അറസ്റ്റ് ചെയ്യുന്ന പോലീസ് ഓഫീസറിന്റെ ഐഡന്റിറ്റി, അയാൾ പോലീസ് ഓഫീസർ ആണ് എന്ന് പറയുന്ന അയാളുടെ പേര് പറയുന്ന അല്ലെങ്കിൽ പേര് കാണിക്കുന്ന, അയാൾ ഇന്ന സ്റ്റേഷനിലെ ഇന്ന തസ്തികയിലിരിക്കുന്ന പോലീസ് ഓഫീസർ ആണ് എന്ന് പറയുന്ന ആ ഐഡന്റിഫിക്കേഷൻ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് ക്ലിയർ ആക്കി കൊടുക്കണം. അത് ചിലപ്പോൾ ID കാർഡ് കൊടുക്കാം, അല്ലെങ്കിൽ അയാൾ യൂണിഫോമിലായിരിക്കും, അയാളെ നെയിം പ്ലേറ്റ് ഉണ്ടാവും, അങ്ങനെ മനസ്സിലാക്കാം. അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും പോലീസ് ഓഫീസർ ഒന്നുകിൽ ID കാർഡ് കാണിക്കണം, അല്ലെങ്കിൽ പരിചയപ്പെടുത്തി കൊടുക്കണം, ഞാൻ ഇന്ന ആളാണ്, ഞാൻ ഇന്ന പോലീസ് സ്റ്റേഷനിലെ ആളാണ് എന്ന് പറഞ്ഞിട്ട് ആ പോലീസ് ഓഫീസർ അയാളെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം, അയാളോട് ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ് ഒന്നാമതായിട്ട് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അറസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത് മെമ്മോറാണ്ടം ഓഫ് അറസ്റ്റ് ആണ് രണ്ടാമതായിട്ട് പറയുന്നത്. മെമ്മോറാണ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മോ ആണ്. സോ എ മെമ്മോ ഓഫ് അറസ്റ്റ് മസ്റ്റ് ബി പ്രിപ്പയർഡ്. അപ്പം അറസ്റ്റ് ചെയ്യുന്നതിന്, വ്യക്തി അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് മെമ്മോ ഓഫ് അറസ്റ്റ് പോലീസുകാരൻ തയ്യാറാക്കിയിട്ടുണ്ടാവണം. മെമ്മോ ഓഫ് അറസ്റ്റ് തയ്യാറാക്കിയിട്ട് ആ മെമ്മോ ഓഫ് അറസ്റ്റും കൊണ്ടാണ്, അല്ലെങ്കിൽ ആ മെമ്മോ ഓഫ് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ പോലീസ് ഓഫീസറിന്റെ കയ്യിലുണ്ടായിരിക്കണം. അതിനകത്ത് ഇയാളെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ആര് സൈൻ ചെയ്യണം? ഇയാൾ അറസ്റ്റ് ചെയ്യുന്ന മൊമെന്റിൽ അയാളുടെ ഫാമിലി ഇപ്പൊ വീട്ടിൽ നിന്നാണ് അയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ അയാളെ അച്ഛനോ അമ്മയോ ഒരു അഡൾട്ട് ആയിട്ടുള്ള ഒരു ഫാമിലി മെമ്പർ അതിന്റെ അകത്ത് അസിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സൈൻ ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഈ മെമ്മോക്കകത്ത്. അതായത് ഇയാൾ അറസ്റ്റ് ചെയ്തത് ഞങ്ങളുടെ കൺമുൻപിൽ വെച്ചാണ്, ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഇന്ന സമയത്താണ്. മെമ്മോ ഓഫ് അറസ്റ്റിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും, അറസ്റ്റ് ചെയ്യുന്ന സമയം, അയാൾ അതിന്റെ കൂസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിൽ ഒരു ഫാമിലി മെമ്പർ സൈൻ ചെയ്യണം. ഈ ഒരു ഫാമിലി മെമ്പർ അവിടെ ഇല്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യം അല്ല എന്നുണ്ടെങ്കിൽ അയാൾ നിൽക്കുന്ന ലൊക്കേഷനിൽ അവിടെയുള്ള റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള മാന്യനായി തോന്നുന്ന ഒരു വ്യക്തി, ചിലപ്പോൾ ചില സ്ഥലത്ത് നാട്ടിലൊക്കെ ആണെങ്കിൽ പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള ഒരു കാർന്നവർ എന്നൊക്കെ പറയുന്ന ഒരു റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ, ഇപ്പൊ ഓഫീസിലാണെങ്കിൽ അല്ലെങ്കിൽ വേറൊരു സ്പേസിലാണെങ്കിൽ അവിടെയുള്ള ഒരു റെസ്പെക്റ്റബിൾ ആയിട്ട് തോന്നുന്ന ഒരു മാന്യനായിട്ടുള്ള ഒരു വ്യക്തി, അയാൾ അതിന്റെ മേലെ എന്ത് ചെയ്തിരിക്കും? ഒപ്പിട്ടിരിക്കണം ആ മെമ്മോയിൽ എന്നാ പറയുന്നത്. ആ മെമ്മോയിൽ അയാൾ മാത്രം ഒപ്പിട്ടാൽ മതിയോ? അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തി അതിന് കൗണ്ടർ സൈൻ ചെയ്യണം. അതിന്റെ തൊട്ടടുത്തായിട്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയും സൈൻ ചെയ്തിരിക്കണം. അപ്പൊ ഒന്ന്, അറസ്റ്റ് ചെയ്യുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന് അയാളുടെ ഐഡന്റിറ്റി, അയാളുടെ പേര്, ഡെസിഗ്നേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കണം. രണ്ട്, അറസ്റ്റ് മെമ്മോന്റെ അകത്ത് അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയുടെ ബന്ധുവോ അല്ലെങ്കിൽ ഫാമിലി മെമ്പറോ അയാളുടെ ഫ്രണ്ടോ അല്ലെങ്കിൽ അയാളുടെ റെസ്പെക്ടബിൾ പേഴ്സണോ സൈൻ ചെയ്തിരിക്കണം. അതിന് പാരലൽ ആയിട്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയും അറസ്റ്റ് സ്വീകരിച്ചുകൊണ്ട് സൈൻ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം പറയുന്നത് റൈറ്റ് ടു ഇൻഫോം എ റിലേറ്റീവ് ഓർ ഫ്രണ്ട് ആണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ the memorandum is not attested by a family member. ഫാമിലി മെമ്പർ വീട്ടിൽ നിന്നാണ്, അല്ലെങ്കിൽ വീടിന്റെ അടുത്തു നിന്നാണ്, അല്ലെങ്കിൽ ഫാമിലിക്ക് അകത്തു നിന്നാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്നാണ് ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതെങ്കിൽ പിന്നീട് ഒരു ഫാമിലി മെമ്പറിനെ അറിയിക്കേണ്ട ആവശ്യമില്ല, കാരണം അവർ ഓൾറെഡി അറിഞ്ഞിരിക്കുകയാണ്. പക്ഷെ അറസ്റ്റ് മേക്ക് ചെയ്യുന്നത് വേറൊരു സ്ഥലത്തു നിന്നാണ് എന്നുണ്ടെങ്കിൽ ഇയാളെ വീട്ടുകാരെ അറിയിക്കണ്ട, ഇയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് വീട്ടുകാരെ അറിയിക്കണം, ഇയാളുടെ ഫ്രണ്ട്സിനെ അറിയിക്കണം, അല്ലെങ്കിൽ വീട്ടുകാരില്ലാന്നുണ്ടെങ്കിൽ അയാളെ ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ അയാളായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ആളെ അറിയിക്കണം. അപ്പൊ അങ്ങനെ അറിയിക്കുക എന്നുള്ളതും അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും പാലിക്കേണ്ടുന്ന ഒരു പ്രൊസീജിയർ ആണ്. സോ ദ അറസ്റ്റ് പേഴ്സൺ മസ്റ്റ് ബി ഇൻഫോംഡ് ഓഫ് ദെയർ റൈറ്റ് ടു ഹാവ് എ റിലേറ്റീവ് ഓർ ഫ്രണ്ട് ഇൻഫോംഡ് അബൌട്ട് ഹിസ് അറസ്റ്റ്. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയോട് പോലീസ് പറയണം, അതായത് നിന്നെ അറസ്റ്റ് ചെയ്തത് നിന്നെ വേണ്ടപ്പെട്ട ആളെ അറിയിക്കാനുള്ള ഉത്തരവാദിത്തം ഉണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട്, അവകാശമുണ്ട്. അപ്പൊ ആരെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ പോലീസുകാരെ നമ്പർ കൊടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ പോലീസുകാരെ വിളിച്ചു പറയും. അവർ ഫോൺ നമ്പർ മേടിച്ചിട്ട് അവർ ഇന്ന ആളെ ഇന്ന ഒഫൻസിന് ഇന്ന സ്ഥലത്ത് നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പോലീസ് അറിയിച്ചിരിക്കണം എന്നുള്ളതാണ് പ്രൊസീജിയർ ഓഫ് അറസ്റ്റ് അല്ലെങ്കിൽ ഡ്യൂട്ടീസ് ഓഫ് ഓഫീസർ മേക്കിംഗ് അറസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതാണ് 41D പറയുന്ന പ്രൊസീജിയർ ഓഫ് അറസ്റ്റ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഓഫീസർ മേക്കിംഗ് അറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അടുത്തത് 41D റൈറ്റ് ഓഫ് എൻ അറസ്റ്റഡ് പേഴ്സൺ ടു മീറ്റ് എൻ അഡ്വക്കേറ്റ് ഓഫ് ഹിസ് ചോയ്സ് ഡ്യൂറിംഗ് ഇന്ററോഗേഷൻ. ചോദ്യം ചെയ്യുന്ന സമയം അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയിട്ട് സ്റ്റേഷനിൽ വെക്കും. എന്ത് ചെയ്യും? 24 hours പോലീസിന് സമയമുണ്ട് അയാളെ ഇന്ററോഗേറ്റ് ചെയ്യാൻ, അയാളെ ചോദ്യം ചെയ്യാൻ, അല്ലെ? അയാളെ ഇൻഫർമേഷൻസ് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കാനും അയാളെ ക്വസ്റ്റ്യൻ ചെയ്യാനും ഇന്ററോഗേറ്റ് ചെയ്യാനും പോലീസിന് 24 hours ആണ് മജിസ്ട്രേറ്റിന്റെ മുമ്പ് കൊണ്ടുവന്നവരെ പോലീസിനുള്ള മാക്സിമം സമയം എന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്തിന്റെ അകത്ത് അയാൾക്ക് ഒരു അഡ്വക്കേറ്റിനെ മീറ്റ് ചെയ്യാനുള്ള അവകാശം അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് ഉണ്ട് എന്നുള്ളത് ആ വ്യക്തിയോട് ആര് പറഞ്ഞിരിക്കണം? അറസ്റ്റ് ചെയ്യുന്ന പോലീസുകാരൻ പറഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അറസ്റ്റ് ചെയ്യുന്ന പോലീസുകാരൻ അല്ലെങ്കിൽ സ്റ്റേഷനിൽ കൊണ്ടുവന്നതിന് ശേഷം ആ സ്റ്റേഷന്റെ ചാർജുള്ള പോലീസുകാരനോ പറഞ്ഞിരിക്കണം. So the arrested person has the right to meet an advocate of his choice or their choice during interrogation, though not throughout the interrogation process. ചോദ്യം ചെയ്യുന്ന ഉടനീളം അയാൾക്ക് ഇങ്ങനെ വക്കീലിനെ വിളിച്ച് സംസാരിക്കാനൊന്നും സമയമില്ല, അത് സമ്മതിക്കില്ല. പക്ഷെ ഒരു തവണ അവൾക്ക് ഇങ്ങനെ ഒരു വക്കീലിനെ മീറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഒരു വക്കീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അറിയാലോ, അയാൾക്ക് ഡിഫൻസ് എടുക്കാൻ വേണ്ടി അയാൾക്ക് ജാമ്യം എടുക്കാനോ അങ്ങനെയുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണ് അവരെ മീറ്റ് ചെയ്യിച്ചു കൊടുക്കുന്നത്. അപ്പൊ അതിനുള്ള അവകാശമുണ്ട്. വക്കീലിനെ വിളിക്കാനോ അല്ലെങ്കിൽ നേരിട്ട് കാണാനോ ഉള്ള അവകാശം ഒരു അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്കുണ്ട്. അങ്ങനെ അവകാശമുണ്ട് എന്ന് അറസ്റ്റ് ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ആ വ്യക്തിയോട് പറഞ്ഞിരിക്കണം. അതിനനുസരിച്ചുള്ള സാഹചര്യം പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിക്കുള്ള ഒരു അവകാശമായിട്ട് 41D എന്ന് പറയുന്ന സെക്ഷന്റെ അകത്ത് CRPC പറയുന്നത്. അടുത്തത് അറസ്റ്റ് ബൈ പ്രൈവറ്റ് പേഴ്സൺ ഓർ ആൻഡ് പ്രൊസീജിയർ ഓൺ സച്ച് അറസ്റ്റ്. നമ്മളൊക്കെ, അതായത് നമ്മളെ പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള സിവിലിയൻസ് ആയിട്ടുള്ള പ്രൈവറ്റ് പേഴ്സൺസ് അറസ്റ്റ് മേക്ക് ചെയ്യുന്നതിനെ കുറിച്ചാണ് സെക്ഷൻ 43 പറയുന്നത്. അറസ്റ്റ് ബൈ പ്രൈവറ്റ് പേഴ്സൺ. പ്രൈവറ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ എനി പേഴ്സൺ അതർ ദാൻ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ പബ്ലിക് ഓഫീസർ അല്ലെങ്കിൽ പോലീസ്, ഇതൊന്നും അല്ലാത്ത വളരെ സിവിലിയൻ ആയിട്ടുള്ള സാധാരണക്കാരാണ്. ഇവരെങ്ങനെ അറസ്റ്റ് ചെയ്യുന്നു, ഇവർ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പ്രൊസീജിയർ ആണ് പാലിക്കേണ്ടത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. So any private person can arrest someone who commits a non-bailable and cognizable offense in his presence or a proclaimed offender in his presence. രണ്ട് സാഹചര്യങ്ങളിലാണ് ഒരു പ്രൈവറ്റ് പേഴ്സണിന് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക. ആ രണ്ട് സാഹചര്യം എന്ന് പറയുന്നത്, ഒന്ന് അയാളുടെ മുമ്പിൽ വെച്ചിട്ട് ഒരു വ്യക്തി ഒരു കൊഗ്നിസബിൾ ആയിട്ടുള്ള നോൺ ബെയിലബിൾ ആയിട്ടുള്ള ഒഫൻസ് ചെയ്തു. കൊഗ്നിസബിൾ എന്ന് പറഞ്ഞാൽ സീരിയസ് നേച്ചറിലുള്ള ജാമ്യം കിട്ടാത്ത 3 വർഷത്തിൽ കൂടുതൽ ശിക്ഷ കിട്ടുന്ന സീരിയസ് നേച്ചറിലുള്ള ഒരു ഒഫൻസ് ഒരു വ്യക്തിയുടെ മുമ്പിൽ വെച്ച് മറ്റൊരു വ്യക്തി ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനുള്ള അവകാശം അത് ആ ഒഫൻസ് ചെയ്യുന്നത് കാണുന്ന വ്യക്തിക്കുണ്ട്. അയാളാണ് അവിടെ പ്രൈവറ്റ് പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പൊ എന്റെ മുമ്പിൽ വെച്ചിട്ട് മറ്റൊരാളെ കുത്തിക്കൊല്ലുന്നു, അല്ലെങ്കിൽ മറ്റൊരാളെ ദേഹോപദ്രവം ഗ്രീവിയസ് ഹേർട്ട് ഏൽപ്പിക്കുന്നു ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു കൊഗ്നിസബിൾ ഒഫൻസ് ആണ്, അത് നോൺ ബെയിലബിൾ ഒഫൻസ് ആണ് എന്ന് എനിക്ക് അറിയുന്നതുകൊണ്ട്, അല്ലെങ്കിൽ അത് സീരിയസ് ആണെന്ന് എനിക്ക് തോന്നുന്ന സമയത്ത് എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എന്റെ മുമ്പിലുള്ള ആ ഒഫൻസ് ചെയ്ത ആള് അക്യൂസ്ഡ് ആയിട്ടുള്ള ആള് പ്രതി രക്ഷപ്പെട്ടു പോകുന്നത് തടയാൻ വേണ്ടിയിട്ട് എനിക്ക് അയാളെ അറസ്റ്റിൽ വെക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ സാഹചര്യം, ഒരു പ്രൊക്ലൈംഡ് ഒഫൻഡർ നമ്മുടെ കൺമുന്നിൽ വന്ന് പെടുവാണ്. അയാൾ പ്രൊക്ലൈംഡ് ഒഫൻഡർ എന്ന് പറയുമ്പോൾ അയാൾ സ്ഥിരമായിട്ട് കുറ്റകൃത്യം ചെയ്യുന്ന ഏതോ കുറ്റകൃത്യത്തിൽ പിടികിട്ടാ പുള്ളിയായിട്ട് അയാളെ പ്രൊക്ലൈംഡ് ഒഫൻഡർ ആയിട്ട് കോടതി അല്ലെങ്കിൽ ഭരണകൂടം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അയാൾ നമ്മുടെ കൺമുമ്പിൽ വന്ന് പെട്ടു. ഒന്നുകിൽ അയാൾ ജയിൽ ചാടിയ പുള്ളിയാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒഫൻസ് ചെയ്തിട്ട് അബ്സ്കോണ്ടിങ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ലുക്കൗട്ട് നോട്ടീസിലൊക്കെ ഉള്ള ആളാണ്. അത് നമുക്കറിയാം ആ വിവരം. അങ്ങനെയുള്ള ഒരാൾ നമ്മുടെ കൺമുമ്പിൽ വന്ന് പെടുകയാണെന്നുണ്ടെങ്കിൽ അവർ അറസ്റ്റ് ചെയ്യാനുള്ള അവകാശം നമ്മളെ പോലുള്ള പ്രൈവറ്റ് പേഴ്സൺസിന് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ ഈ രണ്ട് രീതിയിലുള്ള അറസ്റ്റുകളാണ് ഒരു പ്രൈവറ്റ് പേഴ്സണിന് മേക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക. അങ്ങനെ അറസ്റ്റ് മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ പ്രൈവറ്റ് പേഴ്സൺ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. ദ പേഴ്സൺ അറസ്റ്റഡ് മസ്റ്റ് ബി ഹാൻഡഡ് ഓവർ ടു പോലീസ് ഓഫീസർ. തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് അവിടുത്തെ പോലീസ് ഓഫീസറിനോട് വരാൻ പറഞ്ഞിട്ട് ഇയാളെ ഹാൻഡ് ഓവർ ചെയ്യണം. ഇനി തൊട്ടടുത്ത് പോലീസ് സ്റ്റേഷൻ ഒന്നും ഇല്ല, അല്ലെങ്കിൽ അവിടെ എത്താൻ വേണ്ടി സാഹചര്യമില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് പോലീസ് സ്റ്റേഷൻ ഉണ്ടെങ്കിൽ പോലീസുകാരോട് വരാൻ പറയണം. വരാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ഇയാള് അന്വേഷിച്ചിട്ട് തൊട്ടടുത്ത് അവൈലബിൾ ആയിട്ടുള്ള പോലീസ് സ്റ്റേഷനിൽ ഇയാളെ ഏൽപ്പിക്കുക. അതിന് അൺനെസസറി ആയിട്ടുള്ള ഡിലേ വരുത്താൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. ഒന്നുകിൽ പോലീസുകാരെ വിളിച്ച് ഹാൻഡ് ഓവർ ചെയ്യുക, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഏൽപ്പിക്കുക എന്നുള്ളതാണ്. ഡിലേ വരാണ്ട് ആ ഒരു കാര്യം ചെയ്യണം. അല്ലാണ്ട് കൈവശം വെച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ്. അൺനെസസറി ഡിലേ വെക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ് അവിടെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം. അങ്ങനെ പോലീസിന്റെ കയ്യിൽ ഇയാളെ കിട്ടുവാണ് എന്നുണ്ടെങ്കിൽ പോലീസ് പിന്നെ എന്ത് ചെയ്യണം, ഇയാളെ പോലീസ് അല്ലല്ലോ ഓൾറെഡി അറസ്റ്റ് ചെയ്തത്, പ്രൈവറ്റ് പേഴ്സൺ ആണ്. അപ്പൊ പ്രൈവറ്റ് പേഴ്സൺ അറസ്റ്റ് ചെയ്ത ആള് പോലീസ് അതുപോലെ കസ്റ്റഡിയിൽ എടുക്കാൻ പറ്റില്ല. പോലീസ് എന്ത് ചെയ്യണം, അറസ്റ്റ് ചെയ്യണം, വീണ്ടും അറസ്റ്റ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഓൾറെഡി അറസ്റ്റ് ചെയ്തത് പ്രൈവറ്റ് പേഴ്സൺ ആണ്. അതുകൊണ്ട് തന്നെ ഇയാളെ അറസ്റ്റ് ചെയ്യണം. എങ്ങനെയാണെങ്കിൽ ഇഫ് ഇറ്റ് കംസ് അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 41, വാറണ്ട് ഇല്ലാണ്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറ്റകൃത്യമാണ് അയാൾ ചെയ്തത് എന്ന് പോലീസിന് ബോധ്യപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ സെക്ഷൻ 41 പറയുന്നുണ്ടല്ലോ വാറണ്ട് ഇല്ലാണ്ട് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം. അപ്പൊ അതിൽപ്പെട്ട എന്തെങ്കിലും സാഹചര്യങ്ങളിലാണ് എന്നുണ്ടെങ്കിൽ പോലീസിന് അയാൾ അറസ്റ്റ് ചെയ്യാം. ഇനി പോലീസിന് മനസ്സിലാവുകയാണ് അയാളെ ഒഫൻസ് ചെയ്തിട്ടില്ല, ഈ പ്രൈവറ്റ് പേഴ്സണ് തെറ്റിപ്പോയതാണ്, അല്ലെങ്കിൽ ആളെ മാറിക്കൊണ്ടുപോകുന്നതാണ്, അങ്ങനെ എന്തെങ്കിലും സാഹചര്യം പോലീസിന് അത് ബോധ്യമാവുകയാണെന്നുണ്ടെങ്കിൽ സഫീഷ്യന്റ് ആയിട്ടുള്ള റീസൺ അയാളെ കസ്റ്റഡിയിൽ വെക്കാനില്ല എന്നുണ്ടെങ്കിൽ പോലീസിന് അയാളെ റിലീസ് ചെയ്യാവുന്നതുമാണ്. അപ്പൊ ഒരു പ്രൈവറ്റ് പേഴ്സൺ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു എന്ന് കഴിഞ്ഞിട്ട് പോലീസിന് മാൻഡേറ്ററി ആയിട്ട് അയാളെ കസ്റ്റഡി വെക്കണമെന്നില്ല. കസ്റ്റഡി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ കൊഗ്നീസബിൾ ആയിട്ടുള്ള സെക്ഷൻ 41 പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിരിക്കണം. അങ്ങനെ ആകുമ്പോൾ അറസ്റ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ അയാൾ ഒഫൻസ് ചെയ്തിട്ടില്ല എന്ന് പോലീസ് വിശ്വസിക്കുകയാണെങ്കിൽ അയാളെ റിലീസ് ചെയ്യാവുന്നതുമാണ്. ഓക്കെ, അപ്പൊ ഇതാണ് പ്രൈവറ്റ് പേഴ്സൺ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ.
ഇനി അടുത്തത് അറസ്റ്റ് ബൈ മജിസ്ട്രേറ്റ് ആണ്. മജിസ്ട്രേറ്റ് എപ്പോഴാണ് അറസ്റ്റ് ചെയ്യുന്നത് ഉള്ളതാണ്. അപ്പൊ വെൻ എനി ഒഫൻസ് ഈസ് കമ്മിറ്റഡ് ഇൻ ദ പ്രസൻസ് ഓഫ് മജിസ്ട്രേറ്റ്, അപ്പൊ എന്ത് മജിസ്ട്രേറ്റോ ആവാന്ന് പറയുന്നത്, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റോ അല്ലെങ്കിൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റോ. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ജില്ലാ കളക്ടറാണ്. ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയിലിരിക്കുന്ന ജഡ്ജി എന്ന രീതിയിലുള്ള മജിസ്ട്രേറ്റ്. അപ്പൊ ഇങ്ങനെയുള്ള ഏത് മജിസ്ട്രേറ്റിന് മുമ്പിൽ വെച്ചിട്ടും ഒരാൾ ഒരു ഒഫൻസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് മജിസ്ട്രേറ്റ് ക്യാൻ അറസ്റ്റ് ഓർ ഓർഡർ ടു അറസ്റ്റ് സച്ച് പേഴ്സൺസ്. അപ്പൊ ഒന്നുകിൽ മജിസ്ട്രേറ്റിന് നേരിട്ട് അറസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ പോലീസിനോട് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഓർഡർ ചെയ്യാനും വേണ്ടി പറയാൻ വേണ്ടി പറ്റും. അതായത് ആ ഒരു നോർമലി ഇവിടെ പറയുന്നത് അവരുടെ ജൂറിസ്ഡിക്ഷനിലുള്ള ആ ഒരു മജിസ്ട്രേറ്റിന്റെ ജൂറിസ്ഡിക്ഷനിലുള്ള സ്ഥലത്ത് നിന്ന് ഇങ്ങനെ നടന്നു കഴിഞ്ഞാലാണ് മജിസ്ട്രേറ്റ് നേരിട്ട് അറസ്റ്റ് ചെയ്യുക എന്നുള്ള സാഹചര്യമാണ് ഇവിടെ പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഓർഡർ ഓഫ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുക, അല്ലെങ്കിൽ ആവശ്യപ്പെടെ പോലീസിനോട് അന്വേഷിക്കാൻ വേണ്ടി പറയുക, അല്ലെങ്കിൽ മറ്റ് ആ ജൂറിസ്ഡിക്ഷനിലുള്ള മജിസ്ട്രേറ്റ് ആരാണോ അവർക്ക് ഇന്റിമേഷൻ കൊടുക്കുകയൊക്കെയാണ് നോർമലി ചെയ്യാറുള്ളത്. അപ്പൊ അങ്ങനെ എനി മജിസ്ട്രേറ്റ് വെദർ എക്സിക്യൂട്ടീവ് ഓർ ജുഡീഷ്യൽ ക്യാൻ ഈവൻ ഇഷ്യൂ വാറന്റ് ദെൻ. അപ്പൊ ഇനിയിപ്പം വാറന്റോട് കൂടി അറസ്റ്റ് ചെയ്യേണ്ടുന്ന കുറ്റകൃത്യമാണ് അയാൾ ചെയ്തതെന്നുണ്ടെങ്കിൽ, മജിസ്ട്രേറ്റിന് മുമ്പ് നിന്നാണ് കുറ്റകൃത്യം ചെയ്തതെന്നുണ്ടെങ്കിൽ എപ്പോഴും കോഗ്നീസബിൾ ഒഫൻസ് ആവണം നിർബന്ധമില്ല മജിസ്ട്രേറ്റിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി. നോൺ കോഗ്നീസബിൾ ആണെങ്കിലും അപ്പൊ തന്നെ അങ്ങ് ആ മൊമെന്റിൽ വേണമെങ്കിൽ വാറന്റ് ഇഷ്യൂ ചെയ്യാം. എന്നിട്ട് ആ വാറന്റ് കൊടുത്തിട്ട് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസിനോട് പറയാം, അല്ലെങ്കിൽ ആ വാറന്റ് ഉപയോഗിച്ചിട്ട് സ്വമേധയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് മജിസ്ട്രേറ്റ് അറസ്റ്റ് ചെയ്യുമ്പോൾ കോഗ്നീസബിൾ മറ്റുള്ളവരെ കോഗ്നീസബിൾ ഒഫൻസിനാണ് അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ, വാറണ്ടി ഇല്ലാണ്ട് അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ മജിസ്ട്രേറ്റിന് കോഗ്നീസബിൾ ഒഫൻസിന് അറസ്റ്റ് ചെയ്യാം. ആ മൊമെന്റിൽ വാറണ്ടി ഇഷ്യൂ ചെയ്തുകൊണ്ട് നോൺ കോഗ്നീസബിൾ ഒഫൻസിനും അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെയാണ് മജിസ്ട്രേറ്റ് അറസ്റ്റ് ചെയ്യുന്നത്. സെക്ഷൻ 44 മജിസ്ട്രേറ്റിന്റെ അറസ്റ്റിനെ കുറിച്ച് പറയുന്നത്. ഇനി എങ്ങനെയാണ് നോർമലി അറസ്റ്റ് മേക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ഹൗ അറസ്റ്റ് ഈസ് മെയ്ഡ് ഓർ അറസ്റ്റ് ഹൗ മെയ്ഡ് എന്നുള്ള കാര്യമാണ് സെക്ഷൻ 46 പറയുന്നത്. So the police officer or person making the arrest must touch or confine the person unless they submit to custody voluntarily എന്നുള്ള. അപ്പൊ സ്വമേധയാ ഒരാൾ വന്ന് കീഴടങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരാൾ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ അറസ്റ്റ് ചെയ്യേണ്ടതെന്ന്, ഫിസിക്കലി എങ്ങനെ അറസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പം ഹാൻഡ് കഫ് ഒക്കെ ഉപയോഗിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ സുപ്രീം കോടതിയൊക്കെ ഒരുപാട് കേസുകളിൽ വന്നിട്ട് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ആണ് ഹാൻഡ് കഫ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം ഈ ഡോക്ടറെ, കേരളത്തിലൊക്കെ ഒരു ഡോക്ടറെ കുത്തിക്കൊന്ന ഒരു ഡ്യൂട്ടിയിലുള്ള ഒരു ഡോക്ടറെ ഡോക്ടർ ഒരു പ്രതിയെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ മെഡിക്കൽ എടുക്കുന്ന സമയത്ത് ഡോക്ടറെ കുത്തിക്കൊന്ന ഒരു കേസൊക്കെ ഉണ്ടായിരുന്നില്ലേ കേരളത്തില്. അപ്പൊ ആ സമയത്തൊക്കെ വീണ്ടും എന്തുകൊണ്ടാണ് ഹാൻഡ് കഫ് എന്ന് പറഞ്ഞാൽ കൈവിലങ്ങ് എന്തിനാ ഊരിക്കൊടുക്കുന്നത് എന്നുള്ള ചർച്ചയൊക്കെ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ പല കേസുകളിലും സുപ്രീം കോടതി പറഞ്ഞ ഒരു സെറ്റിൽഡ് പൊസിഷൻ ഓഫ് ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹാൻഡ് കഫ് യൂസ് ചെയ്യുന്ന ഒരു മനുഷ്യന്റെ മനുഷ്യാവകാശ ലംഘനമാണ്. അത് അയാളുടെ മൗലികാവകാശത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. ആർട്ടിക്കിൾ 21 റൈറ്റ് ടു പേഴ്സണൽ ലിബർട്ടി, റൈറ്റ് ടു ലൈഫ് എന്നൊക്കെ പറയുന്നതിന്റെ വിരുദ്ധതയാണ് ഇങ്ങനെ ഹാൻഡ് കഫ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ റയറസ്റ്റ് സിറ്റുവേഷനിൽ, അതായത് ആ ഹാൻഡ് കഫ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പ്രതി ചാടിപ്പോകുന്ന ഉറപ്പുള്ള സാഹചര്യത്തിൽ, അല്ലെങ്കിൽ വൈൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ പെരുമാറുന്ന പ്രതികളുടെയൊക്കെ സാഹചര്യത്തിലാണ് ഹാൻഡ് കഫ് യൂസ് ചെയ്യാറുള്ളൂ. നോർമലി ഒരു പ്രതിയെ പ്രത്യേകിച്ച് കോടതിയിലൊന്നും കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ നോർമലി ഹാൻഡ് കഫ് യൂസ് ചെയ്യാറില്ല. അത്രയും ഒഫൻഡർ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ അത്രയും പ്രശ്നക്കാരനാവുന്ന പ്രതികൾക്ക് മാത്രമേ ഈ ഹാൻഡ് കഫ് യൂസ് ചെയ്യാറുള്ളൂ. പക്ഷെ വേറെ കുറെ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഒരു വ്യക്തി അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് വളണ്ടിയർലി അയാള് സ്വമേധയാ വന്ന് കീഴടങ്ങാത്ത സാഹചര്യത്തിൽ അയാൾ അറസ്റ്റ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ, പോലീസ് അയാളെ തൊടുന്നതിനോ അയാളെ അങ്ങനെ ദേഹത്ത് തൊട്ടുകൊണ്ട് അറസ്റ്റ് മേക്ക് ചെയ്യുന്നതിൽ പ്രശ്നമില്ല. അയാളെ വണ്ടിയിലേക്കൊക്കെ കൈ പിടിച്ച് കയറ്റുക, അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള റീസണബിൾ ഫോഴ്സ് യൂസ് ചെയ്യാം എന്ന് 46 സെക്ഷനിൽ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും ഇഫ് ദ പേഴ്സൺ റെസിസ്റ്റസ് ഓർ ട്രൈസ് ടു ഇവേഡ് അറസ്റ്റ്, അയാൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ അയാളെ പോലീസ് പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, ബലമായി പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾ ചാടിപ്പോവും, ഓടിപ്പോവും എന്നൊക്കെയുള്ള സാഹചര്യമാണെന്നുണ്ടെങ്കിൽ പോലീസ് ക്യാൻ യൂസ് നെസസറി ഫോഴ്സ്, അടിയന്തരമായിട്ടുള്ള ഫോഴ്സിനെ യൂസ് ചെയ്യാം. പ്ലസ് പോലീസിന് ഇത് നേരത്തെ പറഞ്ഞ പോലെയുള്ള ഹാൻഡ് കഫ് പോലെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ അവിടെ ഒരു ഡെത്ത് പെനാൽറ്റി ഒക്കെ ഉള്ള ഒരു പ്രതിയാണ് ഇങ്ങനെ, അതായത് ഡെത്ത് വരെ കിട്ടാൻ സാധ്യതയുള്ള ഒരു കുറ്റമാണ് അയാൾ ചെയ്ത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലൈഫ് ഇംപ്രിസൺമെന്റ് വരെ ഡെത്ത് ഓർ ലൈഫ് ഇംപ്രിസൺമെന്റ്, ജീവപര്യന്തം അല്ലെങ്കിൽ ഡെത്ത് കിട്ടാവുന്ന പണിഷ്മെന്റ് ചെയ്യുന്ന, ആ പണിഷ്മെന്റ് കിട്ടുന്ന ഒരു കുറ്റമാണ് അയാൾ ചെയ്തെന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള സാഹചര്യത്തിൽ നെസസറി ഫോഴ്സിൽ കൂടുതൽ ഫോഴ്സ് ഉപയോഗിച്ചാലും പ്രശ്നമില്ല. അല്ലാത്ത സാഹചര്യത്തിൽ ആവശ്യത്തിൽ കൂടുതൽ ഫോഴ്സ് അയാൾ അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഉപയോഗിക്കരുത്. റീസണബിൾ ആയിട്ട് ഫോഴ്സ് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്.
പിന്നെ ഇങ്ങനെ ഡെത്ത് പെനാൽറ്റിയും ലൈഫ് ഇംപ്രിസൺമെന്റും യൂസ് ചെയ്യുന്ന അങ്ങനെയുള്ള ശിക്ഷ കിട്ടുന്ന കുറ്റത്തിന് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവൻ ആ ഫോഴ്സ് ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായിട്ട് അയാൾക്ക് ഡെത്ത് വരെ സംഭവിച്ചു കഴിഞ്ഞാലും പ്രശ്നമില്ല. എന്ന് പറഞ്ഞാൽ ഡെത്ത് സംഭവിക്കണം എന്നല്ല, അതുവരെ സംഭവിച്ചു കഴിഞ്ഞാലും പോലീസിന് അതിന്റെ അകത്ത് എന്തുണ്ട്, അതിന്റെ അകത്ത് ഒരു എക്സെപ്ഷൻ ആയിട്ട് അത് എടുക്കാൻ വേണ്ടി പറ്റുമെന്നുള്ള സാഹചര്യമുണ്ട്. പക്ഷെ അതിൽ കുറഞ്ഞ പ്രതികളെ ഭദ്രമായിട്ട് വേണം അറസ്റ്റ് ചെയ്യാനും കസ്റ്റഡിയിൽ എടുക്കാനും ഒക്കെ. ഇവരെയും അങ്ങനെ വേണം എന്നാ പറയുന്നത്. പക്ഷെ എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് ഇവര് വയലന്റ് ആയി ആ പ്രതി പിന്നെ ജീവപര്യന്തം തടവിനുള്ള അല്ലെങ്കിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് ശിക്ഷ കിട്ടാവുന്ന കുറ്റം ചെയ്ത ആളാണെന്നുണ്ടെങ്കിൽ അവരുടെ ഡെത്ത് കോസ് ചെയ്ത് കഴിഞ്ഞാലും അത് റെസിസ്റ്റൻസിന്റെ ഭാഗമായിട്ട് കണക്കാക്കാവുന്നതാണ് എന്ന് നിയമത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആൻഡ് വ്യൂമണ്ണെ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് അടുത്തത് പറയുന്നത്. ഒരു വ്യൂമണ്ണെ, ഒരു സ്ത്രീകളെ അല്ലെങ്കിൽ സ്ത്രീയെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും അറസ്റ്റ് ചെയ്യേണ്ടുന്ന സമയത്തെ കുറിച്ച് കൃത്യമായിട്ട് നിയമത്തിൽ പറയുന്നുണ്ട്. സൺസെറ്റിന് ശേഷവും സൺറൈസിന് മുമ്പും, അതായത് സന്ധ്യയ്ക്ക് ശേഷം പുലരുന്നതിന് മുമ്പുള്ള സമയത്ത്, രാത്രി സമയത്ത് ഒരിക്കലും ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. എക്സെപ്റ്റ് ഇൻ എക്സെപ്ഷണൽ സർക്കംസ്റ്റാൻസസ്, വളരെ ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു ആ സമയത്ത് അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ അവർ അബ്സ്കോണ്ട് ചെയ്യാൻ സാധ്യതയുണ്ട്, അവർ രാജ്യം വിടാനുള്ള സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ അവരെ കിട്ടില്ല, അല്ലെങ്കിൽ അത് കാരണം എന്തെങ്കിലും ഫർദർ ഒഫൻസ് നടക്കും, അങ്ങനെയൊക്കെയുള്ള എക്സെപ്ഷണൽ സാഹചര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീ ഒരിക്കലും സൺസെറ്റിന് ശേഷമോ സൺറൈസിന് മുമ്പോ ആയിട്ടുള്ള സമയത്ത് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പിന്നെ ഇങ്ങനെയുള്ള സ്ത്രീയെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും എന്തായിരിക്കണം, ഒരു വനിതയായിട്ടുള്ള ഉദ്യോഗസ്ഥ പോലീസ് കൂടെ ഉണ്ടായിരിക്കണം. അവരുടെ പ്രസൻസിൽ മാത്രമേ അവര് മുഖേന എപ്പോഴും ഒരു സ്ത്രീ ആയിട്ടുള്ള ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ ഒരു സ്ത്രീയെ ഇങ്ങനെ എക്സെപ്ഷണൽ സർക്കംസ്റ്റാൻസിൽ രാത്രി സമയത്ത് അറസ്റ്റ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ അതിന് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ മുൻകൂറായിട്ടുള്ള അനുമതി റിട്ടേണിൽ ഒരു വനിതാ പോലീസ് ഓഫീസർ എഴുതി മേടിക്കുകയും കൂടെ വേണം. അതായത് ഒരു സ്ത്രീയെ സന്ധ്യയ്ക്ക് ശേഷം രാവിലെ പുലരുന്നതിന് മുമ്പ് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എക്സെപ്ഷണൽ കേസിലാണ് അറസ്റ്റ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ അറസ്റ്റ് ചെയ്യേണ്ടത് എപ്പോഴും വനിതയെ അറസ്റ്റ് ചെയ്യേണ്ടത് വനിതാ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ്, അല്ലെങ്കിൽ വനിതാ ഉദ്യോഗസ്ഥ മുൻകൈ എടുത്താണ്. അങ്ങനെ രാത്രി സമയത്ത് അറസ്റ്റ് ചെയ്യേണ്ടി വരുന്ന സമയത്തും ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ മുൻകൂർ റിട്ടേൺ ആയിട്ടുള്ള റെക്കമെൻഡേഷൻ പെർമിഷൻ ചോദിച്ചുകൊണ്ട് മുൻകൂറായിട്ടുള്ള അനുമതി മേടിച്ചാൽ മാത്രമേ അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്നും കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് അറസ്റ്റ് മേക്ക് ചെയ്യേണ്ടതിന്റെ എങ്ങനെ മേക്ക് ചെയ്യണം എന്നതിനെ കുറിച്ച് സെക്ഷൻ 46 ഇതാണ്, ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഓർമ്മയുണ്ടാവുക. അടുത്തത് പേഴ്സൺ അറസ്റ്റഡ് ടു ബി ഇൻഫോംഡ് ഓൺ ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് ആൻഡ് റൈറ്റ് ടു ബെയിൽ. ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് പറയണം എന്നുള്ളത് നമുക്കറിയാം, ഭരണഘടനയ്ക്കകത്തും കൃത്യമായിട്ട് പറയുന്നുണ്ട്. അറസ്റ്റഡ് പേഴ്സണിനോട് അയാളെ അറസ്റ്റ് ചെയ്യുന്നതിന്റെ ഗ്രൗണ്ട് പറയണം എന്ന് കൃത്യമായിട്ട് ഭരണഘടനയ്ക്കകത്തും പറയുന്ന കാര്യമാണ്. അത് സെക്ഷൻ 50 CRPCയിലും പറയുന്നുണ്ട്. അപ്പൊ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ അയാളെ എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള ഇൻഫർമേഷൻ, ഇന്ന കുറ്റകൃത്യം നിങ്ങൾ ചെയ്തതുകൊണ്ട്, അല്ലെങ്കിൽ ഇന്ന സസ്പീഷൻ, നിങ്ങൾ ഈ കുറ്റം ചെയ്തു എന്ന് സംശയിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ പേരിൽ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നത് എന്ന കൃത്യമായിട്ടുള്ള അറസ്റ്റിന്റെ ഗ്രൗണ്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയോട് പോലീസ് ഉദ്യോഗസ്ഥൻ അറിയിക്കണം എന്ന് പറയുന്നു. പ്ലസ് അയാളോട് എന്തും പറയണം, ബെയിലബിൾ ഒഫൻസ് ആണ് അയാൾ ചെയ്തത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേഷൻ ബെയിലിനുള്ള അവകാശമുണ്ട്, നിങ്ങൾ ചെയ്ത കുറ്റത്തിന് ജാമ്യം കിട്ടാവുന്നതാണ് എന്നുള്ള ഇൻഫോർമേഷനും കൂടെ ആ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയെ ആ പോലീസുകാരൻ അറിയിക്കണം എന്നാണ് പറയുന്നത്. സോ എനി പോലീസ് ഓഫീസർ ഓർ അതർ പേഴ്സൺ, പോലീസ് ഓഫീസർ മാത്രമല്ല പോലീസ് അല്ലാത്തവരെ അറസ്റ്റ് ചെയ്യുന്ന സമയത്തും വിത്തൗട്ട് എ വാറണ്ട് ഇല്ലാണ്ട്, അതായത് കോഗ്നിസബിൾ ഒഫൻസിന് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് മസ്റ്റ് ഇമീഡിയറ്റ്ലി ഇൻഫോം ദി അറസ്റ്റഡ് പേഴ്സൺ. ഇപ്പൊ വാറണ്ട് ഉണ്ടാകുമ്പോൾ ഇൻഫോം ചെയ്യേണ്ട കാര്യമില്ല, കാരണം വാറണ്ട് കൈമാറുമല്ലോ. വാറണ്ടിന്റെ അകത്ത് ഉണ്ടാവും എന്തിനാ അറസ്റ്റ് ചെയ്യുന്നതിനുള്ളതിന്റെ ഗ്രൗണ്ടും സെക്ഷനും മറ്റു ഡീറ്റെയിൽ ഒക്കെ വാറണ്ടിൽ ഉണ്ടാവും. അപ്പൊ വാറണ്ട് കൊടുക്കുമ്പോൾ പിന്നെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കണം എന്നില്ല. പക്ഷെ വാറണ്ട് ഇല്ലാണ്ട് അറസ്റ്റ് ചെയ്യുമ്പോൾ എന്താണോ പോലീസ് ഓഫീസർ നിർബന്ധമായിട്ടും പറഞ്ഞു കൊടുക്കണം എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത്, ഫുൾ പർട്ടിക്കുലേഴ്സ് ഓഫ് ദി ഒഫൻസ് സസ്പെക്ടഡ് ടു കമ്മിറ്റഡ്, അല്ലെ, അയാൾ കമ്മിറ്റ് ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്ന ആ ഒഫൻസിന്റെ മുഴുവൻ പർട്ടിക്കുലേഴ്സും ആ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു കൊടുക്കണം. ഓർ ദി ഗ്രൗണ്ട്സ് ഓഫ് ഹിസ് അറസ്റ്റ്, ആ ഗ്രൗണ്ട് എന്താന്ന് പറഞ്ഞു കൊടുക്കണം. പിന്നെ ആ കോഗ്നിസബിൾ ഒഫൻസ് ആണെങ്കിലും ചിലപ്പോൾ കോഗ്നിസബിൾ ഒഫൻസിന് ചില സമയത്ത് ബെയിൽ കിട്ടുന്ന കോഗ്നിസബിൾ ഒഫൻസും ഉണ്ട്. അപ്പൊ ബെയിൽ കിട്ടുന്ന സ്റ്റേഷൻ ബെയിൽ കിട്ടുന്ന കോഗ്നിസബിൾ ഒഫൻസും ഉണ്ട്. അപ്പൊ ബെയിൽ കിട്ടാവുന്ന ഒഫൻസ് ആണ് എന്നുണ്ടെങ്കിൽ, അത് നോൺ ബെയിലബിൾ വൺ അല്ല എന്നുണ്ടെങ്കിൽ, ബെയിലബിൾ വൺ ആണ് എന്നുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയോട് പറയണം, നിങ്ങൾക്ക് ഈ കുറ്റത്തിന് ഇന്ന സെക്ഷൻ പ്രകാരമാണ് നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇതിന് സ്റ്റേഷൻ ബെയിലിനുള്ള
സെഷൻ ബെയിലിനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് 2 ജാമ്യക്കാരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ 2 ജാമ്യക്കാരെ ഷൂർട്ടീസിനെ നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ ആധാർ കാർഡും ഡീറ്റെയിൽസ് ഒക്കെ കൊണ്ട് ഷൂർട്ടി സ്റ്റേഷനിൽ വരികയാണെങ്കിൽ നിങ്ങൾ അവരുടെ ആൾജാമ്യത്തിൽ വിടുന്നതാണ്. അത് ബെയിലബിൾ കുറ്റാണ് നിങ്ങളെ മേലെ ചുമത്തിയത് എന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയോട് ആ പോലീസുകാരൻ പറഞ്ഞിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ഇതാണ് സെക്ഷൻ 50 പറയുന്ന അറസ്റ്റ് ചെയ്ത വ്യക്തിയോട് പറയേണ്ടുന്ന ഇൻഫോർമേഷനും അയാൾക്ക് ബെയിൽ കിട്ടുന്ന സാഹചര്യത്തിൽ ബെയിൽ കിട്ടാനുള്ള അവകാശം ഉണ്ട് എന്ന് പറയേണ്ടുന്ന ഇൻഫോർമേഷനും. ഓക്കെ, അടുത്തതായിട്ട് സെക്ഷൻ 51 പറയുന്ന സെർച്ച് ഓഫ് അറസ്റ്റഡ് പേഴ്സൺ. അങ്ങനെ പോലീസുകാർ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന വ്യക്തിയെ സെർച്ച് അയാളുടെ കൈവശം എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തണമല്ലോ. അങ്ങനെ രേഖപ്പെടുത്തുന്ന കാര്യമാണ് സെക്ഷൻ 51 പറയുന്നത്. സെർച്ച് ഓഫ് അറസ്റ്റഡ് പേഴ്സൺ, അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയെ സെർച്ച് ചെയ്യുന്നത്, അയാളെ പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇവിടെ പറയുന്നത്. So the police officer making the arrest or the police officer to whom the arrested person is handed over. ഒന്നുകിൽ അറസ്റ്റ് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് വേറൊരു ഉദ്യോഗസ്ഥൻ മേലുദ്യോഗസ്ഥനെ ഹാൻഡ് ഓവർ ചെയ്യുമല്ലോ. ഹാൻഡ് ഓവർ ചെയ്ത ആളെ സ്വീകരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ, that police ഉദ്യോഗസ്ഥൻ or that person, that officer can search the arrested person and safely keep all the items found except necessary clothing. അയാൾക്ക് എന്താണ്, അയാളെ കസ്റ്റഡിയിൽ പാർപ്പിക്കുകയാണ്. അപ്പൊ അയാളുടെ കയ്യിൽ ഒരു മുട്ടുസൂചി, അയാൾ ഇട്ട വസ്ത്രത്തിന് അധികമായിട്ടൊരു മുട്ടുസൂചി പോലും അയാളുടെ കയ്യിൽ വെക്കാൻ പാടില്ല. എല്ലാം എന്ത് ചെയ്യണം, പോലീസ് സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിക്കണം. അപ്പൊ അയാളെ ജാമ്യത്തിൽ വിടുകയാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യണം, തിരികെ കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ അയാളെ കോടതിയിൽ ഹാജരാക്കുകയാണെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ കോടതിയിൽ എന്താക്കണം, മഹസറിന്റെ കൂട്ടത്തിൽ കോടതിയിൽ സമർപ്പിക്കേണ്ടതായിട്ട് വരും. അയാളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത എല്ലാ വസ്തുക്കളും, അയാളുടെ മൊബൈൽ ഫോൺ ആവാം, പേനയാവാം, അയാളുടെ ഡയറി ആവാം, പോക്കറ്റ് ഡയറി ആവാം, പേഴ്സ് ആവാം, എന്തും ആവാം. അപ്പൊ ആ ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥന് അല്ലെങ്കിൽ അത് ഹാൻഡ് ഓവർ ചെയ്ത് കിട്ടിയ ഉദ്യോഗസ്ഥന് ആ വ്യക്തിയെ സെർച്ച് ചെയ്യാനുള്ള അവകാശമുണ്ട്. സെർച്ച് ചെയ്യുന്ന സമയത്ത് അയാളുടെ കയ്യിൽ നിന്ന് എന്തൊക്കെ കിട്ടുന്നു അതിൽ അയാൾക്ക് ഉപയോഗിക്കാൻ അനുവാദം ഉള്ളത് അയാളുടെ ക്ലോത്തിങ് മാത്രമാണ്, ബേസിക് ആയിട്ടുള്ള ക്ലോത്തിങ് മാത്രമാണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പോലീസ് ഓഫീസർ സേഫ് കസ്റ്റഡിയിൽ വെക്കണം എന്ന് പറയുന്നു. എന്നിട്ട് എന്തും കൂടെ ചെയ്യണം, അയാളുടെ പക്കൽ നിന്നും എന്തൊക്കെയാണോ സേഫ് കസ്റ്റഡിയിൽ പോലീസ് മേടിച്ചിട്ടുള്ളത് ആ സാധനങ്ങളൊക്കെ എഴുതിയിട്ടുള്ള അതിന്റെ ഒരു ചീട്ട്, റെസിപ്റ്റ് ആ അറസ്റ്റഡ് പേഴ്സണിന് ഹാൻഡ് ഓവർ ചെയ്യുകയും ചെയ്യണം. റെസിപ്റ്റ് മസ്റ്റ് ബി ഗിവൺ ടു ദ അറസ്റ്റഡ് പേഴ്സൺ ഫോർ എനി സീസർ ഐറ്റംസ്. ഇപ്പൊ അയാളുടെ മൊബൈൽ അല്ലെങ്കിൽ അയാളുടെ പേഴ്സ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അയാളുടെ കയ്യിൽ നിന്ന് എന്താണോ പിടിച്ചത്, പിന്നെ സാധനങ്ങൾ പിടിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ലിസ്റ്റ്, ഒരു റെസിപ്റ്റ് അറസ്റ്റഡ് പേഴ്സണിന് ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഹാൻഡ് ഓവർ ചെയ്യുകയും വേണം ആഫ്റ്റർ സീസിങ് ദീസ് മെറ്റീരിയൽസ്. ഓക്കെ, പിന്നെ ഒരു വനിതയാണ് ഇതുപോലെ സെർച്ച് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓർക്കുക, വനിതയെ സെർച്ച് ചെയ്യാനും വനിതയെ അറസ്റ്റ് ചെയ്യാനും ഒരു ലേഡി ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളത് ഓർത്തു വെച്ചാൽ മതി. സോ എ ഫീമെയിൽ ഈസ് ടു ബി സെർച്ച്ഡ്, ഇറ്റ് മസ്റ്റ് ബി കണ്ടക്ടഡ് ബൈ അനദർ ഫീമെയിൽ ഓഫീസർ ആൻഡ് മെയിൻറ്റെയിനിങ് സ്ട്രിക്റ്റ് ഡീസൻസി എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവരുടെ ശരീരം അല്ലെങ്കിൽ അവരുടെ കൃത്യമായിട്ട് സുരക്ഷിതത്വം പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഒരു ഡീസൻസിയിലായിരിക്കണം ഒരു വിമണിനെ എപ്പോഴും സെർച്ച് ചെയ്യേണ്ടത് എന്നും കൃത്യമായിട്ട് സെക്ഷൻ 51 അകത്ത് പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് സെർച്ച് ഓഫ് അറസ്റ്റഡ് പേഴ്സൺ എന്ന ഭാഗത്ത് പറഞ്ഞു വെക്കുന്നത്. പിന്നീട് ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം, എക്സാമിനേഷൻ ഓഫ് അക്യൂസ്ഡ് ബൈ മെഡിക്കൽ പ്രാക്ടീഷണർ അറ്റ് ദ റിക്വസ്റ്റ് ഓഫ് പോലീസ് ആണ്. ഇവിടെ അറസ്റ്റഡ് പേഴ്സൺ എന്നല്ല പറയുന്നത്, ടേം മാറി. എന്താണ് ഇതൊക്കെ അറസ്റ്റ് ഓഫ് പേഴ്സൺസ് എന്ന് പറഞ്ഞ ഭാഗത്ത് പറയുന്ന കാര്യം തന്നെയാണ്. പക്ഷെ ഇവിടെ എക്സാമിനേഷൻ ഓഫ് അക്യൂസ്ഡ് എന്നാ പറയുന്നത്. അക്യൂസ്ഡ് ആയപ്പോ പ്രതി എന്നാണ് പറയുന്നത്. അപ്പൊ അറസ്റ്റ് എപ്പോഴും എന്താണ്, പ്രതിയെ മാത്രമല്ല അറസ്റ്റ് ചെയ്യുക, സംശയമുള്ള ആളുകളെയൊക്കെ അറസ്റ്റ് ചെയ്യും. പ്രതിയാവുന്ന എപ്പോഴാ, FIR-ന്റെ അകത്ത് അയാളുടെ പേര് വരുന്ന സമയത്ത് അല്ലെങ്കിൽ അയാൾക്കെതിരെ ക്രൈം രജിസ്റ്റർ ചെയ്യുമ്പോഴാണ് ഒരാൾ അക്യൂസ്ഡ് ആവുന്നത്. പക്ഷെ അറസ്റ്റ് ചെയ്യപ്പെട്ടു കരുതി ഒരാൾ അക്യൂസ്ഡ് അല്ല. അക്യൂസ്ഡും അറസ്റ്റഡ് പേഴ്സണും തമ്മിലുള്ള വ്യത്യാസം, അയാൾക്കെതിരെ ഒരു ക്രൈം രജിസ്റ്റർ ചെയ്യപ്പെടുമ്പോഴാണ് ഒരു വ്യക്തി പ്രതിയാവുന്നത്, അക്യൂസ്ഡ് ആവുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് അപ്പൊ ക്രൈം രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് അയാളെ എന്തിനു കൊണ്ടുപോവുക, മെഡിക്കലിന് കൊണ്ടുപോവുക അല്ലേ. നമുക്കറിയാം, ഇപ്പൊ മദ്യപിച്ച ഒരാൾ വാഹനം ഓടിച്ചു, നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഒരു കാര്യമാണ്. ഒരാൾ ഡ്രങ്ക് ആൻഡ് ഡ്രൈവിന് ഒരാളെ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ അയാളെ പോലീസ് എന്ത് ചെയ്യും, അയാൾ ആദ്യം അറസ്റ്റ് രേഖപ്പെടുത്തും, അയാളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും. എന്നിട്ട് എന്ത് ചെയ്യും, അവിടുന്ന് അയാളെ പേരിൽ FIR ഇട്ടതിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയ FIR ഇട്ടതിന് ശേഷമല്ല, ആ ഒരു അയാൾ കുറ്റം ചെയ്തു എന്ന് ബോധ്യമാവുന്ന സമയത്ത് അയാളെ മെഡിക്കൽ പ്രാക്ടീഷണർ ഡോക്ടറെ അടുത്തേക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. അവിടെ കൊണ്ടുപോയിട്ട് അയാൾ ടെസ്റ്റ് ചെയ്യുന്നു, അയാൾ മദ്യപിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള ടെസ്റ്റ് ചെയ്യുന്നു. അതിന്റെ ബ്ലഡ് എന്താ വെച്ചാൽ ടെസ്റ്റ് ചെയ്യുന്നു. അതിന്റെ റിസൾട്ട് വന്നതിന് ശേഷം അയാൾ മദ്യപിച്ചു ആ മൊമെന്റിൽ അയാൾക്കുള്ള FIR-ൽ അയാളെ പേര് ചേർത്തിട്ടുണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ അയാൾ
ാണ്. അപ്പൊ അങ്ങനെ എക്സാമിനേഷൻ ഓഫ് ഏത് കേസിലാണെങ്കിലും ഒരു പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അറസ്റ്റ് രേഖപ്പെടുത്തിയ ആൾ പ്രതിയാക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് പോലീസ് എന്ത് ചെയ്യും? അയാളെ മെഡിക്കൽ എടുക്കും. കാരണം അയാൾ എന്തെങ്കിലും പറ്റിക്കൊണ്ട് നാളെ അയാൾ ആ കസ്റ്റഡിയിൽ നിന്ന്, പോലീസിന്റെ കസ്റ്റഡിയിലുള്ള സമയത്ത് അയാൾ മരണപ്പെടും, അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ, അയാൾക്ക് ഓൾറെഡി ഒരു ഡിസീസ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അയാൾക്ക് ഓൾറെഡി എന്തെങ്കിലും പ്രശ്നമുണ്ട്, അയാൾ ആ കാരണം കൊണ്ടാണ് മരണപ്പെട്ടതെങ്കിൽ പോലും പോലീസ് ടോർച്ചറാന്ന് പറയും. അപ്പൊ സ്വാഭാവികമായിട്ട് അത് ഒഴിവാക്കാൻ വേണ്ടി എന്താണ്, പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്ത് അക്യൂസ്ഡ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം അയാളുടെ മെഡിക്കൽ എടുക്കണം എന്നുള്ളതാണ് റൂള്. സെക്ഷൻ 53 ആണ് അങ്ങനെ മെഡിക്കൽ എക്സാമിനേഷൻ ഓഫ് അക്യൂസ്ഡ് എന്നതിനെ കുറിച്ച് പറയുന്നത്. അറ്റ് ദ റിക്വസ്റ്റ് ഓഫ് പോലീസ് ആണ്. പോലീസ് ആവശ്യപ്പെടുകയാണ്, ഇയാളെ പോലീസിന്റെ നിർബന്ധപ്രകാരമാണ് ഇയാളെ ഇങ്ങനെ എക്സാമിനേഷൻ നടത്തുന്നത്. അപ്പൊ അങ്ങനെയുള്ള എക്സാമിനേഷനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സോ വെൻ എ പേഴ്സൺ ഈസ് അറസ്റ്റഡ് ഓൺ എ ചാർജ് ഓഫ് കമ്മിറ്റിംഗ് എൻ ഒഫൻസ്, ഒരു കുറ്റകൃത്യം ചെയ്തു എന്നുള്ള ബാക്ക്ഗ്രൗണ്ടിൽ ഒരാൾ അറസ്റ്റ് ചെയ്തു, അണ്ടർ സർക്കംസ്റ്റാൻസസ് ദാറ്റ് സജസ്റ്റ് മെഡിക്കൽ എക്സാമിനേഷൻ മൈറ്റ് പ്രൊവൈഡ് എവിഡൻസ്. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, മദ്യപിച്ച് വാഹനം ഓടിച്ചു, അതിന് പോലീസിന് അത് തെളിവ് വേണം. അപ്പം അയാളുടെ എന്താണ്, അയാൾ ബ്ലഡോ അല്ലെങ്കിൽ എന്താ വെച്ചാൽ പരിശോധിക്കണം. അങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞാൽ അയാൾ ആൽക്കഹോൾ കണ്ടന്റ് എന്ന് പ്രൂവ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ആ എവിഡൻസ് പോലീസിന് ആ കേസിന് ഗുണം ചെയ്യും എന്നുള്ളതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പോലീസ് എന്ത് ചെയ്യും? എവിഡൻസ് കളക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് മെഡിക്കൽ പ്രാക്ടീഷണർ അടുത്തേക്ക് ഈ അക്യൂസ്ഡ് ആയിട്ടുള്ള ആളെ അറസ്റ്റിന് ശേഷം കൊണ്ടുചെല്ലും എന്നുള്ളതാണ്. സോ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ ക്യാൻ കണ്ടക്ട് ആൻ എക്സാമിനേഷൻ. അപ്പൊ ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ നോർമലി ഗവൺമെന്റ് ആശുപത്രിയിലുള്ള ഒരു ഡോക്ടർ, സെൻട്രൽ ഗവൺമെന്റിന്റെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ആശുപത്രിയിലാണ് പോലീസ് നോർമലി കൊണ്ടുപോവുക. അവർ അവൈലബിൾ അല്ലാത്ത സാഹചര്യത്തിൽ മാത്രമേ പ്രൈവറ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളിൽ പോലീസ് ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റിന് കൊണ്ടുപോവുള്ളൂ എന്നുള്ളതാണ് റൂള്. സോ അത് അങ്ങനെ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറിന്റെ അടുത്തേക്ക് പോലീസ് ഈ അക്യൂസിനെയും കൊണ്ട് ചെല്ലുകയാണ്. ദ പർപ്പസ് എന്താണ്, ഇങ്ങനെ പോലീസ് കൊണ്ടുവന്നതിന്റെ പർപ്പസ് എന്താ വെച്ചാൽ ടു അസർട്ടൈൻ ദ ഫാക്ട്സ് ദാറ്റ് മേ പ്രൊവൈഡ് എവിഡൻസ് റിഗാർഡിംഗ് ദ കമ്മീഷൻ ഓഫ് ദ ഒഫൻസ്. ഇയാൾ ആ കുറ്റകൃത്യം ചെയ്തു എന്ന് സ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള എവിഡൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ആ മെഡിക്കൽ എക്സാമിനേഷന്റെ ബേസ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഉണ്ട് കേട്ടോ, എന്തെങ്കിലുമൊക്കെ സംഭവിച്ച ആളാണ് കസ്റ്റഡിയിൽ നിന്ന് മരിച്ചു ഒക്കെ സംഭവിക്കുകയാണെങ്കിലും പോലീസ് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പ്രൂവ് ചെയ്യാൻ അയാളുടെ പ്രീവിയസ് അറസ്റ്റ് ചെയ്യുന്ന സമയത്തുള്ള അയാളുടെ മെഡിക്കൽ കണ്ടീഷൻ അറിയാനും കൂടെ എന്നുള്ള പർപ്പസ് ഒക്കെ പല സാഹചര്യത്തിലും ഉണ്ടാവാറുണ്ട്. ആൻഡ് ദിസ് എക്സാമിനേഷൻ is carried out at the request of a police officer not below the rank of SI. SIയുടെ റാങ്ക് കുറയാത്ത, SI ഓർ SI കൂടിയ റാങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ റിക്വസ്റ്റിലാണ് ഇങ്ങനെ ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ ഇങ്ങനെയുള്ള ഒരു അക്യൂസിനെ എക്സാമിനേഷൻ ചെയ്യുന്നത്. And the medical practitioner and any person assisting them can use reasonable force necessary for the examination. ഇപ്പൊ പ്രതി സഹകരിക്കുന്നില്ല, മെഡിക്കൽ പ്രാക്ടീഷണർ ടെസ്റ്റ് ചെയ്യണം, പക്ഷെ പ്രതി സഹകരിക്കുന്നില്ല, അയാൾ വയലന്റ് ആവുന്നു, അല്ലെങ്കിൽ അയാൾ ഡോക്ടറോട് സഹകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടർക്കും ഡോക്ടർ അസിസ്റ്റ് ചെയ്യുന്ന ആ പ്രോസസ്സിന് ഡോക്ടറിനെ അസിസ്റ്റ് ചെയ്യുന്ന ആൾക്കും റീസണബിൾ എന്ന് പറഞ്ഞാൽ മതിയായിട്ടുള്ള, അതിനാവശ്യമായിട്ടുള്ള എക്സ്ട്രാordinary ഫോഴ്സ് ഉപയോഗിക്കാൻ പാടില്ല, റീസണബിൾ ആയിട്ടുള്ള ഫോഴ്സ് ഉപയോഗിച്ചിട്ട് അയാൾ ആ ടെസ്റ്റിന് വിധേയമാക്കാവുന്ന, ആ എക്സാമിനേഷന് വിധേയമാക്കാവുന്നതാണ് എന്നാണ് പറയുന്നത്. And if the person to be examined is a female, ഫീമെയിലിന്റെ കേസ് വരുമ്പോൾ എന്താ, എക്സാമിനേഷൻ മസ്റ്റ് ബി കണ്ടക്ടഡ് ബൈ ഓർ അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് എ ഫീമെയിൽ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ. ആ ടെസ്റ്റ് നടത്തുന്ന ഡോക്ടർ എപ്പോഴും എന്തായിരിക്കണം, ഒരു സ്ത്രീ ആയിരിക്കണം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പൊ ഇതാണ് എക്സാമിനേഷൻ ഓഫ് അക്യൂസ്ഡ് ബൈ. എന്നിട്ട് അവരെന്ത് ചെയ്യും, ഒരു പോലീസിന് റിപ്പോർട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ റിപ്പോർട്ടിന്റെ ബേസിലാണ് പോലീസ് ഫർദർ ആയിട്ട് മൂവ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് പോലീസിന്റെ റിക്വസ്റ്റിൽ ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ ഒരു അക്യൂസിനെ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സെക്ഷൻ 53 പറയുന്ന കാര്യങ്ങൾ. ഇനി 54 പറയുന്നത് എക്സാമിനേഷൻ ഓഫ് അറസ്റ്റഡ് പേഴ്സൺ ബൈ മെഡിക്കൽ ഓഫീസർ. ഇവിടെ അക്യൂസ്ഡ് എന്നല്ല പറയുന്നത്, എക്സാമിനേഷൻ ഓഫ് അറസ്റ്റഡ് പേഴ്സൺ ബൈ മെഡിക്കൽ ഓഫീസർ ആണ്. സോ ഇവിടെ പറയുന്നത് when any person is arrested he must be examined by a medical officer from the central state government. ഇപ്പൊ ഈ മെഡിക്കൽ ഓഫീസർ എന്ന് പറഞ്ഞ ടേമിനെ തന്നെ ഡിഫൈൻ ചെയ്യുന്നത് ശരിക്കും എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെഡിക്കൽ കൗൺസിൽ ആക്ട് എന്ന് പറഞ്ഞ ആക്ട് ഉണ്ട്, അതിലാണ് അതിന്റെ ഡെഫിനേഷൻ പറയുന്നത്. അപ്പൊ അതിൽ മെഡിക്കൽ ഓഫീസർ എന്നുള്ള ടേം എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയി ആയിട്ടുള്ള ഒരു ഡോക്ടർ എന്നാണ് ഈ മെഡിക്കൽ ഓഫീസറിന്റെ നമുക്ക് മനസ്സിലാവുന്ന സെൻസിലുള്ള ഡെഫിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ മെഡിക്കൽ ഓഫീസർ എന്ന് പറയുമ്പോൾ ഓർക്കേണ്ടുന്ന കാര്യം അതൊരു ഗവൺമെന്റ് ആശുപത്രിയിലെ ഡോക്ടർ ആയിരിക്കും എന്നുള്ള കാര്യമാണ്. സോ ഒരു പേഴ്സൺ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഇവിടെ അക്യൂസ്ഡ് അല്ല, ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളാണ്, ഇവിടെ തെളിവുണ്ടാക്കുന്നതിന്റെ ഭാഗമല്ല. നോർമലി അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയെ എന്ത് ചെയ്യുന്നു, ഹി മസ്റ്റ് ബി എക്സാമിൻഡ് ബൈ എ മെഡിക്കൽ ഓഫീസർ. ഇഫ് ദ ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയുള്ള കേസിലൊക്കെ ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസർ അൺഅവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള മെഡിക്കൽ പ്രാക്ടീഷണർ എന്ന് പറഞ്ഞാൽ നോർമലി സ്റ്റേറ്റിന്റെ ഡോക്ടേഴ്സിന്റെ ലിസ്റ്റ് ഒക്കെ ഉണ്ടായാലും ഓരോ സംസ്ഥാനത്തും ഡോക്ടർമാരുടെ ലിസ്റ്റ് ഉണ്ട്, ആ പട്ടികയിലുള്ള ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ അയാളെ പരിശോധിക്കണം എന്നാണ് പറയുന്നത്.
ഒരു ഫീമെയിൽ ആണെങ്കിൽ അതൊരു ഫീമെയിൽ ഡോക്ടറുടെ സൂപ്പർവിഷനിലായിരിക്കണം. ഫീമെയിൽ ഡോക്ടർ വെച്ചാൽ മെഡിക്കൽ പ്രാക്ടീഷണർ ഇല്ലാന്നുണ്ടെങ്കിൽ ഫീമെയിൽ ആയിട്ടുള്ള രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ മുമ്പിലായിരിക്കണം ഈ പരിശോധന എക്സാമിനേഷൻ നടത്തേണ്ടത് എന്ന് പറയുന്നു. And the medical officer or registered medical practitioner must prepare a record of the examination, noting any injuries or marks of violence on the arrested person and estimating when such injuries marks might have been inflicted. അപ്പം ഇയാളുടെ ദേഹത്ത് എന്തെങ്കിലും മാർക്ക് ഉണ്ടോ? അപ്പൊ പോലീസാണ് ഇയാളെ കൊണ്ടുവരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് പണ്ട് ഈ സെക്ഷൻ ഉണ്ടായിരുന്ന പ്രത്യേകത എന്താ പറയുക, 54 ഈ 54 എപ്പോഴും പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് അറ്റ് ദ റിക്വസ്റ്റ് ഓഫ് ദി അറസ്റ്റഡ് പേഴ്സൺ ആയിരുന്നു. അറസ്റ്റഡ് പേഴ്സൺ റിക്വസ്റ്റ് ചെയ്താൽ മാത്രമേ ഈ 54 എക്സാമിനേഷൻ നടത്തുള്ളായിരുന്നു സെക്ഷൻ 54. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പം ഇയാള് റിക്വസ്റ്റ് ചെയ്താൽ എന്നല്ല, പോലീസിന് നോർമലി നടത്താവുന്നതാണ് എന്നുള്ളതാണ്. പണ്ട് ഈ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തി റിക്വസ്റ്റ് ചെയ്താൽ മാത്രമേ ഈ ടെസ്റ്റ് എക്സാമിനേഷൻ നടത്തുള്ളായിരുന്നു. ഇപ്പം നോർമലി നടത്തണം എന്നുള്ളതാണ്. ആ അമെന്റ്മെന്റ് വന്നിട്ട് 2005 2006 എന്തോ മാറ്റിയതാണ്. അപ്പം നിലവിലുള്ള ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് എക്സാമിനേഷൻ ചെയ്യുന്നത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ അവരെ മേത്ത് എന്തെങ്കിലും അടയാളങ്ങളുണ്ടോ, ഇഞ്ചുറീസ് ഉണ്ടോ, മാർക്സ് ഓഫ് വയലൻസ് ഉണ്ടോ, കാരണം പോലീസാണ് ഇവരെ കൊണ്ടുവരുന്നത്. അപ്പം അത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം അത് റിപ്പോർട്ടായിട്ട് ഈ കേസിലും എന്ത് ചെയ്യണം, ആ മെഡിക്കൽ ഓഫീസർ റിപ്പോർട്ടായിട്ട് ഹാൻഡ് ഓവർ ചെയ്യണം. ആൻഡ് കോപ്പി ഓഫ് ദി എക്സാമിനേഷൻ റിപ്പോർട്ട് മസ്റ്റ് ബി ഗിവൺ ടു ദ അറസ്റ്റഡ് പേഴ്സൺ ഓർ എ പേഴ്സൺ നോമിനേറ്റഡ് ബൈ ഹിം. അപ്പം ഇങ്ങനെ അറസ്റ്റഡ് പേഴ്സണിനെ എക്സാമിൻ ചെയ്തതിന്റെ ഒരു ആ എക്സാമിനേഷന്റെ റിപ്പോർട്ടിന്റെ, പോലീസിന് കൊടുക്കുന്ന റിപ്പോർട്ടിന്റെ ഒരു കോപ്പി ലഭിക്കാനുള്ള അവകാശം ആർക്കും ഉണ്ട്, അറസ്റ്റഡ് പേഴ്സണും ഉണ്ട്. അല്ലെങ്കിൽ അറസ്റ്റഡ് പേഴ്സൺ അല്ലാന്നുണ്ടെങ്കിൽ അയാൾക്ക് നേരിട്ട് മേടിക്കാനല്ലാന്നുണ്ടെങ്കിൽ അയാൾ നോമിനേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അയാൾ പറയുന്ന അയാളുടെ വേണ്ടപ്പെട്ട അയാളുടെ വക്കീലിനോ അല്ലെങ്കിൽ അയാളുടെ ബന്ധുക്കൾക്കോ ഹാൻഡ് ഓവർ ചെയ്യാനും പറ്റും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാല്, മറ്റത് 53 നമ്മൾ പറഞ്ഞ കാര്യം അറ്റ് ദ റിക്വസ്റ്റ് ഓഫ് പോലീസ്, ഇത് പോലീസ് നിർബന്ധമായിട്ട് ചെയ്യേണ്ടതല്ല, വേണമെന്നുണ്ടെങ്കിൽ പോലീസിന് ചെയ്യാവുന്ന ഓപ്ഷണൽ ആയിട്ടുള്ള, എന്നാൽ പോലീസിന്റെ കേസ് സ്ട്രോങ് ആക്കാൻ വേണ്ടി പോലീസിനെ സഹായിക്കുന്ന ഒരു കാര്യമാണ് 53 പറയുന്ന എക്സാമിനേഷൻ. അത് അക്യൂസ്ഡ് ആയതിനു ശേഷമാണ് ഈ എക്സാമിനേഷൻ നടത്തുന്നത്. പക്ഷെ 54 നടത്തുന്ന എക്സാമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു നോർമലി അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം ഇവിടെ പോലീസിനെ ക്ലിയർ ആക്കാൻ തന്നെയാണ്. പോലീസ് അയാളെ ഇടിച്ചിട്ടില്ല അല്ലെങ്കിൽ ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടില്ല എന്നുള്ളതിന്റെ ഒരു റിപ്പോർട്ട് പോലീസിന് കൈവശം വെക്കാൻ വേണ്ടി, പ്ലസ് ഇത് ആ വ്യക്തിക്കും കൂടെ വേണ്ടിയിട്ടാണ്. ആ വ്യക്തിക്ക് അയാളുടെ ദേഹത്ത് എന്തെങ്കിലും പരിക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അയാൾക്ക് നാളെ കോടതിയിൽ സമർപ്പിക്കാനോ മജിസ്ട്രേറ്റിന് മുമ്പിൽ പോകുന്ന സമയത്ത് അവിടെ പറയാനോ ഉള്ള ഒരു ഡോക്യുമെന്റ് രീതിയിൽ അയാൾക്ക് അത് ലഭിക്കുകയും കൂടെ ചെയ്യും. അപ്പൊ ഈ പർപ്പസ് രണ്ടുപേർക്കും കൂടെ വേണ്ടിയിട്ടുള്ളതാണ്. അവിടെ പ്യുവർലി അന്വേഷണത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട്, എവിഡൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് 53 പറയുന്ന എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് 57 പറയുന്ന കാര്യമാണ് എ പേഴ്സൺ അറസ്റ്റഡ് നോട്ട് ടു ബി ഡീറ്റെയിൻഡ് മോർ ദാൻ 24 hours. ഇത് നമുക്കറിയാം, ഭരണഘടനയ്ക്കകത്തും പറയുന്നതാണ് അറസ്റ്റഡ് പേഴ്സണിന് 24 hours കൂടുതൽ പോലീസ് കസ്റ്റഡിയിൽ വെക്കാൻ വേണ്ടി പാടില്ല എന്ന് പറയുന്നത്. സോ എ അറസ്റ്റഡ് പേഴ്സൺ നോട്ട് ടു ബി ഡീറ്റെയിൻഡ് മോർ ദാൻ 24 hours. അപ്പം അയാളില്ലേ എങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ടതാണെങ്കിലും, ഇപ്പൊ വാറണ്ട് ഇല്ലാണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകൾ അവരെയും 24 hours. ഇനിയിപ്പോ വാറണ്ടോട് കൂടി അറസ്റ്റ് ചെയ്താൽ അതും 24 hours. മജിസ്ട്രേറ്റ് അറസ്റ്റ് ചെയ്ത് ഹാൻഡ് ഓവർ ചെയ്താൽ അതും 24 hours. എങ്ങനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും എന്താണ് 24 hours മാക്സിമം പോലീസിന് ഒരു വ്യക്തിനെ മജിസ്ട്രേറ്റിന്റെ പെർമിഷൻ ഇല്ലാണ്ട് കസ്റ്റഡിയിൽ വെക്കാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ വെക്കാൻ വേണ്ടി പറ്റില്ല. എന്നിട്ട് എന്ത് ചെയ്യേണ്ടു, വിത്തിൻ 24 hours അറസ്റ്റഡ് പേഴ്സൺ മസ്റ്റ് ബി പ്രൊഡ്യൂസ്ഡ് ബിഫോർ ദി നിയറസ്റ്റ് മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ദ മജിസ്ട്രേറ്റ് ഹാവിംഗ് ജൂറിസ്ഡിക്ഷൻ. So the police officer cannot detain a person or arrested person without a warrant for more than 24 hours. Without warrant മാത്രമല്ല, വിത്ത് വാറണ്ടും അങ്ങനെ തന്നെയാണ്. ഓർത്തു നോക്കുക, ഇവിടെ വിത്തൗട്ട് വാറന്റിന്റെ കാര്യമാണ് പറയുന്നത്. പക്ഷെ വിത്ത് വാറണ്ട് ആണെങ്കിലും വാറണ്ടോട് കൂടിയാണെങ്കിലും 24 hours പോലീസിന് മാക്സിമം ഒരാളെ കസ്റ്റഡിയിൽ വെക്കാൻ വേണ്ടി പറ്റുള്ളൂ. This period does not include the time required from journey from the place of arrest to the magistrate court. അപ്പൊ ചില സമയത്ത് യാത്രാ സമയം എക്സ്ക്ലൂഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പൊ 24 hours കൊണ്ട് എത്താൻ വേണ്ടി പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഒരാൾ അറസ്റ്റ് ചെയ്യുന്നത്, ഏതെങ്കിലും മലയുടെ മുകളിൽ നിന്നാണ്, അല്ലെങ്കിൽ ഒരു ട്രാഫിക് ഒട്ടുമില്ലാത്ത അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ്, അല്ലെങ്കിൽ ഒരുപാട് ഫൈറ്റിലൂടെയാണ് അയാൾ അറസ്റ്റ് ചെയ്യേണ്ടി വരിക. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലീസിന് ആ സാഹചര്യം മറികടന്നുകൊണ്ട് മജിസ്ട്രേറ്റിന് മുമ്പിൽ എത്താൻ ചിലപ്പോൾ 24 hours കൊണ്ട് പറ്റി എന്ന് വരില്ല. എല്ലാ സാഹചര്യത്തിലും അങ്ങനെ പറ്റൂല. അങ്ങനെ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ആ ട്രാവൽ ചെയ്യുന്ന, അപ്പോൾ ആ 24 hours തന്നെയാണ്, പക്ഷെ ആ ട്രാവൽ ചെയ്യുന്ന സമയം എക്സ്ക്ലൂഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ നോർമലി നമ്മൾ മനസ്സിലാക്കുക ജനറൽ റൂൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 24 hours മുമ്പിൽ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ അറസ്റ്റ് ചെയ്ത വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ ഹാജരാക്കണം എന്നുള്ളതാണ്. ആൻഡ് ഇഫ് ഫർദർ ഡിറ്റൻഷൻ ഈസ് നെസസറി,
പോലീസിനെ ആ 24 അവേഴ്സ് കൊണ്ട് ചിലപ്പോൾ ചില കേസുകളിലൊക്കെ 24 അവേഴ്സ് മതി. അതുകൊണ്ട് തന്നെ ഇയാളെ തുറന്നു പറഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ പോലീസിന് ഇൻവെസ്റ്റിഗേഷന്റെ ഒരു രേഖ അല്ലെങ്കിൽ എഫ്ഐആർ ഇട്ടു, ഒരു ഏകദേശ ധാരണയൊക്കെ ആയിട്ടുണ്ടാവും ഇയാൾ എന്താ ചെയ്തെന്നുള്ളത്. പക്ഷെ 24 അവേഴ്സ് കീപ്പ് ചെയ്തിട്ടും ഇൻവെസ്റ്റിഗേഷൻ ഒന്നും ആയില്ല, പോലീസിന് ഒരു ഇൻഫർമേഷനും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാളെ ഫർദർ കസ്റ്റഡിയിൽ ആവശ്യമുണ്ടല്ലോ. ഫർദർ കസ്റ്റഡി ഈസ് നെസസറി. അങ്ങനെയാണെങ്കിൽ പോലീസിന് എന്ത് ചെയ്യാം, മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കിയിട്ട് മജിസ്ട്രേറ്റിനോട് ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ വിടാൻ വേണ്ടി 167 അടുത്ത് പറയുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ അത് പറയും. മജിസ്ട്രേറ്റിനോട് ഒരു സ്പെഷ്യൽ ഓർഡർ എന്ന രീതിയിൽ മജിസ്ട്രേറ്റിനോട് പെർമിഷൻ ചോദിക്കാം പോലീസ് കസ്റ്റഡിയിൽ ഇയാളെ വെക്കാൻ വേണ്ടി. മാക്സിമം ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ വെക്കാൻ പറ്റുന്ന പീരീഡ് എന്ന് പറഞ്ഞാൽ 15 days ആണ്, 15 ദിവസമാണ്. 167 നമ്മൾ പഠിക്കുമ്പോൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ 24 അവേഴ്സിന് മുമ്പിൽ അപ്പോഴും ഹാജരാക്കിയിട്ട് മജിസ്ട്രേറ്റിന്റെ സ്പെഷ്യൽ ഓർഡർ മേടിക്കുകയാണ്. ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞിട്ടില്ല, ഇൻവെസ്റ്റിഗേഷന് കുറച്ചും കൂടെ സമയം, ഇയാളുടെ കുറച്ച് ദിവസങ്ങളും കൂടെ അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകളും കൂടെ ഈ വ്യക്തിയെ കസ്റ്റഡിയിൽ ആവശ്യമുണ്ട് എന്ന് മജിസ്ട്രേറ്റിനോട് പറഞ്ഞുകൊണ്ട് ഫർദർ ഓർഡർ മേടിച്ചു കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കൂടുതലായിട്ട് ഡിറ്റൻഷനിൽ വെക്കാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാണ്ട് 24 അവേഴ്സിന്റെ എക്സീഡ് ചെയ്തുകൊണ്ട് ഒരിക്കലും പോലീസിന് അങ്ങനെ വെക്കാൻ വേണ്ടി പറ്റില്ല. So this ensures that prolonged detention is subject to judicial oversight to prevent unlawful detention. ഇതിന്റെ ഒരു ഇങ്ങനെ നിയമം അങ്ങനെ ആക്കി വെച്ചതിന്റെ ഒരു ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ 24 അവേഴ്സിൽ കൂടുതൽ പോലീസ് കസ്റ്റഡിയിൽ വെക്കുന്ന സമയത്ത് അത് അൺലോഫുൾ ഡിറ്റൻഷൻ ആവും. അങ്ങനെ പോലീസ് ആളുകൾ അന്യായമായിട്ട് തടങ്കലിൽ വെക്കുന്ന ഒരു പ്രവണത ഒഴിവാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ, ഒരു ടൈം റെസ്ട്രിക്ഷൻ ഇതിന് വെച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്തത് 167 എന്താന്ന് പറയുന്നു. അതും ആൻഡ് their പവർ ടു ഇൻവെസ്റ്റിഗേറ്റ് എന്ന് പറഞ്ഞ ഭാഗത്താണ് ആക്ച്വലി CRPCക്ക് അകത്ത് വരുന്നത്. പക്ഷെ നിങ്ങളുടെ സിലബസിന്റെ അകത്ത് ഇത് അറസ്റ്റ് ഓഫ് പേഴ്സൺസ് എന്ന് പറഞ്ഞ ഭാഗത്താണ് ഇത് ആ സിലബസിന്റെ ആ മൊഡ്യൂളിന്റെ അകത്താണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഇത് ആക്ച്വലി ഇത് വരുന്നത് ഇൻഫർമേഷൻ ടു ദ പോലീസ് ആൻഡ് their പവേഴ്സ് ടു ഇൻവെസ്റ്റിഗേറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് വരുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ അത് എവിടെ ഉൾക്കൊള്ളിക്കുന്നുള്ളതല്ല, എന്ത് പറയുന്നു നമുക്ക് നോക്കാം. സെക്ഷൻ 167 പ്രൊസീജിയർ വെൻ ഇൻവെസ്റ്റിഗേഷൻ കനോട്ട് ബി കംപ്ലീറ്റഡ് ഇൻ 24 അവേഴ്സ്. നേരത്തെ നമ്മൾ പറഞ്ഞു 24 അവേഴ്സിൽ പോലീസ് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണം. അപ്പൊ ഞാൻ ഒരു സാഹചര്യം പറഞ്ഞു 24 അവേഴ്സ് കൊണ്ട് ചിലപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയായിക്കൊള്ളുന്നില്ല, ഒരു സാഹചര്യത്തിലും മിക്ക സമയത്തും ആവില്ല. അപ്പൊ എന്ത് ചെയ്യണം, ഇഫ് ഇൻവെസ്റ്റിഗേഷൻ കനോട്ട് ബി കംപ്ലീറ്റഡ് വിത്തിൻ 24 അവേഴ്സ് ഡിറ്റൻഷൻ ലിമിറ്റ് ദ പോലീസ് മസ്റ്റ് പ്രസന്റ് ദ അറസ്റ്റഡ് പേഴ്സൺ. അപ്പോഴും എന്ത് ചെയ്യണം, മസ്റ്റ് പ്രസന്റ് ദ ഓർ പ്രൊഡ്യൂസ് ദ അറസ്റ്റഡ് പേഴ്സൺ ബിഫോർ ദ മജിസ്ട്രേറ്റ്. എന്നിട്ട് എന്ത് ചെയ്യണം, മജിസ്ട്രേറ്റ് ഹാസ് ദി അതോറിറ്റി ടു എക്സ്റ്റെൻഡ് ദ ഡിറ്റൻഷൻ ബട്ട് ഓൺലി ദ മജിസ്ട്രേറ്റ് ഈസ് സാറ്റിസ്ഫൈഡ് ദാറ്റ് ഫർദർ ഡിറ്റൻഷൻ ഈസ് നെസസറി ഫോർ ദ ഇൻവെസ്റ്റിഗേഷൻ. ഫർദർ ഡിറ്റൻഷൻ, പോലീസിന്റെ കസ്റ്റഡി ഇൻവെസ്റ്റിഗേഷന് ഇനിയും ആവശ്യമാണ് എന്ന് മജിസ്ട്രേറ്റിന് ബോധ്യപ്പെടുകയാണെങ്കിൽ മജിസ്ട്രേറ്റിന് എന്ത് ചെയ്യാം, ഡിറ്റൻഷന്റെ പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം ഒരു ഓർഡറിലൂടെ. ആൻഡ് മജിസ്ട്രേറ്റ് മേ ഓതറൈസ് ഡിറ്റൻഷൻ ഇൻ പോലീസ് കസ്റ്റഡി ഫോർ എ പീരീഡ് മാക്സിമം നോട്ട് എക്സീഡിങ് 15 days ആണ്. അപ്പൊ മാക്സിമം ഒരു പോലീസ് കസ്റ്റഡിയിൽ ഒരു പ്രതിയെ വിടുന്നതിന്റെ മാക്സിമം പീരീഡ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്, 15 ദിവസമാണ് എന്നുള്ളതാണ്. അപ്പൊ BNSS പറയുന്നില്ല, അപ്പൊ നമ്മൾ CRPC പറഞ്ഞു പോകുമ്പോൾ ഇതിന്റെ അകത്തൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അത് നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആക്കുന്നില്ല, നിങ്ങൾക്ക് പക്ക ഇതാണ് നിങ്ങളുടെ സിലബസ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് മാത്രം നോക്കി പോവാം. ഓക്കെ, അപ്പൊ 15 ദിവസമാണ് മാക്സിമം പോലീസ് കസ്റ്റഡിയിൽ ഒരാളെ മജിസ്ട്രേറ്റ് വിട്ടുകൊടുക്കുന്നത്. ആൻഡ് 15 ദിവസത്തിന് ശേഷം അയാൾ എന്ത് ചെയ്യും, അയാളെ ബെയിലിന് അയാൾ ജാമ്യത്തിന് അപേക്ഷിച്ചിട്ടുണ്ടാവും. ജാമ്യം കൊടുക്കാവുന്ന രീതിയിൽ മജിസ്ട്രേറ്റിന് ബോധ്യപ്പെടുകയാണെങ്കിൽ അയാളെ ജാമ്യത്തിന് വിടും. അല്ലാന്നുണ്ടെങ്കിൽ ഫർദർ ഡിറ്റൻഷൻ റിക്വയർഡ് ആണ്, അന്വേഷണത്തിന് ഇനിയും അയാളുടെ കസ്റ്റഡി ആവശ്യമാണെന്നുണ്ടെങ്കിൽ പോലീസ് കസ്റ്റഡി കൊടുക്കില്ല. പോലീസ് കസ്റ്റഡി മാക്സിമം 15 ദിവസമേ കൊടുക്കുള്ളൂ. അതിനുശേഷം അയാളെ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും, ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ജുഡീഷ്യൽ കസ്റ്റഡി എന്ന് പറഞ്ഞാൽ ജയില്. ഓക്കെ, ജയില് അയാൾ റിമാൻഡിൽ ആക്കുന്നൊക്കെ പറയുന്നത്, നമ്മൾ റിമാൻഡിൽ വിടും. അതായത് ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് അയാളെ പറഞ്ഞു വിടും. ജുഡീഷ്യൽ കസ്റ്റഡി എന്ന് പറഞ്ഞാൽ ജയില്, റിമാൻഡ് എന്നൊക്കെ പറയുന്ന സംഭവമാണ്. അപ്പൊ അങ്ങോട്ട് അയാളെ ട്രാൻസ്ഫർ ചെയ്യും. ആ സമയത്ത് പോലീസിന് എന്താവാം, അയാളെ അവിടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്തും പോലീസിന് അയാളോട് വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനൊക്കെ പറ്റും. പക്ഷെ പോലീസ് കസ്റ്റഡിയിൽ 15 ദിവസത്തിൽ കൂടുതൽ കൊടുക്കില്ല എന്നുള്ളതാണ്. പിന്നെ സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ പീരിയഡ് ഉണ്ട് കേട്ടോ. അങ്ങനെ മാക്സിമം ഒരാളെ എത്ര കാലം വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെക്കാവുന്നുള്ളതിന് ലിമിറ്റ് ഒക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ അയാൾ ബെയിലിന് അപേക്ഷിക്കുകയാണെങ്കിൽ കേട്ടോ, ബെയിലൊന്നും അയാൾക്ക് വേണ്ടി ആരും ജാമ്യം ഒന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അയാൾ അനന്തമായിട്ട് ആ കേസിന്റെ ട്രയൽ നടന്ന് വിചാരണ ആവണ വരെ അയാൾ ജയിലിൽ കിടക്കും. അല്ലാന്നുണ്ടെങ്കിൽ അയാൾക്ക് ബെയിലിനൊക്കെ ആരെങ്കിലും വരികയാണ്, അയാൾക്ക് വേണ്ടി ബെയില് കോടതിയിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ അയാൾ 10 വർഷം വരെ
ശിക്ഷ 10 വർഷം മുതൽ ലൈഫ് 10 വർഷം ശിക്ഷ മുതൽ ജീവപര്യന്തം അല്ലെങ്കിൽ ഡെത്ത് പെനാൽറ്റി വരെ പണിഷ്മെന്റ് കിട്ടാവുന്ന കുറ്റാണ് ചെയ്തെന്നുണ്ടെങ്കിൽ അയാളുടെ സ്റ്റാറ്റ്യൂട്ടറി ജുഡീഷ്യൽ കസ്റ്റഡി പീരീഡ് എന്ന് പറഞ്ഞാൽ 90 ഡേയ്സ് ആണ്. 90 ഡേയ്സ് കഴിയുമ്പോൾ ബൈ സ്റ്റാറ്റ്യൂട്ട് CRPC എന്ന് പറഞ്ഞ നിയമപ്രകാരം ബൈ സ്റ്റാറ്റ്യൂട്ട് നമ്മൾ അതിന് പറയാം. സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ എന്ന് പറയാം. സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ ഇട്ടാനുള്ള അധികാരമുണ്ട്. അയാൾ ബെയിലിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കേട്ടോ. എപ്പോഴും ബെയിലിന് കൊടുത്തോളണമെന്നില്ല. ബെയിലിന് കൊടുക്കുക, അതായത് ഒരു വ്യക്തി അവളെ ഞാനൊരു ക്രോണോളജിക്കൽ ഓർഡറിൽ പറയാം. അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്തായി, 24 hours മുമ്പിൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി. മജിസ്ട്രേറ്റ് നേരെ അയാളെ റിമാൻഡിൽ വിടുകയാണെങ്കിൽ അയാൾ അന്ന് മുതൽ അയാൾ ജയിലിലേക്കാണ് പോകുന്നത്. അല്ല, പോലീസ് അയാളെ ഫർദർ എവിഡൻസ് എടുക്കാൻ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് അയാളെ പോലീസിന് വേണം എന്ന് പറയുകയാണെങ്കിൽ മാക്സിമം 15 ദിവസം വരെയുള്ള, എപ്പോൾ 15 ദിവസം കൊടുത്തോളുന്നില്ല, 1 മണിക്കൂർ ആവാം, 2 മണിക്കൂർ ആവാം, 2 ദിവസം ആവാം, 4 ദിവസം ആവാം, അങ്ങനെ 15 ദിവസം വരെ മാക്സിമം പോലീസിന് വേണ്ടി അയാളെ വിട്ടുകൊടുക്കും. അത് കഴിഞ്ഞാലും അയാളുടെ കസ്റ്റഡി ആവശ്യമാണെന്ന് മജിസ്ട്രേറ്റിന് തോന്നുകയാണെങ്കിൽ അയാളെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് മാറ്റും. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ അയാൾ എത്ര കാലം തുടരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ 10 വർഷം മുതൽ ലൈഫ് ഇംപ്രിസൺമെന്റ്, ഡെത്ത് പെനാൽറ്റി ഒക്കെ കിട്ടുന്ന ഒഫൻസ് ആണ് അയാൾ ചെയ്തെങ്കിൽ അയാൾ കസ്റ്റഡി പീരീഡ്, ജുഡീഷ്യൽ കസ്റ്റഡി പീരീഡ് 90 ഡേയ്സ് ആണ്. 90 ഡേയ്സ് കഴിയുമ്പോൾ അയാൾക്ക് ഓട്ടോമാറ്റിക്കലി ബെയിലിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ജാമ്യത്തിൽ വിടാവുന്നതാണ്. ഇനി അയാൾ 10 വർഷത്തിൽ താഴെ ശിക്ഷയുള്ള ഒഫൻസ് ആണ് അയാൾ ചെയ്തതെന്നുണ്ടെങ്കിൽ 60 ദിവസമാണ് അയാളുടെ സ്റ്റാറ്റ്യൂട്ടറി കസ്റ്റഡി പീരീഡ് എന്ന് പറഞ്ഞാൽ. 60 ദിവസത്തിന്റെ ഉള്ളിൽ അയാൾക്ക് ബെയിലിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 60 ദിവസം കഴിഞ്ഞാൽ അയാൾ ഓട്ടോമാറ്റിക്കലി അയാൾ ബെയിലിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ബെയിലിന് വിടാൻ വേണ്ടി പറ്റും. പക്ഷെ ചില സാഹചര്യത്തിൽ ആ സ്റ്റാറ്റ്യൂട്ട് മറികടക്കാനുള്ള അധികാരം ആ കോടതിയിലെ മജിസ്ട്രേറ്റിന് ഉണ്ടാവും. അപ്പം അയാള് ബെയിലിൽ വിട്ട് കഴിഞ്ഞാൽ അന്വേഷണത്തെ ബാധിക്കും, അല്ലെങ്കിൽ എവിഡൻസ് നശിപ്പിക്കും, ഇങ്ങനെയുള്ള കാര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 60 ദിവസം 90 ദിവസം എന്ന് പറഞ്ഞ സ്റ്റാറ്റ്യൂട്ടറി പീരീഡ് കഴിഞ്ഞാലും അയാളെ വേണമെങ്കിൽ ജുഡീഷ്യൽ കസ്റ്റഡി, പോലീസ് കസ്റ്റഡി അല്ല, ജുഡീഷ്യൽ കസ്റ്റഡിയിൽ അയാളെ ബെയിൽ കൊടുക്കാണ്ട് നിർത്താറുണ്ട്. ഇപ്പൊ മർഡർ പോലുള്ള സെക്ഷൽ ഒഫൻസുകൾ, റേപ്പ്, പോക്സോ കേസുകൾ, ഇങ്ങനെയുള്ള ഒഫൻസുകളൊക്കെ കമ്മിറ്റ് ചെയ്യുന്ന ആളുകളെ മിക്ക സമയത്തും എന്താണ്, ഈ സ്റ്റാറ്റ്യൂട്ടറി പീരീഡിൽ ചിലപ്പോൾ ബെയിലിന് വിട്ടോളം എന്നില്ല. എപ്പോഴും അല്ല, കോടതിയുടെ ഡിസ്ക്രിപ്ഷൻ ആണ്. ചിലപ്പോൾ ആ ദിവസം കഴിഞ്ഞാലും ചിലപ്പോൾ അയാളെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ അയാൾ മുങ്ങിക്കളയും, അല്ലെങ്കിൽ ട്രയലിനോട് കോടതി കേസിന്റെ ട്രയൽ ആവുമ്പോൾ അയാൾ സഹകരിക്കില്ല എന്നൊക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ അയാൾ ആ ദിവസം കഴിഞ്ഞാലും അയാളെ ട്രയൽ ആവുന്നവരെയൊക്കെ കോടതി തന്നെ, ജയിലിൽ തന്നെ പാർപ്പിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവും. അതൊക്കെ അതിന്റെ എക്സെപ്ഷണൽ ഇതാണ്. ബൈ സ്റ്റാറ്റ്യൂട്ട് ഇങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സോ ഇതൊക്കെയാണ് ഇൻഫർമേഷൻ ടു ദ പോലീസ് ആൻഡ് ദർ പവേഴ്സ് ടു ഇൻവെസ്റ്റിഗേറ്റ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിന്റെ അണ്ടറിൽ വരുന്ന പ്രൊസീജിയർ വെൻ ഇൻവെസ്റ്റിഗേഷൻ കനോട്ട് ബി കംപ്ലീറ്റഡ് ഇൻ 24 hours എന്ന് പറയുന്നത്. 24 hours ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നതിനെ സംബന്ധിച്ച് പറയുന്നത്. ആൻഡ് ദ ഇൻവെസ്റ്റിഗേഷൻ ഈസ് നോട്ട് കംപ്ലീറ്റഡ് ഇൻ 60, നേരത്തെ പറഞ്ഞ പോലെ ഈ 60 ഡേയ്സിലും 90 ഡേയ്സിലും ഒക്കെ കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിലും അറസ്റ്റഡ് പേഴ്സണിന് അപ്പം 60 ഡേയ്സിലും ഇപ്പം 10 years വരെയുള്ള ഒഫൻസ്, പണിഷ്മെന്റ് കിട്ടുന്ന ഒഫൻസ് ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ പോലീസ് ചാർജ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഫൈനൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അന്വേഷണത്തിന്റെ കുറ്റപത്രം നമ്മൾ മലയാളത്തിൽ പറയും. ആ കുറ്റപത്രം സമർപ്പിക്കുക. 10 വർഷം വരെയുള്ള ഒഫൻസ് ആണെങ്കിൽ 60 ദിവസത്തിന്റെ ഉള്ളിൽ സമർപ്പിക്കണമെന്നും, 10 വർഷത്തിൽ കൂടുതൽ ശിക്ഷയുള്ള ഒഫൻസ് ആണ് ചെയ്തതെന്നുണ്ടെങ്കിൽ 90 ദിവസത്തിന്റെ ഉള്ളിൽ അത് കോടതിയിൽ സമർപ്പിക്കണം അന്വേഷണ ഉദ്യോഗസ്ഥർ എന്നാണ് നിയമം. ആ ദിവസത്തിന്റെ ഉള്ളിൽ അപ്പോഴാണ് ആ സമർപ്പിച്ചാൽ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയായി എന്ന് പറയാൻ പറ്റുള്ളൂ. കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ ആ കേസിന്റെ അന്വേഷണം പൂർത്തിയായില്ല എന്നാണ് മനസ്സിലാവുക. അപ്പൊ 60 ദിവസം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ 90 ദിവസത്തിന്റെ ഉള്ളിൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ കുറ്റപത്രം, ചാർജ് ഷീറ്റ്, ഫൈനൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ആയില്ല എന്നർത്ഥം. ഇൻവെസ്റ്റിഗേഷൻ ഈ പറഞ്ഞ ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ അത് പ്രോസിക്യൂഷൻ, വാദിഭാഗത്തിന്റെ അല്ലെങ്കിൽ സർക്കാരിന്റെ അല്ലെങ്കിൽ പോലീസിന്റെ വീഴ്ചയായിട്ട് കണക്കാക്കിക്കൊണ്ട് ആ പ്രതിക്ക് ജാമ്യം കിട്ടാനുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ ഉണ്ട് എന്നാണ് നേരത്തെ നമ്മൾ പറഞ്ഞതിന്റെ സാരം. അയാളെ ബെയിലിൽ റിലീസ് ചെയ്യാൻ പറ്റും. പക്ഷെ ചില സാഹചര്യത്തിൽ അയാളെ വീണ്ടും കസ്റ്റഡിയിൽ വെക്കണം, എക്സ്റ്റൻഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ, മജിസ്ട്രേറ്റിന് അങ്ങനെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ റീസൺ റെക്കോർഡ് ചെയ്തിട്ട് മജിസ്ട്രേറ്റിന് ആ കസ്റ്റഡിയൽ പീരീഡ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അയാളെ ജാമ്യത്തിന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അയാൾ ഒരിക്കലും കിട്ടില്ല, ട്രയലിന് അയാൾ സഹകരിക്കില്ല, എങ്ങനെയൊക്കെയുള്ള സാഹചര്യമാണെങ്കിൽ ആ പറഞ്ഞ 60 അല്ലെങ്കിൽ 90 ദിവസം കഴിഞ്ഞിട്ടും അയാളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെക്കാൻ വേണ്ടി ഉത്തരവിടുക, അല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓർഡർ പുറപ്പെടുവിക്കാനും മജിസ്ട്രേറ്റിന് അധികാരമുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് 24 hours ശേഷം ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ, 24 hours അതിന്റെ മിനിമം പീരീഡ് ആണ്. മാക്സിമം എത്രയാവും, വർഷങ്ങളായിട്ടും തെളിയാത്ത, കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാത്ത കേസുകളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാളെ അനാദിയായിട്ട് ഇങ്ങനെ ജയിലിൽ വെക്കൊന്നുമില്ല, അയാളെ ജാമ്യത്തിനൊക്കെ വിടുന്നതാണ്. വിട്ട് കഴിഞ്ഞാൽ പ്രശ്നമില്ല എന്നുള്ള സാഹചര്യമാണെന്നുണ്ടെങ്കിൽ. അപ്പൊ അതൊക്കെയാണ് ഇവിടെ പറയുന്നത് 167 പറയുന്നത്. ഓക്കെ, ഇനി 151 ആണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു സെക്കൻഡ്. അതൊക്കെ ഓഡിബിൾ അല്ലേ?
ആണല്ലോ അല്ലെ? അപ്പൊ ബാക്കി പറഞ്ഞു. ഓഡിബിൾ ആണല്ലോ. ഓക്കെ. ബാക്കി അടുത്തത് പ്രിവെന്റീവ് ആക്ഷൻ ഓഫ് പോലീസ് എന്ന് പറഞ്ഞ ഒരു ഭാഗത്ത് വരുന്നത്. നിങ്ങളുടെ സിലബസിന്റെ അകത്ത് ഇതും അറസ്റ്റ് ഓഫ് പേഴ്സൺസ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂളിന്റെ അകത്താണ് ഇതിന് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ആക്ച്വലി പ്രിവെന്റീവ് ആക്ഷൻ ഓഫ് പോലീസ് എന്ന് പറഞ്ഞ ഒരു ടൈറ്റിലിന്റെ അകത്താണ് CRPC ഈ സെക്ഷൻ വരുന്നത്. 151 ആണ് സെക്ഷൻ. പറയുന്നത് വെച്ചാൽ അറസ്റ്റ് ടു പ്രിവെന്റ് ദ കമ്മീഷൻ ഓഫ് കോഗ്നിസബിൾ ഒഫൻസ്. അത് കുറ്റം ചെയ്തതിന് ശേഷം അറസ്റ്റ് ചെയ്യുന്ന കാര്യമല്ല. പ്രിവെന്റീവ് ഡിറ്റൻഷൻ ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭരണഘടനയിലൊക്കെ ആർട്ടിക്കിൾ 22 പഠിക്കുന്ന കാര്യമുണ്ടല്ലോ, കരുതൽ തടങ്കൽ നിയമം എന്നൊക്കെ പറയുന്നത്. കറക്റ്റ് അതല്ല, അതിന്റെ ഒരു വേറൊരു വകഭേദമാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം. എന്ന് പറഞ്ഞാൽ ഒരാൾ കുറ്റകൃത്യം ചെയ്തതിന് ശേഷം അയാൾ അറസ്റ്റ് ചെയ്യുന്ന കാര്യമല്ല. ഒരു കൊഗ്നീസബിൾ ആയിട്ടുള്ള ഒഫൻസ് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി അയാളെ മുൻകൂറായിട്ട് അറസ്റ്റ് ചെയ്യുക. കരുതൽ തടങ്കലിന്റെ വേറൊരു വേർഷനാണ്. ഒരാള് ഒരു കുറ്റകൃത്യം ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് തോന്നുന്ന സമയത്ത് ആ കുറ്റകൃത്യം നടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അയാളെ അതിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാളെ മുൻകൂറായിട്ട് അറസ്റ്റ് ചെയ്യുന്ന രീതിയാണ് സെക്ഷൻ 151 പറയുന്ന അറസ്റ്റ് ടു പ്രിവെന്റ് ദ കമ്മീഷൻ ഓഫ് കൊഗ്നിസബിൾ ഒഫൻസ്. അപ്പൊ അവിടെ കൊഗ്നിസബിൾ ഒഫൻസ് സീരിയസ് ആയിട്ടുള്ള ഒരു വലിയൊരു കുറ്റകൃത്യം ഒരാൾ ചെയ്യാൻ സാധ്യത ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ കുറ്റകൃത്യം തടയാൻ വേണ്ടിയിട്ടാണ് പോലീസിന് അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട് എന്ന് 151 പറയുന്നത്. സോ a police officer may arrest a person without a warrant if the police have the knowledge of a design to commit a cognizable offense. ഈ പറയുന്ന വ്യക്തി ഒരു കൊഗ്നീസബിൾ ആയിട്ടുള്ള ഒഫൻസ് ചെയ്യാൻ സാധ്യത ഉണ്ടെന്നുള്ള വിവരം, ഇൻഫോർമേഷൻ, നോളേജ് പോലീസിന് ഉണ്ട്. അത് എങ്ങനെയോ പോലീസ് അറിഞ്ഞു, മനസ്സിലാക്കി. ആ സാഹചര്യത്തിൽ ആ ഒഫൻസ് നടക്കാണ്ടിരിക്കാൻ വേണ്ടി മുൻകൂറായിട്ട് പോലീസിന് ഈ വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വെക്കാവുന്നതാണ്. അപ്പം എന്താണ് ഈ കാപ്പ ലിസ്റ്റ് ഒക്കെ ഉണ്ടാവില്ലേ, ഗുണ്ട ലിസ്റ്റ്, കാപ്പ നിയമങ്ങളിലൊക്കെ പ്രതികളായിട്ടുള്ള ആൾക്കാരൊക്കെ സ്ഥിരമായിട്ട് ഹാബിച്വൽ ഒഫൻഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, സ്ഥിരമായിട്ട് കുറ്റകൃത്യം. അപ്പൊ അവരൊക്കെ എപ്പോഴും പോലീസിന്റെ ഒരു കണ്ണ് അങ്ങനെയുള്ള ആളുകളുടെ മേലെ ഉണ്ടാവും. അപ്പൊ അവരൊക്കെ എന്തെങ്കിലും പ്രൊവോക്കേഷൻ ഉണ്ടായ ഒരു ഒഫൻസ് ഒക്കെ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ അവർ പ്രിവെന്റീവ് ആയിട്ട് അറസ്റ്റ് ചെയ്യും. നോർമലി അങ്ങനെയുള്ള ആളുകളെയാണ് നോർമലി ചെയ്യാറുള്ളത്. എപ്പോഴും അങ്ങനെ ആയിക്കോളം നിർബന്ധമില്ല. സോ ദ അറസ്റ്റ് is justified if it appears that commission of the offense cannot be otherwise prevented. അപ്പൊ ഇതിനെങ്ങനെയോ ഡിഫെൻഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അറസ്റ്റ് ചെയ്തിട്ടില്ല, ഈ വ്യക്തിയെ ഇപ്പൊ അറസ്റ്റ് ചെയ്ത് പോലീസ് കസ്റ്റഡിയിൽ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾ നിർബന്ധമായിട്ടും ഇങ്ങനെ ഒരു ഒഫൻസ് അയാൾ ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പോലീസ് വിശ്വസിക്കുകയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇങ്ങനെ ഈ ഒരു അറസ്റ്റ്, പ്രിവെന്റീവ് അറസ്റ്റ് 151 പ്രകാരം മേക്ക് ചെയ്യുന്നത്. ആൻഡ് അങ്ങനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്തും എ പേഴ്സൺ അറസ്റ്റഡ് അണ്ടർ 151 എന്ന് പറഞ്ഞ സെക്ഷൻ പ്രകാരം ഒരു പേഴ്സൺ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ഹി കനോട്ട് ബി ഡീറ്റെയിൻഡ് ഇൻ കസ്റ്റഡി ഫോർ മോർ ദാൻ 24 hours ഫ്രം ദ ടൈം ഓഫ് അറസ്റ്റ്. അപ്പം ഇങ്ങനെ പ്രിവെന്റീവ് അറസ്റ്റ് ചെയ്തൊക്കെ ആണെങ്കിലും 24 hours കൂടുതൽ പോലീസ് അയാളെ കസ്റ്റഡി വെച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ്. എന്ത് ചെയ്യണം? 24 hours ഉള്ളിൽ അയാളെ എവിടെ ഹാജരാക്കണം? മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കണം എന്നുള്ളത്. ഇവിടെയും എന്താണ് ആ ജേർണി ടൈം ചില സമയത്ത് അങ്ങോട്ടേക്ക് എത്താനുള്ള യാത്രാ സമയം എക്സ്ക്ലൂഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും എന്നുള്ളതാണ്. എന്നിട്ട് മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കി ഫർദർ ഡിറ്റൻഷൻ നെസസറി ആണെന്ന് മജിസ്ട്രേറ്റിന് തോന്നുകയാണെങ്കിൽ ഇറ്റ് മൈറ്റ് ബി മസ്റ്റ് ബി ഓതറൈസ്ഡ് അണ്ടർ ദി അതർ പ്രൊവിഷൻസ് ഓഫ് CRPC ഓർ ബൈ ദ സ്പെഷ്യൽ ഓർഡർ ഫ്രം മജിസ്ട്രേറ്റ്. മജിസ്ട്രേറ്റ് സ്പെഷ്യൽ ഓർഡറിലൂടെ അല്ലെങ്കിൽ CRPC പറയുന്ന ഏതെങ്കിലും പ്രൊവിഷൻ പ്രകാരം അയാളുടെ ഫർദർ ഡിറ്റൻഷൻ ആര് സർട്ടിഫൈ ചെയ്യണം? മജിസ്ട്രേറ്റ് പറയണം, അയാളെ ഫർദർ ആയിട്ട് കസ്റ്റഡിയിൽ വെക്കാം, ഓഫൻസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് മജിസ്ട്രേറ്റിനും കൂടെ ബോധ്യമാവണം. അങ്ങനെയാണെങ്കിലാണ് കണ്ടിന്യൂ ചെയ്ത് പോവുക. അപ്പൊ ഇങ്ങനെ പ്രിവെന്റീവ് ഡിറ്റൻഷൻ പ്രകാരം അല്ലെങ്കിൽ പ്രിവെന്റീവ് അറസ്റ്റ് പ്രകാരം അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും 24 hours മുമ്പിൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണം. മജിസ്ട്രേറ്റ് ആണ് പിന്നെ അയാളുടെ ഭാവി തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് 151 പറയുന്ന കാര്യം. അപ്പൊ ഇത്രയാണ് അറസ്റ്റ് ഓഫ് പേഴ്സൺസ് എന്ന് പറയുന്ന നിങ്ങളുടെ ആ സെക്കൻഡ് മൊഡ്യൂളിന്റെ അകത്ത് നമ്മൾ 41 എന്ന് പറയുന്ന സെക്ഷൻ മുതൽ പറഞ്ഞു വന്നിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ 151, 67, 151 ഒക്കെ വരെയുള്ളതാണ് ആ ഒരു മൊഡ്യൂളിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു മൊഡ്യൂളാണ് സിലബസിൽ പറയുന്ന സമൻസ് ആൻഡ് വാറണ്ട് എന്ന് പറയുന്ന മൊഡ്യൂളാണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സമൻസ് ആൻഡ് വാറണ്ട് ആണ്. അപ്പം ഈ ഒരു ഭാഗത്തിന്റെ അത് ആദ്യം സമൻസ് എന്താണെന്ന് മനസ്സിലാക്കണം, വാറണ്ട് എന്താണെന്ന് മനസ്സിലാക്കണം, പിന്നെ അതിൽ സിലബസിൽ തന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ സമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൻസ് എന്താണ്? ഒരു ലീഗൽ ഓർഡർ അല്ലെങ്കിൽ ഒരു ലീഗൽ ഡോക്യുമെന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം. ദാറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ എ കോർട്ട്.
കോടതി പുറപ്പെടുവിക്കുന്ന ഒരു ലീഗൽ നോട്ടീസ് എന്നൊക്കെ പറയുന്ന ഒരു ഡോക്യുമെന്റ് ആണ് സമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തിനാ സമൻസ് പുറപ്പെടുവിക്കുന്നത്? ബൈ ദാറ്റ് നോട്ടീസ് ഓർ ബൈ ദാറ്റ് ഡോക്യുമെന്റ് ദ കോർട്ട് കമാൻഡ്സ് ആൻ ഇൻഡിവിജ്വൽ ടു അപ്പിയർ ബിഫോർ ദ കോർട്ട് അറ്റ് എ സ്പെസിഫൈഡ് ഡേറ്റ്, സ്പെസിഫൈഡ് ടൈം, അല്ലെ? ഒരു പ്രത്യേക ഡേറ്റിൽ പ്രത്യേക സമയത്ത് കോടതിയുടെ മുമ്പിൽ ഹാജരാവണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതി ഇഷ്യൂ ചെയ്യുന്ന ഒരു നോട്ടീസോ അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റിനെയാണ് സമൻസ് എന്ന് പറയുന്നത്. സോ എന്തിനാണ് ഇങ്ങനെ സമൻസ് പുറപ്പെടുവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ലീഗൽ പ്രൊസീഡിങ്ങിന്റെ ഭാഗമായിട്ട് ആ വ്യക്തിയുടെ, ആർക്കാണോ സമൻസ് അയക്കുന്നത്, ആ വ്യക്തിയുടെ പ്രസൻസ് ആ കേസിന്റെ നടത്തിപ്പിന് ആവശ്യമാണ്. ആ വ്യക്തിയെ ചോദ്യം ചെയ്യണം, അല്ലെങ്കിൽ ആ വ്യക്തിയോട് കയ്യിൽ നിന്ന് തെളിവെടുക്കണം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മൊഴി എടുക്കണം എന്ന് കോടതിക്ക് ബോധ്യം ഉണ്ടാവുന്ന സമയത്താണ് അയാൾ ഒരുപക്ഷെ ആ കേസിലെ വിറ്റ്നസ് ആവാം, ചിലപ്പോൾ പ്രതി തന്നെ ആവാം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളാവാം. അപ്പം അയാളുടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ, സോറി, ഇൻക്വയറിയുടെ ഭാഗമായിട്ട്, ട്രയലിന്റെ ഭാഗമായിട്ട് അയാളെ കോടതിയിലേക്ക് വിളിച്ചു വരുത്താൻ വേണ്ടിയിട്ട് അയക്കുന്ന ആ നോട്ടീസിന്റെ പേരാണ് സമൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു സമൻസിന്റെ അകത്ത് എന്തൊക്കെ ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പുറപ്പെടുവിക്കുന്ന കോടതിയുടെ പേരുണ്ടാവും, ആരൊക്കെ തമ്മിലുള്ള കേസാണ്, ഇപ്പം എക്സ് വേഴ്സസ് വൈ എന്ന് പറയുന്ന രീതിയിലുള്ള, അതിൽ ആരൊക്കെ ഇൻവോൾവ്, ആരൊക്കെ തമ്മിലുള്ള കേസാണെന്നുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവും, ആ കേസിന്റെ നമ്പർ ഉണ്ടാവും, അയാൾ വരേണ്ടുന്ന ഡേറ്റും സമയവും ഉണ്ടാവും, എങ്ങനെ അപ്പിയർ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്പെസിഫിക് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവുന്ന ഒരു നോട്ടീസാണ് സമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പം ആ സമൻസ് ലഭിച്ച വ്യക്തിയെ സംബന്ധിച്ച് എന്താണ്, ആ പറഞ്ഞ സമയത്ത് അതിന് ഫെയിലിയർ ഇല്ലാണ്ട് ആ കോടതിയിൽ ഹാജരാവുക എന്നുള്ളതാണ് അയാൾ ചെയ്യേണ്ടുന്ന കാര്യം. ഇനി ഒരു വ്യക്തിക്ക് സമൻസ് കിട്ടി, കോടതി ഇന്ന ദിവസം ഇന്ന സമയത്ത് കോടതിയിൽ ഹാജരാകാൻ പറഞ്ഞു, അയാൾ പ്രതി ഒന്നല്ല, പ്രതിയാണെങ്കിൽ എന്തായാലും അയാൾ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോകും, പ്രതി ഒന്നല്ല, അയാളൊരു സാക്ഷിയായിരുന്നു, ഫർദർ എവിഡൻസിന് വേണ്ടിയിട്ട് അയാളോട് വരാൻ പറഞ്ഞു. പക്ഷെ അയാൾ ആ സമയത്ത് ഒരു സമൻസ് അയച്ചു വന്നില്ല, ചിലപ്പം അടുത്ത തവണയൊക്കെ സമൻസ് അയക്കുമായിരിക്കും, 1-2 സമൻസ് അയച്ചിട്ട് അയാൾ വന്നില്ല എന്നുണ്ടെങ്കിൽ അയാളാണെങ്കിൽ പോലും അയാൾ എന്ത് ചെയ്യാൻ പറ്റും, സാക്ഷിയാണെങ്കിൽ പോലും അയാളെ അറസ്റ്റ് ചെയ്യാനും, അയാളെ സമൻസ് പാലിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾക്കെതിരെ ഫൈൻ അടപ്പിക്കാനും, മറ്റ് പെനാൽറ്റീസ്, ഇംപ്രിസൺമെന്റ് ഒന്നും കൊടുക്കൂല, ഫൈൻ അടപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അയാൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് അയാൾ നിർബന്ധിതമായിട്ട് അയാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടാവും. ഇത് സമൻസിന്റെ ബേസിക് ആണ്. നമുക്ക് ഈ ബേസിക് നമുക്കത് ഇനിയുള്ള കാര്യങ്ങൾ മനസ്സിലാൻ വേണ്ടി പറഞ്ഞു തന്നതാണ്. സമൻസ് എന്താന്ന് നമുക്ക് പഠിക്കാനില്ല, സമൻസിലെ കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. സമൻസ് ഹൗ സെർവ്ഡ്, എങ്ങനെ സമൻസ്, ഇപ്പൊ സമൻസ് എന്താന്ന് മനസ്സിലായാലേ ഇത് മനസ്സിലാവുള്ളൂ. മനസ്സിലായല്ലോ? അപ്പൊ സമൻസ് ഹൗ സെർവ്ഡ്, എങ്ങനെയാണ് സമൻസ് സെർവ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സമൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, കൊടുക്കേണ്ടത് എന്നാണ് സെക്ഷൻ 62 പറയുന്നത്. അതാണ് നമ്മുടെ ആദ്യത്തെ ടോപ്പിക്. ബൈ സെക്ഷൻ 62 ആരാണ് സമൻസ് കൊടുക്കേണ്ടത്? നോർമലി ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് സമൻസ് കൊടുക്കുക. ഇപ്പൊ ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും, എന്തെങ്കിലും ഒരു ചെറിയ പെറ്റി കേസിലെങ്കിലും നിങ്ങൾ പെട്ടിട്ടുണ്ടെങ്കിൽ അറിയായിരിക്കും, കൂടുതൽ സമൻസ് നമ്മൾ അഡ്രസ്സിൽ വരുന്നതിന് പകരം പോലീസുകാരെ സ്റ്റേഷനിൽ നിന്ന് വിളിക്കും, വാട്സപ്പിൽ അയച്ചു തരും. ഈ ഒരു രീതിയാണ് ഇപ്പൊ കാണുക, അല്ലെ? സ്റ്റേഷനിൽ നിന്ന് അധികം വാട്സപ്പിൽ ഒരു സമൻസിന്റെ ഫോട്ടോ എടുത്ത് അയച്ചു തരും, എന്നിട്ട് ഫോൺ വിളിച്ചിട്ട് പറയും, നിങ്ങൾക്ക് ഇങ്ങനെ കേസിൽ സമൻസ് ഉണ്ടല്ലോ, ഇന്ന ദിവസം നിങ്ങൾ കോടതിയിൽ ഹാജരാവണം, ഞാൻ സമൻസിന്റെ കോപ്പി വാട്സപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറയും. ചിലപ്പം പണ്ടാണെങ്കിൽ മെയിൽ അയക്കുമായിരിക്കും. ബൈ ആക്ച്വൽ പ്രൊവിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരിട്ട് നമ്മുടെ പോസ്റ്റൽ അഡ്രസ്സിൽ അയച്ചു തരണം എന്നുള്ളതാണ്. സമൻസ് അങ്ങനെയാണ് സെർവ് ചെയ്യേണ്ടത്. പക്ഷെ ഇപ്പൊ കണ്ടുവരുന്ന, ഇപ്പൊ ഇങ്ങനെ സോഷ്യൽ മീഡിയ ഡിജിറ്റൽ ഒരു രീതി വന്നപ്പം ഇങ്ങനെ കുറച്ചും കൂടെ നമ്മൾ ഫോണൊന്നും എടുക്കുന്നില്ല, വാട്സപ്പിലൊന്നും അവൈലബിൾ അല്ല എന്നുള്ള സാഹചര്യത്തിലാണ് നമ്മൾ ബന്ധപ്പെടാൻ പറ്റില്ലെങ്കിൽ പോലീസ് എന്തായാലും നേരിട്ട് അയക്കും, സെർവ് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ സമൻസ് സെർവ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം എപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥനാണ്. പോലീസ് ഉദ്യോഗസ്ഥനല്ല എന്നുണ്ടെങ്കിൽ, പോലീസ് ഉദ്യോഗസ്ഥൻ അവൈലബിൾ അല്ലാത്ത സാഹചര്യമാണ് എന്നുണ്ടെങ്കിൽ കോടതി എന്താക്കും, മറ്റേതെങ്കിലും ഓഫീസറിനെ ഓതറൈസ് ചെയ്യും. അങ്ങനെ കോടതി ഓതറൈസ് ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓഫീസർ, ദേ ഹാവ് ദി ഡ്യൂട്ടി ടു സെർവ് സമൻസ്, അവരാണ് സമൻസ് സെർവ് ചെയ്യേണ്ടത്. Summons shall be served personally on the person summoned by delivering to him one copy of the summons. Summons എപ്പോഴും 2 കോപ്പി ആയിട്ടാണ് എടുക്കുക എന്ന് പറഞ്ഞാൽ, അതിന് ഒരു പേപ്പറും അതിന്റെ മറ്റ് ഒരു കോപ്പി ഷീറ്റ്, അല്ലെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയാൻ പറ്റും, അങ്ങനെ 2 ഷീറ്റിലായിട്ടാണ് എപ്പോഴും സമൻസ് ഉണ്ടാവുക. അതിൽ ഒരു ഷീറ്റ് എപ്പോഴും എന്തായിരിക്കണം, അതിൽ ഒരു കോപ്പി, ഒരു ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ ഒറിജിനൽ ഏതോ ഒരു കോപ്പി, എപ്പോഴും ആ ഒരു കോപ്പിയാണ് ഈ സമൻസ് ആർക്കാണോ അയക്കേണ്ടത് ആ വ്യക്തിക്ക് അയച്ചു കൊടുക്കുന്നത്, അയാൾക്ക് സെർവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. എന്നിട്ട് എന്ത് ചെയ്യും, സെർവിംഗ് ഓഫീസർ മസ്റ്റ് ഒബ്റ്റെയിൻ ദ സിഗ്നേച്ചർ ഓഫ് ദ പേഴ്സൺ റിസീവിംഗ് ദ സമൻസ് ഓൺ ദ ഒറിജിനൽ കോപ്പി ആസ് ആൻ അക്നോളജ്മെന്റ് ഓഫ് റെസിപ്റ്റ്. 2 കോപ്പി ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ, ഒരു കോപ്പി ആർക്ക് കൊടുക്കും, ആ സമൻസ് ഇഷ്യൂ ചെയ്യപ്പെടുന്ന ആ വ്യക്തിക്ക് പോലീസുകാരത് നേരിട്ട് കൊടുക്കണം എന്നുള്ളതാണ്. നേരിട്ട് അവൈലബിൾ അല്ലെങ്കിൽ പോസ്റ്റൽ കൊടുക്കാം, അങ്ങനെയുള്ള പല സാഹചര്യങ്ങളുണ്ട്. നേരിട്ട് കൊടുക്കുന്ന സാഹചര്യമാണ് ഇവിടെ പറയുന്നത്. നേരിട്ട് കൊടുക്കുന്ന സമയത്ത് നേരിട്ടൊരു കോപ്പി കൊടുക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യണം, പോലീസ് ഓഫീസർ
ഒറിജിനൽ കോപ്പി, ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു കോപ്പി കൊടുക്കുന്നു, അതിന്റെ മറ്റേ കോപ്പി അതായത് ഒറിജിനൽ കോപ്പി എന്ന് കണക്കാക്കാൻ പറ്റുന്ന കോപ്പിക്കകത്ത് ഒപ്പിടിച്ച് മേടിക്കുന്നു. അപ്പം സമൻസ് സെർവ് ആ കോപ്പി അയാൾ എവിടെ കൊടുക്കുന്നു, പോലീസ് ഉദ്യോഗസ്ഥൻ ഒപ്പിട്ട് മേടിച്ച കോപ്പി കോടതിയിൽ സമർപ്പിക്കുന്നു. അതോടുകൂടി കോടതിക്ക് തെളിവായി ഇയാൾക്ക് ഇന്ന ദിവസം വരണം എന്നുള്ള സമൻസ് അയാൾ റിസീവ് ചെയ്തിട്ടുണ്ട്, അയാൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കോടതിക്ക് ബോധ്യമാവുന്ന അങ്ങനെയാണ്. അപ്പൊ അതിനാണ് ആ രീതി പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് സമൻസ് സെർവ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. വേറെ പല രീതികളും പറയുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ സിലബസിൽ ഇപ്പൊ ഈ ഒരു രീതി പറയുന്ന ഈ സെക്ഷൻ 62 മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. പിന്നെ സർവീസ് വെൻ പേഴ്സൺ സമ്മൺഡ് കനോട്ട് ബി ഫൗണ്ട്, ഈ സമൻസ് ഇഷ്യൂ ചെയ്യപ്പെടുന്ന വ്യക്തിയെ കാണാനില്ല അല്ലെങ്കിൽ അയാൾ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ആർക്ക് സമൻസ് കൊടുക്കണം എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയുന്നത്. അപ്പം ഇങ്ങനെ സമൻസ് കൊടുക്കപ്പെടേണ്ടുന്ന വ്യക്തിയെ എന്ന് പറഞ്ഞാൽ സാക്ഷിയോ അല്ലെങ്കിൽ പ്രതിയോ അങ്ങനെയുള്ള വ്യക്തിയെ അയാളെ യൂഷ്വൽ റെസിഡൻസ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒരു പെർമനന്റ് അഡ്രസ് ഉണ്ടാവും. ഏതെങ്കിലും അഡ്രസ്സിൽ പോയി അയാളെ തപ്പിയിട്ട് അയാളെ കാണാനില്ല എന്ന് പറയല്ല, കാരണം അയാളുടെ ഒരു പെർമനന്റ് അഡ്രസ് ഉണ്ടാവും, യൂഷ്വൽ അഡ്രസ് ഉണ്ടാവും, റെസിഡൻസ് അഡ്രസ് ഓഫ് റെസിഡൻസ്, അവിടെ പോയി അന്വേഷിക്കുക. അവിടെ അയാളെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സമൻസ് എന്ത് ചെയ്യണം, അയാളുടെ ആ വീട്ടിലുള്ള അയാളുടെ ഫാമിലി മെമ്പർ ആയിട്ടുള്ള അയാൾ ആ വീട്ടിൽ അയാളുടെ കൂടെ താമസിക്കുന്ന അയാൾ അവിടെ ഇല്ല, അയാൾ വേറെ എവിടെയോ ആണ്, അപ്പൊ അയാളെ കാണാൻ എത്ര ശ്രമിച്ചിട്ടും പോലീസിന് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാളുടെ വീട്ടിൽ അയാളുടെ കൂടെ താമസിക്കുന്ന ആ വീട്ടിലൊരു അഡൾട്ട് മെയിൽ മെമ്പർ എന്നാട്ടോ പറയുന്നത്, ഓർമ്മ ഉണ്ടാവണം. ഇനി അഡൾട്ട് അല്ല, അഡൾട്ട് മെയിൽ മെമ്പറിന് സെർവ് ചെയ്യണം എന്ന് പറയുന്നു. ആൻഡ് ദ പേഴ്സൺ വിത്ത് whom the summons is so left shall, if so required by the serving officer, sign a receipt therefore on the back of the other duplicate. 2 കോപ്പി ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ, അപ്പം നേരിട്ട് കൊടുക്കുകയാണെങ്കിലും ഒറിജിനൽ കോപ്പിയിൽ ഒപ്പിട്ട് അക്നോളജ്മെന്റ് മേടിക്കണം. അല്ലാതെ ഫാമിലി മെമ്പറിൽ അഡൾട്ട് മെമ്പറിന് സെർവ് ചെയ്യുകയാണെങ്കിലും ഒരു കോപ്പി അഡൾട്ട് മെമ്പറിന് കൊടുത്തിട്ട് പറയണം ഇത് ആ ആൾക്ക് കൊടുക്കണം എന്ന് അയാളെ ഏൽപ്പിക്കുന്നു. എന്നിട്ട് അയാൾ അത് റിസീവ് ചെയ്തു എന്നുള്ളതിന്റെ തെളിവിന് മറ്റേ പോലീസുകാരന്റെ കയ്യിലുള്ള കോടതി കൊടുക്കാനുള്ള കോപ്പി ഉണ്ടല്ലോ, ആ കോപ്പിയിലെ പോലീസുകാരന് ആ സ്വീകരിച്ച അഡൾട്ട് മെമ്പറിനോട് സൈൻ ചെയ്ത് മേടിക്കും, ഒരു അക്നോളജ്മെന്റ് ആയിട്ട് മേടിക്കും എന്നുള്ളതാണ്. ആൻഡ് പിന്നെ വേറൊരു കാര്യം ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, എ സെർവന്റ് ഈസ് നോട്ട് എ മെമ്പർ ഓഫ് ദ ഫാമിലി വിത്തിൻ ദ മീനിങ് ഓഫ് ദിസ് സെക്ഷൻ. അപ്പം ഒരു ഫാമിലി അഡൾട്ട് മെമ്പറിന് കൊടുക്കുന്ന ആ വീട്ടിലെ ജോലിക്കാരനാണ് എന്നുണ്ടെങ്കിൽ അയാൾക്ക് സെർവ് ചെയ്ത് കഴിഞ്ഞാൽ സമൻസ് സെർവ് ചെയ്തതായിട്ട് കണക്കാക്കില്ല. അത് സെർവന്റ് ഒരിക്കലും ഫാമിലി മെമ്പർ ആയിട്ട് അയാൾ അവിടെ താമസിക്കുന്നതാണെങ്കിലും ഫാമിലി മെമ്പർ ആയിട്ട് കൺസിഡർ ചെയ്യില്ല എന്ന് 64 സെക്ഷനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ മേജർ എന്ന് അഡൾട്ട് മെയിൽ എന്നാ പറയുന്നത്. അപ്പൊ അഡൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ എന്ന് മനസ്സിലാക്കണം, 18 വയസ്സിന് മേലുള്ള ആളായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഒരു മൈനറിന് സമൻസ് സെർവ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രോപ്പർ ആയിട്ടുള്ള സർവീസ് ഓഫ് സമൻസ് ആയിട്ട് കണക്കാക്കില്ല എന്നുള്ള കാര്യമൊക്കെ ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെയാണ് സർവീസ് വെൻ പേഴ്സൺസ് സമ്മൺഡ് കനോട്ട് ബി ഫൗണ്ട്, അയാളുടെ റെസിഡൻസിൽ അയാളെ ഫൗണ്ട് ചെയ്തില്ലെങ്കിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ സെക്ഷൻ 64 പറയുന്നത്. ഇനി 66 പറയുന്നത് സർവീസ് ഓൺ സമൻസ് ഓഫ് സർവീസ് ഓൺ ഗവൺമെന്റ് സെർവന്റ്. ഇപ്പൊ സമൻസ് കൊടുക്കേണ്ടുന്ന ആള് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമുക്കറിയാം ഗവൺമെന്റ് ആശുപത്രിയിൽ ഒരു ഡോക്ടർ ഒരു എക്സാമിനേഷൻ നടത്തി, ആ കേസിന്റെ ട്രയലിന് ചിലപ്പം ആ വൂണ്ട് സർട്ടിഫിക്കറ്റ് കൊടുത്തത് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത ആ ഡോക്ടർ ആയിരിക്കും. അപ്പൊ ആ ഡോക്ടറെയും എന്ത് ചെയ്യണം, കോടതിയിൽ വിറ്റ്നസ് സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി കോടതി വിളിക്കും, എവിഡൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അയാളും ഹാജരാവണം. അപ്പൊ ആ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഓഫീസിലെ ഡോക്ടർമാരാണല്ലോ ഇത് ചെയ്യുന്നത്, ആശുപത്രിയിലെ. അപ്പൊ ഡോക്ടർ ആവണമെന്നില്ല, ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. അങ്ങനെയുള്ള ഏതെങ്കിലും ഗവൺമെന്റ് സെർവന്റ് ഏതെങ്കിലും കേസുകളുടെ ഭാഗമായിട്ട് കോടതിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് നേരിട്ടല്ല സമൻസ് കൊടുക്കുന്നത്, അതിലൊരു മാറ്റമുണ്ട്. When the person summoned is works with the government service, the court issuing the summons shall ordinarily send it to duplicate to the head of the office. അപ്പൊ അയാൾക്ക് കൊടുക്കാനുള്ള ആ സമൻസ് ആർക്കാ കൊടുക്കുന്നത്, ആ ഹെഡ് ഓഫ് ദി ഓഫീസ് എന്ന് പറഞ്ഞാൽ അയാൾ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ തലവൻ ആരാണോ ആ ഡിപ്പാർട്ട്മെന്റ് തലവനാണ് ആ സമൻസ് കൊടുക്കുന്നത്, അയാൾക്ക് നേരിട്ടല്ല കൊടുക്കുന്നത്. അപ്പൊ ആ തലവൻ പിന്നെ എന്ത് ചെയ്യണം, ആ സമൻസ് ആർക്ക് ഹാൻഡ് ഓവർ ചെയ്യണം, യഥാർത്ഥത്തിൽ ആർക്കാണോ ആ സമൻസ് കിട്ടേണ്ടത് അയാളെ കീഴിൽ ജോലി ചെയ്യുന്ന ആ ഉദ്യോഗസ്ഥന് ഹാൻഡ് ഓവർ ചെയ്യണം. So, the head of the office must ensure that the summons is properly served to the person concerned in the manner provided in section 62. 62 പറഞ്ഞ എങ്ങനെ സെർവ് ചെയ്യണം എന്ന് പറയുന്നു. എന്ന് പറഞ്ഞ ഒരു കോപ്പി അയാൾക്ക് കൊടുക്കണം, മറ്റേ കോപ്പിയിൽ ഒപ്പിട്ട് മേടിച്ചിട്ട് കോടതിയിലേക്ക് റിട്ടേൺ അയക്കണം എന്ന് പറയുന്നു. അപ്പൊ അതുപോലെ 2 കോപ്പി കൊടുക്കും, ഒരു കോപ്പി ആ ഉദ്യോഗസ്ഥൻ ആർക്ക് കൊടുക്കണം, അയാളുടെ കീ ഉദ്യോഗസ്ഥൻ ആരാണോ കോടതിയിൽ ഹാജരാണ്ട് അയാൾക്ക് കൊടുക്കും, മറ്റേ കോപ്പിയിൽ അയാളോട് സൈൻ ചെയ്ത് മേടിച്ചിട്ട് അല്ലെങ്കിൽ സൈൻ ചെയ്തിട്ട് കോടതിയിലേക്ക് അയക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ അത് പോലീസ് ചെയ്യുന്ന ആ ജോലി അവിടെ ആര് ചെയ്യുന്നു, ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥൻ ചെയ്യുന്നു. അപ്പൊ അയാൾ ത്രൂ ആണ് ഒരു ഗവൺമെന്റ് സെർവന്റിന് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ത്രൂ ആണ് അയാളുടെ താഴെയുള്ള ഒരു
എംപ്ലോയി ആയിട്ടുള്ള ഒരാൾക്ക് സമൻസ് സെർവ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് സെക്ഷൻ 66 പറയുന്നത്. അപ്പൊ ഇത്രയാണ് സമൻസുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ. 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഈ വാറണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പം ഇതിനകത്ത് വാറണ്ട്, പല ടൈപ്പ് വാറണ്ട് ഉണ്ട്. വാറണ്ട്, സെർച്ച് വാറണ്ട് ഉണ്ടാവും, അറസ്റ്റ് വാറണ്ട് ഉണ്ട്, അങ്ങനെ പല വാറണ്ടുകളും ഉണ്ട്. നമുക്കിവിടെ പഠിക്കാനുള്ളത് വാറണ്ട് ഓഫ് അറസ്റ്റ് ആണ്. അറസ്റ്റ് വാറണ്ട് ആണ്. അറസ്റ്റ് വാറണ്ട് മേക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ എന്താണ് വാറണ്ട് എന്ന് ആദ്യം മനസ്സിലായാലേ നമുക്ക് ഈ പ്രൊവിഷൻസ്, ഇനി പറയാൻ പോകുന്ന പ്രൊവിഷൻസ് മനസ്സിലാകത്തുള്ളൂ. അപ്പൊ വാറണ്ട് എന്താണ്? അപ്പൊ വാറണ്ട് ഓഫ് അറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൻസ് പറഞ്ഞ പോലെ ദാറ്റ്സ് എ ഡോക്യുമെന്റ് ഇഷ്യൂഡ് ബൈ എ കോർട്ട് ഓർ മജിസ്ട്രേറ്റ്. ഒരു ക്രിമിനൽ കോടതിയാണ് എപ്പോഴും വാറണ്ട് ഓഫ് അറസ്റ്റ് പുറപ്പെടുവിക്കുന്നത്. അപ്പം വാറണ്ട് ഓഫ് അറസ്റ്റ് ഇഷ്യൂഡ് ബൈ എ കോർട്ട് ഓർ മജിസ്ട്രേറ്റ് എന്തിനാ ഇഷ്യൂ ചെയ്യുന്നത്? ടു അറസ്റ്റ് എ സ്പെസിഫിക് പേഴ്സൺ. ഒരു സ്പെസിഫിക് വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു നോൺ കോഗ്നിസബിൾ ഒഫൻസ് ചെയ്യുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനാണ് നോർമൽ കേസിൽ യൂഷ്വലി ഈ വാറണ്ട് പുറപ്പെടുവിക്കുന്നത്. കാരണം കോഗ്നിസബിൾ കേസിന് വാറണ്ടിന്റെ ആവശ്യമില്ലല്ലോ. നോൺ കോഗ്നിസബിൾ കേസിൽ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോടതി, സ്പെസിഫിക് പേഴ്സൺ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി കോടതി ഇഷ്യൂ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് വാറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇറ്റ് ഈസ് ടിപ്പിക്കലി ഇഷ്യൂഡ് വെൻ ദർ ഈസ് റീസണബിൾ ബിലീഫ് ദാറ്റ് പേഴ്സൺ ഹാസ് കമ്മിറ്റഡ് എ ക്രൈം ഓർ വെൻ ദേ ഹാവ് ഫെയിൽഡ് ടു അപ്പിയർ ഇൻ കോർട്ട് ആഫ്റ്റർ ബീങ് സമ്മൺഡ്. അല്ലെങ്കിൽ കുറെ പ്രാവശ്യമായിട്ട് കോടതി വിളിക്കുന്നു, അയാൾ കോടതി വരുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ പ്രതിയായിരിക്കാം, അയാള് ജാമ്യമൊക്കെ എടുത്ത് പോയി, പക്ഷെ അയാൾ പിന്നെ പ്രൊസീഡിങ്സിൽ ട്രയലിന്റെ സമയത്തൊന്നും ഇയാൾ കോടതി വരുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്താവും? അയാളെ ബെയില് ക്യാൻസൽ ചെയ്തിട്ട് അയാളെ വീണ്ടും വാറണ്ട് ആവും. ഇപ്പൊ നമ്മൾ NBW ഇഷ്യൂ ചെയ്യാന്നൊക്കെ പറയും, നോൺ ബെയിലബിൾ വാറണ്ട് ഇഷ്യൂ എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ ഒരു പ്രതി, ഒരു ഉദാഹരണം പറഞ്ഞുതരാം, ഒരാളൊരു കേസിലെ പ്രതിയായി, അപ്പൊ അയാൾക്ക് സ്റ്റേഷൻ ബെയിൽ കിട്ടാവുന്ന കുറ്റം തന്നെ, അപ്പൊ അയാൾക്ക് സ്റ്റേഷൻ ബെയിൽ കൊടുത്തു. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ അയാൾ റിമാൻഡിൽ പോയി അയാൾ കുറച്ച് ദിവസമൊക്കെ ജയിലിൽ കിടന്ന് അയാൾക്ക് ബെയിൽ കിട്ടി, എങ്ങനെയാണെങ്കിൽ അയാൾ ബെയിൽ റിലീസ്ഡ് ആണ്. ബെയിൽ കിട്ടിയെന്ന് കരുതി കേസ് അവിടെ തീരുന്നില്ലല്ലോ. കേസ് പിന്നെ വർഷങ്ങൾ എടുക്കും. കേസിന്റെ ട്രയൽ സ്റ്റേജ് എത്തി, ട്രയലൊക്കെ നടക്കുവാണ്. അപ്പൊ ഇയാളുടെ പ്രസൻസ് ചാർജ് വായിക്കണമെങ്കിലും ട്രയൽ നടക്കണമെങ്കിലും ചാർജിങ് ഓഫ് ഫ്രെയിംസ് ആണെങ്കിലും ട്രയൽ നടക്കണമെങ്കിലും ഒക്കെ ഈ അക്യൂസ്ഡ് കോടതിയിൽ വേണം. പക്ഷെ അയാൾ കോടതിയിൽ വരുന്നില്ല, അയാൾ ബെയിൽ എടുത്ത് അയാൾ മുങ്ങി. സ്വാഭാവികമായിട്ട് എന്താവും? പിന്നെ അയാളെ സമൻസ് ആണ് ആദ്യം അയക്കുക. സമൻസ് അയച്ച് അയാളോട് വരാൻ പറയുക, അയാൾ വന്നില്ല എന്നുണ്ടെങ്കിൽ എന്താവും? സ്വാഭാവികമായിട്ട് അയാളെ ബെയിൽ ക്യാൻസൽ ചെയ്യും. അയാൾക്ക് കൊടുത്ത ബെയിൽ ക്യാൻസൽ ചെയ്ത് അയാളെ വാറണ്ട് ഇഷ്യൂ ചെയ്തിട്ട് അയാളെ കോടതിയുടെ മുമ്പിൽ ഹാജരാക്കും. എന്നിട്ട് അയാളെ റിമാൻഡിൽ വിടും വീണ്ടും. മനസ്സിലായോ? അപ്പൊ അങ്ങനെ, അതായത് രണ്ട് സാഹചര്യം പറഞ്ഞു. ഒന്നൊരാളൊരു ഒഫൻസ് ചെയ്തു എന്ന് ബോധ്യമാവുന്ന സമയത്ത് മജിസ്ട്രേറ്റ് തന്നെ ഒരു വാറണ്ട് ഇഷ്യൂ ചെയ്തിട്ട് അയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയും. അതായത് നേരത്തെ പറഞ്ഞു കോഗ്നിസബിൾ അല്ലാത്ത കേസുകൾക്കകത്ത്, നോൺ കോഗ്നിസബിൾ കേസ് ചെയ്യുന്ന സമയത്ത്, ഒഫൻസ് ചെയ്യുന്ന സമയത്ത്. രണ്ടാമതായിട്ട് ഓൾറെഡി എന്താണ്, അയാള് ബെയിലൊക്കെ ഉള്ള ഒരാളാണ്, പക്ഷെ അയാൾ കോടതിയിൽ അപ്പിയർ ചെയ്യുന്നതിന്റെ അകത്ത് വിമുഖത കാണിക്കുകയാണ്, അയാൾ കോടതിയിൽ അപ്പിയർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, അയാൾ പ്രതിയായിട്ടുള്ള കേസിൽ അയാൾ അപ്പിയർ ചെയ്യണം നിർബന്ധമാണെന്നുണ്ടെങ്കിൽ അയാളെ ബെയിൽ ക്യാൻസൽ ചെയ്ത് അയാളെ വാറണ്ട് ഇഷ്യൂ ചെയ്യും, അയാളെ കോടതിയിൽ കൊണ്ടുവരും, അറസ്റ്റ് ചെയ്യും. ചില സമയത്ത് അയാളെ കസ്റ്റഡി എന്ന് പറഞ്ഞാൽ അയാളെ ജയിലിലേക്ക് വിടേണ്ട സാഹചര്യം ഇല്ലാന്നുണ്ടെങ്കിൽ അയാളെ പ്രസന്റ് ആയി കഴിഞ്ഞാൽ അയാളെ നോൺ ബെയിലബിൾ വാറണ്ട് കോൾ ചെയ്തിട്ട് തിരികെ വിളിച്ചിട്ട് റീകോൾ ചെയ്തിട്ട് അയാളെ പിന്നെ വീണ്ടും റിലീസ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും. അതൊക്കെ ഒഫൻസിന്റെ നേച്ചർ പോലെ. ചിലപ്പോൾ അയാളെ ഇനി അയാളെ ബെയിൽ വിട്ട് കഴിഞ്ഞാൽ അയാള് ഒട്ടും സഹകരിക്കില്ല എന്ന് ബോധ്യമാണെങ്കിൽ അയാളെ ബെയിൽ അങ്ങ് ക്യാൻസൽ ചെയ്തിട്ട് അയാളെ ജയിലിടാനുള്ള സാഹചര്യവും ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലാണ് വാറണ്ട് പുറപ്പെടുവിക്കുന്നത്. അപ്പം നോർമലി നമ്മൾ ഓർക്കുക, ഒരു നോൺ കോഗ്നിസബിൾ ഒഫൻസ് ചെയ്യുന്ന സമയത്താണ് വാറണ്ട് ഇഷ്യൂ ചെയ്യുക, അല്ലെങ്കിൽ കോടതിയായിട്ട് സഹകരിക്കാണ്ടിരിക്കുമ്പോഴാണ് ഒരാൾക്കെതിരെ വാറണ്ട് വരുന്നത്. സോ വാറണ്ടിന്റെ അകത്ത് എന്തൊക്കെ ഉണ്ടാവും? ഒരാൾ വാറണ്ട് സ്വീകരിക്കുമ്പോൾ അയാൾ എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഗ്രൗണ്ടും അതിന്റെ കാര്യങ്ങളും അയാളുടെ ഒഫൻസും അങ്ങനെയുള്ള ക്രൈമിനെ പറ്റിയുള്ള ഡീറ്റെയിലും അതിന്റെ എല്ലാ കാര്യങ്ങളും ആ വാറണ്ടിന്റെ അകത്ത് ഉണ്ടാവും. പിന്നെ വാറണ്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തിനാണ് അറസ്റ്റ് ചെയ്യണമെന്ന് ചോദിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാവില്ല. എല്ലാ ഡീറ്റെയിലും ആ വാറണ്ടിന്റെ അകത്ത് ഉണ്ടാവും എന്നുള്ളതാണ്. And the police officer executing the warrant must inform the person of the warrant and the charges against him and must show the warrant if requested. Normally warrant കാണിച്ചു കൊടുക്കാൻ ഹാൻഡ് ഓവർ കാണിച്ചു കൊടുക്കുന്നതാണ്. ഇപ്പൊ കാണിച്ചു കൊടുക്കാത്ത സാഹചര്യമാണ് എന്നുണ്ടെങ്കിൽ അയാളോട് ഇൻഫോം ചെയ്യണം എന്താണ് വാറണ്ടിലുള്ള കണ്ടന്റ്, എന്ത് ചാർജ് ആണുള്ളത് എന്നുള്ളത്. നോർമലി എന്ത് ചെയ്യാറുണ്ട്? വാറണ്ട് കാണിച്ചു കൊടുക്കും എന്നുള്ളതാണ്. അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ അതിലുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കേണ്ടതും ആയിട്ടുണ്ട്. അപ്പൊ ഇതാണ് വാറണ്ട് എന്താന്നുള്ളതിന്റെ ബേസിക്. ഇനി നമുക്ക് പഠിക്കാനുള്ള കാര്യത്തിലേക്ക് പോകാം. ഇത് പറഞ്ഞാൽ അത് മനസ്സിലാവുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് നമുക്ക് പഠിക്കാനുള്ളത് വാറന്റ്സ് ടു വൂം ഡയറക്റ്റഡ്. ആർക്കാണ് വാറണ്ട് ഡയറക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്.
സെക്ഷൻ 72 ആണ്. വാറണ്ട് ഓഫ് അറസ്റ്റ്. വാറണ്ട് ഓഫ് അറസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് കേട്ടോ. പല ടൈപ്പ് വാറണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അറസ്റ്റ് വാറണ്ടിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. വാറണ്ട്സ് ടു ഹൂം ഡയറക്റ്റഡ്. ആർക്കാണ് ഒരു വാറണ്ട് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. വാറണ്ട് ഓഫ് അറസ്റ്റ് ഷാൾ ഓർഡിനറിലി ബി ഡയറക്റ്റഡ് ടു വൺ ഓർ മോർ പോലീസ് ഓഫീസേഴ്സ്. പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് വാറണ്ട്. വാറണ്ട് വാറണ്ടോട് കൂടി അറസ്റ്റ് മേക്ക് ചെയ്യുന്നത് വേറെ വ്യക്തികളാണെങ്കിലും വാറണ്ട് ഇഷ്യൂ ചെയ്യേണ്ടത്, ഡയറക്റ്റ് ചെയ്യേണ്ടത് എപ്പോഴും പോലീസ്, അസൈൻ ചെയ്ത് കൊടുക്കേണ്ടത് എപ്പോഴും ആർക്കാണ്? പോലീസുകാർക്കാണ് വാറണ്ട് അസൈൻ ചെയ്ത് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത് പോലീസുകാർക്കാണ്. ചിലപ്പോൾ ഒരു ഉദ്യോഗസ്ഥനാവാം, ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ഉദ്യോഗസ്ഥനും ഡയറക്റ്റ് ചെയ്ത് കൊടുക്കാം. സോ ഇറ്റ് ക്യാൻ ഓൾസോ ബി ഡയറക്റ്റഡ് ടു എനി അതർ പേഴ്സൺസ്. പക്ഷേ ഓർഡിനറിലി ഇങ്ങനെയാണെങ്കിലും ചില സാഹചര്യത്തിൽ വാറണ്ട് ആരെ പേരിലും ആർക്കും ഡയറക്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. പോലീസ് അല്ലാത്ത മറ്റ് അതർ പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ കോർട്ട് ഓഫീസേഴ്സ് ആയിട്ടുള്ള, കോടതിയിൽ ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ മറ്റ് പബ്ലിക് സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള മറ്റ് അതർ പേഴ്സൺസിനും വാറണ്ട് അവരുടെ അഡ്രസ്സിലും വാറണ്ട് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. എങ്ങനെയാണെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരൊന്നും അവൈലബിൾ അല്ല, എന്നാൽ ഇയാളെ ഉടനെ തന്നെ കസ്റ്റഡിയിലെടുത്ത് വാറണ്ട് കാണിച്ച് ഇയാളെ ഉടനെ തന്നെ റിമാൻഡിലാക്കി അല്ലെങ്കിൽ കസ്റ്റഡിയിലാക്കി കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യണം. ഇമീഡിയറ്റ് എക്സിക്യൂഷൻ, വാറണ്ടിന്റെ ഇമീഡിയറ്റ് എക്സിക്യൂഷൻ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ, പോലീസ് ഉദ്യോഗസ്ഥനെ കാത്തിക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ അവിടെ മറ്റുള്ള ആളുകൾക്കും വാറണ്ട് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ വാറണ്ട് കിട്ടുന്ന ഉദ്യോഗസ്ഥനാണ് ഈ വാറണ്ട് വെച്ചിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടത്. So, if the court deems it appropriate, warrant may be directed to generally to all police officer, enabling any officer to execute it. ചിലപ്പോൾ ഒരു ഉദ്യോഗസ്ഥനായിരിക്കും കൊടുക്കുക, അയാളുടെ പേരുണ്ടാവും. വാറണ്ട് ഈസ് ഇഷ്യൂഡ് ഡയറക്റ്റഡ് ടു ദിസ് ഓഫീസർ ടു അറസ്റ്റ് ദിസ് പേഴ്സൺ, അല്ലെങ്കിൽ മോർ പോലീസ് ഉദ്യോഗസ്ഥർ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപാട് ആ ജൂറിസ്ഡിക്ഷനിലുള്ള പോലീസ് സ്റ്റേഷനിലുള്ള മൊത്തം പോലീസുകാരുടെ പേരിലും ഓൾ പോലീസ് ഉദ്യോഗസ്ഥന്റെ പേരിലും ചിലപ്പോൾ വാറണ്ട് ഡയറക്റ്റ് ചെയ്യാം. അതിൽ എല്ലാവരും ചെയ്യണം എന്നില്ല, അതിൽ ഒരാൾ ചെയ്താൽ മതി ആ ഡ്യൂട്ടി. അതിൽ ഒരാൾ അപ്പൊ SHO അങ്ങനെ കിട്ടുമ്പോൾ ആ സ്റ്റേഷനിൽ SHO അസൈൻ ചെയ്ത് കൊടുക്കും ഒരാൾക്ക്, ഇയാൾ ചെയ്താൽ മതി എന്നുള്ള കാര്യം. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പൊ ഒരാൾക്ക് ഒരു വാറണ്ട് ഓതറൈസ് ചെയ്ത് കിട്ടി, ഡയറക്റ്റ് ചെയ്ത് കിട്ടി എന്ന് വെച്ചാൽ അയാൾ തന്നെ ഈ അറസ്റ്റ് മേക്ക് ചെയ്യണം നിർബന്ധമില്ല. അയാൾക്ക് വേറെ ആളെ ചുമതലപ്പെടുത്താവുന്നതുമാണ്. ഇപ്പം ഒരു SHOന്റെ പേരിലാണ് ഒരു വാറണ്ട് ഡയറക്റ്റ് ചെയ്ത് കൊടുത്തത്, സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ പേരിൽ. അപ്പൊ ഹൗസ് ഓഫീസർക്ക് അവിടെ പോയിട്ട് ആ വാറണ്ട് കൊടുത്ത് അയാൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ ചിലപ്പോൾ എന്തെങ്കിലും അസൗകര്യം ഉണ്ട്, ഒരുപാട് ഡ്യൂട്ടീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് അയാളുടെ താഴെയുള്ള സബോർഡിനേറ്റ് ആയുള്ള ഒരു ഉദ്യോഗസ്ഥന് ആ വർക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യണം? അയാളോട് ചെയ്യാൻ വേണ്ടി പറയാനും പറ്റും. അപ്പം വാറണ്ട് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ആർക്കാന്ന് വെച്ചാൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക്, ഒരാൾക്ക് അല്ലെങ്കിൽ കൂടുതൽ ആളുകൾക്ക്, അല്ലാന്നുണ്ടെങ്കിൽ മറ്റു ഓഫീസർമാർക്ക്, അല്ലെങ്കിൽ ഒരു ഓഫീസറിന് ഒരു പോലീസുകാരനെ കിട്ടിയാൽ തന്നെ അയാൾക്ക് അത് അസൈൻ ചെയ്ത് കൊടുക്കാനും പറ്റും. So the person to whom the warrant is directed is legally authorized to execute the warrant, arrest the individual, bring them to before the court. അപ്പൊ ആർക്കാണോ വാറണ്ട് കിട്ടുന്നത് ആ ഉദ്യോഗസ്ഥനാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, പിന്നീട് അടുത്തത് 74 പറയുന്ന കാര്യം വാറണ്ട് ഡയറക്റ്റഡ് ടു പോലീസ് ഓഫീസർ. വീണ്ടും വാറണ്ട് ഡയറക്റ്റഡ് ടു പോലീസ് ഓഫീസർ എന്ന് പറഞ്ഞിട്ട് പറയാണ്. മറ്റത് ആർക്കാണ് വാറണ്ട് കൊടുക്കേണ്ടത്? അപ്പൊ പോലീസ് ഓഫീസറുണ്ട്, അല്ലാത്തവരുണ്ട്. ഇനി ഇവിടെ പോലീസ് ഓഫീസറിനെ സ്പെസിഫിക് ആയിട്ട് പറയാണ്. So, warrant that is directed to a specific police officer can be executed by that officer as instructed by the court. ഇപ്പൊ ഒരു പ്രത്യേകമായിട്ട് ഒരു ഉദ്യോഗസ്ഥന്റെ പേരിൽ ഒരു വാറണ്ട് ഒരു സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുക്കില്ല, പകരം ഒരു പ്രത്യേക ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ചിട്ട് കോടതി വാറണ്ട് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ അറസ്റ്റ് മേക്ക് ചെയ്യണം. ആൻഡ് ആ ഉദ്യോഗസ്ഥന് നേരത്തെ പറഞ്ഞ പോലെ to whom the warrant is originally directed may endorse the warrant authorizing another police officer to execute it on his behalf. അയാൾക്ക് നേരിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് മറ്റൊരു ഉദ്യോഗസ്ഥനെ എൻഡോസ് ചെയ്യാം, ഓതറൈസ് ചെയ്യാം. എന്നിട്ട് അയാളോട് അറസ്റ്റ് മേക്ക് ചെയ്യാനും ഇയാൾക്കും വേണ്ടിയിട്ട് അയാളോട് ആ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടാനും പറ്റും എന്നുള്ളതാണ്. അതാണ് 74 പറയുന്നത്. അപ്പൊ മറ്റോടത്ത് ആർക്കൊക്കെ വാറണ്ട് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കാം എന്ന് പറയുന്നു 72. ഇവിടെ അവിടെ പോലീസ് അല്ലാത്തവരുണ്ട്. എന്നാൽ ഇവിടെ 74 വരുമ്പോൾ സ്പെസിഫിക്കലി പോലീസ് ഓഫീസർക്ക് ഡയറക്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പോലീസ് ഓഫീസർ അറസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നു. അല്ലാന്നുണ്ടെങ്കിൽ അയാൾക്ക് വേറെ പോലീസ് ഉദ്യോഗസ്ഥനെ അസൈൻ ചെയ്ത് കൊടുത്തിട്ട് അയാളെ കൊണ്ട് ഈ ജോലി ചെയ്യിപ്പിക്കുക എന്നും പറയുന്നു 74. ഈ 77 കൂടെ ഉള്ളൂ ഈ ഒരു ഭാഗത്ത്. 77 വാറണ്ട് മേ ബി എവിടെയാണ് വാറണ്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്? ഇപ്പം എറണാകുളത്ത്, ഇപ്പൊ ഞാൻ എറണാകുളത്ത് ജീവിക്കുന്ന ആളാണ്. അപ്പൊ എറണാകുളത്ത് ഒരു ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഒരു വാറണ്ട് ഇഷ്യൂ ചെയ്ത് ഞാൻ എറണാകുളത്ത് നിന്ന് മാത്രം അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ? എറണാകുളം സെൻട്രൽ സ്റ്റേഷന്റെ പരിധിയിൽ നിന്ന് മാത്രം അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ? അല്ല, അയാളെ ഇന്ത്യയിൽ എവിടെ നിന്ന് വേണമെങ്കിലും അറസ്റ്റ് മേക്കുക. ഈ വാറണ്ട് ഇന്ത്യയിൽ എവിടെയും വാലിഡ് ആയിരിക്കും. അതായത് ഒരു കോടതി, ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു മജിസ്ട്രേറ്റ് കോടതി ഒരു വാറണ്ട് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആ വാറണ്ട് ഹോൾ ഓഫ് ദ ഇന്ത്യയിൽ എന്തായിരിക്കും? അതിന് വാലിഡിറ്റി ഉണ്ടാവും. അത് എവിടെ വേണമെങ്കിലും എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ആ സ്ഥലത്ത് തന്നെ എക്സിക്യൂട്ട് ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇതാണ് അതിന്റെ നേച്ചർ. ഹോൾ ഓഫ് ദി ഇന്ത്യയിൽ അതിന് അപ്ലിക്കബിലിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഇത്രയാണ് സമൺസ് ആൻഡ് വാറണ്ട് എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. ക്ലിയർ ആണോ?